സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നമുക്കൊന്നിച്ച് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. വിറ്റ്നസിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. നിശ്ചയമായിട്ടും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു സെഷനാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രാർത്ഥിക്കാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിൻ്റെ സന്നിധിയിൽ ഒരു പുതിയ ജീവിതാനുഭവമായി കടന്നു വരുവാൻ ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദീർഘവർഷത്തെ ജീവിതാനുഭവങ്ങൾ താൻ ഇന്ന് പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന്, ധൈര്യത്തിന്, വിടുതലിനൊക്കെ കാരണമായി തീരണം. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ നിൻ്റെ മകനെ അവിടുന്ന് ഉപയോഗിച്ചാട്ട് ഞങ്ങളുടെ ഉപയോഗിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ അവർ ദൈവസാന്നിധ്യം അനുഭവിക്കണം. വലിയ ദൈവപദ്ധതിക്ക് വേണ്ടി നീ അവരെ ഉപയോഗിക്കണം. എല്ലാ മേഖലകളെയും മുദ്രയിടുന്നു. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയറുടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുന്നു. ദൈവമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. സകല മാനവും സകല മഹത്വത്തോടത്തേക്ക് തരുന്ന യേശു മൂലം തന്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പിന്നെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കൂടെ നാം കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയപ്പെട്ട മുളവന മോഹൻദാസ്, പാസ്റ്റർ മുളവന മോഹൻദാസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമായിട്ട് പാസ്റ്റർ നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തതിൽ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു 7-ലോ 98-ലോ പാസ്റ്റർ ഒരു കവിതാ സമാഹാരമൊക്കെ പ്രസിദ്ധീകരിച്ചൊരു സമയമുണ്ടല്ലോ. അതേത് വർഷമാണ് പാസ്റ്റർ? 95 അവാർഡ് മേടിക്കുന്ന സമയത്തായിരിക്കണം. 95 അല്ലല്ല, ഒരു കവിതാ സമാഹാരം പാസ്റ്റർ പബ്ലിഷ് ചെയ്ത് അതേത് വർഷമാണെന്ന് ഓർമ്മയുണ്ട്. ഒരു ദൈവത്തിന്റെ സമ്മാനം അല്ലേ? ദൈവത്തിന്റെ സമ്മാനം അല്ലായിരുന്നോ? അല്ല, ബലിഗീതമായിരുന്നു ആദ്യത്തത്. ബലിഗീതം അത് 92 ഓക്കെ. 90 ഞാൻ പറയാം, ബലിഗീതമല്ല, ദൈവത്തിന്റെ അതിന്റെ കവർ പേജ് ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പാസ്റ്ററെ. തിരുവല്ല YMCAയിൽ നടന്ന ക്രൈസ്തവ ബോധിയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ദൈവത്തിന്റെ സമ്മാനം. അതെ, ആ പുസ്തകത്തിന്റെ പേര് ദൈവത്തിന്റെ സമ്മാനം. അതൊരു കവിതാ സമാഹാരമായിരുന്നു അല്ലേ? രണ്ടാമത്തെ പുസ്തകം. പാസ്റ്റർ ക്രൈസ്തവ ബോധിയുടെ ആ മീറ്റിങ്ങിന് തിരുവല്ല YMCA വെച്ചുള്ള ആ മീറ്റിങ്ങിന് വന്നിരുന്നു. ആ സമയത്ത് ആ പുസ്തകം എനിക്ക് കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന്റെ സമ്മാനം എന്ന് പറഞ്ഞൊരു പുസ്തകം. ഇത് തന്നെ ആ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പാസ്റ്ററെ. ആ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ദൈവത്തിന്റെ സമ്മാനം. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പല്ലേ? ഒരു പക്ഷേ എനിക്ക് 97-ലാണ് മാസ്റ്റർ. 97-ലാണ് തിരുവല്ല YMCAയിൽ വെച്ച് നടന്ന ക്രൈസ്തവ ബോധിയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ആശാരി ഉപദേശിയുടെ ജീവചരിത്രം, ആശാരി ഉപദേശി ധീരപടയാളി. അപ്പോൾ ഇതൊക്കെ പാസ്റ്ററുടെ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പുസ്തകങ്ങൾ എഴുതി? ദൈവാസന 22 പുസ്തകങ്ങൾ. ദൈവത്തിന്റെ 22 പുസ്തകങ്ങൾ അല്ലേ? ഓക്കെ, ഞാനത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. 22 പുസ്തകങ്ങൾ. അതിനകത്ത് ജീവചരിത്രങ്ങൾ കുറെ ഉണ്ട് അല്ലേ പാസ്റ്ററെ? 22 പുസ്തകങ്ങൾ എഴുതാൻ പറ്റി. ബലിഗീതം, ദൈവത്തിന്റെ സമ്മാനം, ഈ വർഷം ദൈവത്തിന്റെ ജീവചരിത്രമുണ്ട്. ഞാൻ ഒരു 10-12 പുസ്തകത്തിന്റെ. ഓക്കെ, പ്രവാചകൻ. ഇത് 3 പുസ്തകങ്ങളാണ്. ആദ്യത്തെ 3 പുസ്തകങ്ങളാണ് നമുക്ക് പിന്നെ കവിതാ സമാഹാരങ്ങൾ. ബലിഗീതം, ശരി, ദൈവത്തിന്റെ സമ്മാനം, പ്രവാചകൻ മറ്റൊരു പുസ്തകമാണ് പ്രവാചകൻ. ഓക്കെ. പിന്നാണ് ആശാരിവച്ചന്റെ ജീവചരിത്രം, 4ാമത്തെ പുസ്തകമാണ്. ശരി, ആശാരിവച്ചന്റെ ജീവചരിത്രം. ഓക്കെ, അത് 6ാമത്തെ പുസ്തകമാണ്. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ PC എബ്രഹാം സാറിന്റെ ജീവചരിത്രം. അത് റീസെന്റ് ഇപ്പൊ അങ്ങോട്ട് പബ്ലിഷ് ആയതേ ഉള്ളൂ അല്ലേ? അതെ. ജനുവരി നമ്മുടെ ചർച്ച് ബോർഡിന്റെ കൺവെൻഷൻ ആയിരുന്നു.
ചർച്ച് ബോർഡിന്റെ കഴിഞ്ഞ ജനുവരി മാസം. അത് കഴിഞ്ഞായിരുന്നു നമ്മുടെ അസംബ്ലി. ശരി, ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടല്ലോ, എന്താ പാസ്റ്ററെ ആ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ ആദ്യത്തെ 2 കവിതാ സമാഹാരങ്ങളും ബലിഗീതവും ദൈവത്തിന്റെ സമ്മാനവും നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ 3ാമത് ഇറക്കിയ കവിതാ സമാഹാരമാണ് പ്രവാചകൻ. പ്രവാചകനും കവിതാ സമാഹാരമാണ് കുറച്ചുകൂടെ പുതുമയുള്ള കുറെ പ്രമേയങ്ങൾ അതിനകത്തുള്ളത്. ശരി, അപ്പൊ പാസ്റ്റർക്ക് കൂടുതലും കവിതകളോടാണോ താല്പര്യം? ഞാൻ ശരിക്കും 12ാം വയസ്സിൽ ആദ്യത്തെ കവിത എഴുതി. പിന്നെ കവിതകൾ ധാരാളം എഴുതാൻ തുടങ്ങി. കവിതകളായിരുന്നു തുടങ്ങിയത്. പിന്നെ എല്ലാ രംഗത്തും വന്നു ദൈവാസനെ. കവിത കഴിഞ്ഞിട്ട് ചെറുകഥകൾ എഴുതി, അതിൻ്റെ ഒരു സമാഹാരമുണ്ട്. നോവൽ 2-3 എഴുതി വെച്ചിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത നോവല്. പൈസ കൂടുതൽ വേണമല്ലോ. നോവല്, നാടകം പ്രസിദ്ധീകരിച്ചു. എൻ്റെ നാടകം കുവൈറ്റിൽ ഒരു സ്ഥലത്ത് അവതരിപ്പിക്കാനാണ് വന്നത്. ഞാൻ തന്നെ ഉണ്ടായിരുന്നു കുവൈറ്റിലുള്ളപ്പോൾ. അതിലൊരു ഏകാംഗ നാടകം കുവൈറ്റ് അസംബ്ലി ഓഫ് ഗോഡിൽ ഞാൻ തന്നെ റിഹേഴ്സൽ എടുത്ത് അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അഭിനയിച്ചതാരാണ്? എന്തോ അഭിനയിച്ചതാരാണ് ആ നാടകം? ചർച്ചിലുള്ള കുറച്ച് സഹോദരന്മാരായിരുന്നു അഭിനയിച്ചത്. ഏലീശയുടെ അഭിഷേകം വന്ന ഒരു ഏകാംഗ നാടകമായിരുന്നു. ഒത്തിരി ദൈർഘ്യമില്ലായിരുന്നു, പക്ഷെ അതൊരു മോഡേൺ നാടകമായിരുന്നു. അത് ഏലീശയുടെ അഭിഷേകം. പിന്നെ ഞാൻ ആത്മീയ കലാജാഥ എന്ന് പറഞ്ഞ് ശാസ്ത്രാഹിത്യ വർഷത്തിന്റെ കലാജാഥയുടെ മോഡലിൽ ഒരു കലാജാഥ അവതരിപ്പിച്ചു. അതിൽ ഞാൻ ഒരു നാടകം, അതിലൊരു നാടകം ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾ ഒരുപാട് തെരുവോരങ്ങളിൽ ആ നാടകം നടത്തി. മണക്കാരെ പഠിക്കുമ്പോൾ ഞങ്ങൾ 10-15 BD വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് അത് തെരുവിൽ നടത്തിയത്. വളരെയധികം ആളുകൾ അത് ഇഷ്ടപ്പെട്ട ഒരു നാടകമായിരുന്നു ആ നാടകം. പിന്നെ ആ നാടകങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഏലീശയുടെ അഭിഷേകം എന്ന പേരിൽ ഞാൻ പിന്നീട് ഒരു ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചത്. ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴ്. ഏലീശയുടെ അഭിഷേകം. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ ആദ്യം ഇപ്പോൾ എടുത്തിട്ടില്ല. എന്തായാലും എനിക്ക് ഉള്ള കലാപരമായ കഴിവുകൾ ഒരുപക്ഷെ കർത്താവിൽ വന്നാൽ, പെന്തക്കോസ് അനുഭൂതി വന്നാൽ നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞ കാര്യം, നമുക്ക് ഈ 18ാം വയസ്സിലൊക്കെ കവിതകൾ എഴുതുന്ന സമയത്ത് പെന്തക്കോസ് വിശ്വാസത്തിലല്ല. ഞാൻ ശരിക്കും എൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നു വിശ്വാസത്തിലേക്കുള്ളത്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലുള്ള ദൈവാസനം അത് നിശ്ചയമായിട്ട് അത് നമുക്ക് കേൾക്കാം. അപ്പൊ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് സാക്ഷ്യം കേൾക്കുന്നതിന് മുമ്പ്, ഈ കവിതകൾ എഴുതി ക്രിസ്തീയ ഗാനങ്ങൾ ആ മേഖലയിലേക്ക് ഉണ്ടോ? അങ്ങനെ ആളുകൾ പാടുന്ന, സഭകളിൽ പാടുന്ന പാട്ടുകളുണ്ടോ? ഉണ്ട്. ഞാൻ വാസ്തവത്തിൽ എൻ്റെ ഒരു 2 CD ഇറക്കിയിട്ടുണ്ട് ദൈവാസനെ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് ധാരാളം വിറ്റഴിഞ്ഞതാണ്. അതിൽ ഒരു 3-4 പാട്ടുകൾ വളരെയധികം ആളുകൾ പാടുന്നതാണ്. അതില് ഒത്തിരി പേരത് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു കത്തോലിക്ക പള്ളിയിൽ, കൊല്ലത്തൊരു പള്ളിയിൽ ആ പാട്ട്, ആത്മാവിന് ആഴെ നൂറി ഇറങ്ങുന്ന എന്നുള്ള പാട്ട് പാടിയതായിട്ട് പലരും പറഞ്ഞു. കൊല്ലം ഭാഗത്ത് ഏതോ ഒരു പള്ളിയിൽ. ഏത് പാട്ടാ പാസ്റ്റർ? അത് ആത്മാവിന് ആഴെ നൂറി ഇറങ്ങുന്ന കണ്ണുനീരാണൻ ആയുധങ്ങൾ, സ്വർഗീയ വാതിൽ തുറന്നെന്നെ കൈക്കൊള്ളും പ്രാർത്ഥനയാണൻ ആയുധങ്ങൾ, മമ സഖി ക്രിസ്തോ അർപ്പിച്ചിടുന്നതാ കണ്ണുനീർ പൂവുകൾ കൈക്കൊള്ളുക നീ, തന്ത്രി തകർന്നതാം തമ്പുരുവാമെന്നെ തമ്പുരാനെ നീ മധുരമാക്കി. അങ്ങനെ വരുന്ന ഒരു ഗാനമായിരുന്നു. പക്ഷെ അത് വാസ്തവത്തിൽ അത് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. അതിനകത്ത് കാവ്യാംശം കൂടുതലുണ്ട്. സാധാരണ ഗാനങ്ങളില് ലാളിത്യമാണല്ലോ അതിന്റെ പ്രത്യേകത. പക്ഷെ ഈ ഗാനത്തില് കുറച്ചുകൂടെ കാവ്യ സ്വഭാവമുള്ള ഒരു ഗാനമായിരുന്നു അത്. പക്ഷെ എന്തായാലും അത് ശ്രദ്ധിക്കപ്പെട്ടു. മറ്റു പോപ്പുലർ പാട്ടുകൾ ഏതാ? മറ്റൊന്ന്, ഇന്നു മരിച്ചാൽ നിന്റെ നിത്യത എവിടെ പറയൂ, അനാദികാലം മുതലേ നരരെ വിളിച്ചൊരു ശബ്ദം ഇന്നും നിന്നെ വിളിക്കുന്നു, മനുഷ്യ മനുഷ്യ മനുഷ്യ, ഇന്നു മരിച്ചാൽ നിന്റെ നിത്യത എവിടെ പറയൂ. അത് പ്രത്യേകിച്ചും പരസ്യങ്ങൾക്കൊക്കെ ഞാൻ പാടുന്ന ഒരു ഗാനമായിരുന്നു ആണത്. ഇതിന്റെ ഈ പാട്ടുകൾ യൂട്യൂബിലുണ്ടോ പാസ്റ്ററെ? യൂട്യൂബിൽ ഉണ്ട്, കുറച്ചതൊക്കെ. നമ്മുടെ പ്രേക്ഷകർക്ക് അത് കേൾക്കാൻ പറ്റുമല്ലോ പാസ്റ്റർ പാട്ടുകൾ? ഞാൻ വാസ്തവത്തില് അന്ന് ദേവാസരെ അച്ചൻകുഞ്ഞലന്തൂർ എന്നോട് 92 ഒത്തിരി റിക്വസ്റ്റ് ചെയ്തായിരുന്നു നമുക്കിത് കാസറ്റ് ആക്കാമെന്ന്.
എൻ്റെ സൗമ്യത കൊണ്ട് ഞാനത് മടിച്ചു. ഇന്നെനിക്കതിൽ വിഷമം തോന്നുന്നുണ്ട്. കാരണം അന്ന് ഒത്തിരി പേര് പറഞ്ഞു പാസ്റ്ററുടെ കവിതകളും ഒക്കെ കാസറ്റാക്കാം. പക്ഷെ 2 CD ഇറക്കി. അതിലൊന്ന് ഈ നമ്മുടെ അജി പുത്തൂര്, നമ്മുടെ പാട്ടുകാരൻ, അദ്ദേഹം തന്നെ സംഗീത സംവിധാനം ചെയ്ത വചനം ദൈവവചനം ആദിയിലുണ്ടായ വചനം അരുളി ചെയ്തൊരു വചനം നരനായി തീർന്നൊരു വചനം വചനം ദൈവവചനം ആദിയിലുണ്ടായ വചനം അരുളി ചെയ്തൊരു വചനം നരനായി തീർന്നൊരു വചനം. അങ്ങനെ അതിലെ ഒരു ഗാനമാണ് നമ്മുടെ അതെനിക്ക് തോന്നുന്നത് അജി പുത്തൂരാണ് ആ ഗാനത്തിന് ആ ഗാനം സംവിധാനം ചെയ്ത് പാടിയിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ പുറകെ പോയില്ല. ദേവാസുരം ഈ പാട്ടൊക്കെ കൺവെൻഷൻ വഴിയുണ്ട്, അത് ക്ലിക്കായേനെ. നമുക്ക് അതിന് വേണ്ടി ആളില്ലായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ, ഒത്തിരി സന്തോഷമുണ്ട്. 97 ശേഷം പാസ്റ്ററെ ഞാൻ ഒരു വീഡിയോയിലാണെങ്കിലും നമ്മൾ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴാണ്. ഒത്തിരി സന്തോഷമുണ്ട്. പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ പ്രത്യേകിച്ചും ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, എവിടെയാണ് ജനിച്ചു വളർന്ന ദേശം, സ്ഥലം, അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ച്, മിനിസ്ട്രിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ പറഞ്ഞ ശേഷം നമുക്ക് ജീവിതാനുഭവങ്ങൾ കേൾക്കാം. ഇനി ഉള്ള സമയം പാസ്റ്റർക്ക് തരികയാണ്. സ്തോത്രം. ക്രിസ്തു വന്ന അത്ഭുത പ്രകാശത്തെ ഞാൻ എത്തിപ്പിടിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ പ്രകാശവലയം എന്നെ ആവരണം ചെയ്തതിന് മുമ്പും അതിന് ശേഷവുമുള്ള ഞാൻ കടന്നുപോയ വഴികൾ, അനുഭവങ്ങൾ, ആത്മതമ്പരങ്ങൾ, ആത്മഹർഷങ്ങൾ, ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ കർത്താവ് വഴി തുറന്നതിൽ ഞാൻ ഒത്തിരി ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഫിന്നി പാസ്റ്ററേയും കുടുംബത്തെ ഒരുക്കിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായും ഞാൻ ആസാദിയുടെ ഒരു വലിയ പ്രേക്ഷകനാണ്. ആസാദിയുടെ സാക്ഷ്യങ്ങള്, ദേവാസന്റെ മെസ്സേജുകളൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്. എനിക്കൊന്ന് 1 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് അതിനുണ്ട്. ലോകമെമ്പാടും, ലോകത്തിന് 5 ഭൂഖണ്ഡങ്ങളിലും ഈ ആസാദിയുടെ സാക്ഷ്യങ്ങൾ അനേകരെ ചലിപ്പിക്കുന്നു. സത്യം പറയാം ദേവാസന്, ഇപ്പം ഞാൻ കൂടുതലും സാക്ഷ്യങ്ങളാ കേൾക്കുന്നത്. എനിക്ക് എന്തുകൊണ്ടോ സാക്ഷ്യങ്ങളിലും, എനിക്ക് പ്രസംഗത്തെക്കാളും എന്നെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നത് ഈ സാക്ഷ്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ട് സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആശിക്കുകയാണ്. എൻ്റെ പേര് മുളവന മോഹൻദാസ. ഒത്തിരി പേര് നെറ്റി വിളിക്കാറുണ്ട്. കാര്യം ഈ പേര് വല്ലാത്തൊരു പേരാ. പെന്തക്കോസിലൊക്കെ ഇപ്പോഴും നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ പേരിന് ശേഷം ആണ് സ്ഥലം വെക്കുന്നത്. പെന്തക്കോസ് ഞാൻ കണ്ടിട്ടുള്ളൊരു രീതിയാണ്. ഞാനും തിരുവട്ടാ കൃഷ്ണൻകുട്ടി മാത്രമേ ഉള്ളൂ അതിനൊരു അപവാദം. അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥലം മുമ്പേ വെച്ചു. ചിലരൊക്കെ അതുകൊണ്ട് മുളവന മോഹൻദാസ്, ചിലരൊക്കെ തിരിച്ചു പറയാറുണ്ട്, മോഹൻദാസ് മുളവനെ എന്നൊക്കെ ചിലർ അതുകൊണ്ട് പറയാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് വ്യത്യസ്തയാകട്ടെ എന്ന് കരുതി. സത്യത്തില് അങ്ങനെ വെക്കാനൊരു കാരണം, ഞാൻ ചെറുപ്പത്തിലെ കവിതകൾ എഴുതിയത് ഈ 12 വയസ്സിൽ ആദ്യ കവിത എഴുതിയപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് കവിതാവാസന ഉണ്ടെന്ന് തോന്നി. അന്ന് ഒരു പേര് വെക്കണമല്ലോ, വാസികളിലൊക്കെ ഒരു പേര് വെക്കണം. വയലാറ്, വൈക്കം ചന്ദ്രശേഖരൻ നായർ, തകഴി ശിവശങ്കര പിള്ള എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവരുടെ സ്ഥലപ്പേര് വെക്കുന്ന ഒരു അനുഭവം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും വെച്ചുകൂടാ. വയലാർ എന്നറിയപ്പെടുന്നത് രാമോർമ്മയാണ് പേര്, തകഴി ശിവശങ്കര പിള്ള പക്ഷെ തകഴി എന്നറിയപ്പെടുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ആ ഒരു ചുവട് പിടിച്ച് ഞാനും മുളവന മോഹൻദാസ് എന്ന് പേരിടാൻ വന്നു. ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ മുളവനയില. ചെറിയൊരു ബ്രീഫായിട്ട് കാര്യം പറഞ്ഞിട്ട് സാക്ഷ്യത്തിലേക്ക് വരാം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ പൂർവ ആശ്രമം എന്താണെന്ന് അറിയാൻ പറ്റും. എനിക്ക് സ്തോത്രം, ഞാൻ മുളവനെ ജനിച്ചെങ്കിലും ഇപ്പോഴ് 2022 മുതൽ അടൂർ ഞങ്ങളൊരു വീട് വാങ്ങി. ബദലഹേം എന്ന പേര് മോനാണ് ഇട്ടത്. ബദലഹേം ഒരു വീട് വാങ്ങി ഞങ്ങൾ അടൂരിനടുത്ത് കിളിവയിൽ താമസിച്ചു വരുന്നു. എൻ്റെ ഭാര്യ ലിസി, എനിക്ക് 3 മക്കൾ. ഫെബ, അവളിവിടെ പറന്തൽ മാർക്ക് സോസ്റ്റം കോളേജിൽ പഠിപ്പിക്കുന്നു. അവൾ കോമേഴ്സും 2 PG അവൾക്കുണ്ട്. കോമേഴ്സും ഉണ്ട്, സൈക്കോളജിയിലും പോസ്റ്റ് ഗ്രാജുവേഷൻ റാങ്കോടൊക്കെ പാസ്സായവളാണ്. മരുമകന്റെ സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്, മിക്കിൾസൺ. അദ്ദേഹം 2 പേരും നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഇപ്പോൾ മരുമകൻ നോർത്ത് ഇന്ത്യയിലെ ജോലി വിട്ട്
മോളുടെ ജോലിയോടൊക്കെ ഉള്ള ബന്ധത്തിലും ഇപ്പോൾ ഒരു റെക്കോർഡ് സ്റ്റുഡിയോ ഒക്കെ നടത്തുന്നു. മെക്കൽസൺ എന്നറിയപ്പെടുന്നു. കായംകുളം ചർച്ച് ബോർഡ് വിശ്വാസിയാണ്. വാണിയത്ത് കുടുംബത്തിലെ ഒരു അംഗമാണ് മരുമകൻ. സ്തോത്രം. രണ്ട് കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. ഇവയെന്നും ദിയെന്നും 2 പേര്, 2 പെൺകുഞ്ഞുങ്ങൾ. ചെറിയ ക്ലാസ്സിൽ അവർ പഠിക്കുന്നു. രണ്ടാമത്തത് മകൻ ഫെബിൻ എം ദാസ്. അവന് ഒരു കേരളത്തിന്റെ ഒരു വലിയ സ്ഥാപനത്തില് കേരളത്തിന്റെയൊക്കെ ചുമതലയായിട്ട് ഇപ്പം ബാംഗ്ലൂരിലൊക്കെ പോയിരിക്കുകയാണ്. അവന് സെയിൽസ്, അവന് BSc ഇപ്പം MBA കോഴ്സും ചെയ്യുന്നുണ്ട്. അവന് സെയിൽസ് രംഗത്ത് നേരത്തെ തന്നെ കയറി. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എറണാകുളം വരാപ്പുഴയിൽ അവളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു പോയിരിക്കുന്നു. അങ്ങനെ എനിക്ക് 3 മക്കൾ, 2 മരുമക്കൾ, 2 കൊച്ചുമക്കൾ. ഞാനിപ്പോൾ തുമ്പമൺ അസംബ്ലീസ് ചർച്ചിൽ ശുശ്രൂഷിച്ചു വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇത്രയാണ് എൻ്റെ ഒരു ചെറിയ ബ്രീഫായിട്ടുള്ള ചരിത്രം. അതെ പാസ്റ്റർ, തുമ്പമൺ AG ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. എനിക്കെന്താ പാസ്റ്റർ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇടയ്ക്ക് ഹാങ് ആയിട്ടാണ് വരുന്നത്. അതാ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നത്. പാസ്റ്റർ എന്നാലും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇനി നമുക്ക് പാസ്റ്ററുടെ ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ ഇനി പറയാം കേട്ടോ. ഇനി അത്യാവശ്യം ഉണ്ടല്ലേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പാസ്റ്റർക്ക് തുടക്കം മുതലുള്ള അനുഭവങ്ങൾ എല്ലാം പറയാം, കേൾക്കാൻ ഞാനും നമ്മുടെ പ്രേക്ഷകരും റെഡിയാ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ പേര് മുളവന മോഹൻദാസ്. കുറച്ചൊക്കെ എഴുതുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കുറെ പേർക്കെങ്കിലും എൻ്റെ പേരുകൾ സുപരിതമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേരിലൊന്നും വലിയ കാര്യമില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഈ പേര് മാറ്റണ്ട എന്ന് എന്നോട് പറഞ്ഞത് ആശാനുപദേശി എന്ന ബഹുമാന്യ കർത്തൃദാസന. ഞാൻ സാറിന് സ്നാനപ്പെടുമ്പോൾ പേരൊക്കെ മാറ്റാറുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പേര് മാറ്റരുത്. ഞാൻ ആശാരി ഉപദേശി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പേര് മാറ്റാനൊന്നും പോയില്ല. മോഹൻദാസ് എന്നെ സ്നേഹത്തോടെ ആളുകൾ വിളിക്കും. എനിക്കൊരു ആനന്ദം ഉണ്ടാകാറുമുണ്ട്. കാരണം പേരിനകത്ത് ഒരു ആളുകൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹം ഏതായാലും ആ ക്രൈസ്തവ ചുറ്റുപാടിൽ നിന്ന് വന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വാസ്തവത്തിൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഓർമ്മയിൽ, ഞങ്ങളുടെ കുടുംബത്തിലെങ്ങും ആരും അങ്ങനെ ഒരു വിശ്വാസാനുഭവത്തിൽ വന്നായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. എനിക്ക് തികച്ചും പുതിയ ഒരു അനുഭവമായിരുന്നു ക്രിസ്തു മാർഗം എന്നുള്ളത്. പുതിയതെന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട്. ഞാൻ ജനിച്ചത് മുളവനയിലാണെങ്കിലും എൻ്റെ പിതൃകുടുംബം കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് വലിയ വീട്ടിൽ എന്നറിയപ്പെടുന്ന വലിയൊരു കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാമഹൻ ഒരു 3-4 തലമുറ മുമ്പ് പത്തനംതിട്ട വലഞ്ചുഴിയിൽ നിന്നും നീലൻ നമ്പൂതിരി എന്ന ഒരു ബ്രാഹ്മണൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സുന്ദരിയായ യുവതിയെ കണ്ട്. അദ്ദേഹം ഈ ക്ഷേത്രം പണിക്കാരായിരുന്നു ഞങ്ങളുടെ പിതൃകുടുംബം. അപ്പൊ അങ്ങനെ ഇവരെ വിവാഹം കഴിച്ചു. അങ്ങനെ അതിൽ കുറച്ച് 4-5 മക്കളുണ്ടായി. അങ്ങനെ അവരിൽ നിന്നും വന്ന ഒരു ആളായിരുന്നു എൻ്റെ പിതാവ്. 4-5 സഹോദരങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഈ പൂണൂലും ക്ഷേത്ര ആരാധനകളും ഒക്കെ നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് എൻ്റെ അമ്മയെ ഈ മുളവനയിൽ നിന്നും നെല്ലിക്കുന്നത്തേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ അമ്മ ആ ഭവനത്തിൽ ചെന്നപ്പോഴേ കാവും കളരിയും സർപ്പങ്ങളൊക്കെ എഴഞ്ഞു കിടക്കുന്ന ആ ഭവനത്തിന്റെ അന്തരീക്ഷം എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ പിതാവിന് കുണ്ട്രാലിൻഡി കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വാത്വികനായ വളരെ അധ്വാനശീലനും ആയ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠനും കുണ്ട്രാലിൻഡി കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുത്തു. എനിക്കൊന്ന് 1960-കളിൽ 50-60-കളിലൊക്കെ അലിൻഡില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഇൻസെന്റീവ് കിട്ടുന്ന ഒരു കമ്പനിയായിരുന്നു അലുമിനിയം ഫാക്ടറി. അതിന് മൂന്നാറിലും സെക്കൻഡറാബാദിലും ഒക്കെ ശാഖകൾ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠനെ അമ്മയുടെ ജ്യേഷ്ഠത്തെ കല്യാണം കഴിച്ചു. എൻ്റെ അമ്മ അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഏതാണ്ട് ഒരു അർത്ഥ സഹോദരങ്ങളായിട്ട് അമ്മയുടെ ജ്യേഷ്ഠത്തെ അപ്പന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ മുളവനയില് കുണ്ട്ര അലിൻഡിലുള്ള ജോലിയോടുള്ള ബന്ധത്തില് അത് വാസ്തവത്തിൽ വലിയ ശമ്പളമൊക്കെ ഉള്ള ആ ജോലി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. നല്ലൊരു വീടൊക്കെ വെച്ച് എൻ്റെ പെങ്ങൾ, ഞങ്ങൾ 6 മക്കളാണ്. എനിക്ക് മൂത്ത 2 ജ്യേഷ്ഠന്മാരും നേരെ മൂത്ത പെങ്ങളും 2 അനുജന്മാരും. അപ്പം അതിൽ ഒരു ജ്യേഷ്ഠൻ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 5 പേര് ഇപ്പോഴുണ്ട്. അങ്ങനെ അലിൻഡിൽ ലഭിച്ച ജോലി അദ്ദേഹത്തിന് ആ വരുമാനം കൊണ്ടൊക്കെ അമ്മയും വളരെ കഠിനാധ്വാനി ആയിരുന്നു.
നല്ല സൽസ്വഭാവിയായ, സ്വാത്വികയായ, പ്രാർത്ഥനാ സ്വഭാവിയായ, വളരെ കുലീനത്വമുള്ള ഒരു മാതാവായിരുന്നു എൻ്റെ അമ്മ ദേശത്തേക്ക്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ബഹുമാനമാണ് എൻ്റെ മാതാവിനെ. മാതാവിൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയെങ്കിൽ പിതാവ് രണ്ട് മാതാവിനെയും മാതാവിൻ്റെ ജ്യേഷ്ഠത്തെയൊക്കെ അത് ശ്രദ്ധിച്ചു നോക്കുകയും അങ്ങനെ അവർ ഇരുവരും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വല്യമ്മയുടെ വീടും ഉള്ളത്. അവിടെ 7 മക്കൾ, ഞങ്ങൾ 6 മക്കൾ, ഏതാണ്ട് 13 മക്കൾ. ഞങ്ങൾക്ക് അല്പം മാറി പിതാവ് വെച്ച ലളിതാഭവൻ എന്ന മനോഹരമായ ഒരു ഭവനം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നത് ഗ്രാമഫോണും ഹാർമോണിയവും അതുപോലെ തന്നെ മർഫിയുടെ റേഡിയോയും ഒക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ നിറഞ്ഞ സംഗീത സാന്ദ്രമായ തട്ടിട്ട മനോഹരമായ ഭവനം. അന്നൊക്കെ വൈദ്യുതീകരിച്ച തട്ടിട്ടയൊക്കെ വീടുകൾ വളരെ കുറവായിരുന്നു മുളവനയിൽ. ഞങ്ങളുടെ അടുത്തൊക്കെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുണ്ട്, ഒരു ഭാഗത്ത് ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളുമുണ്ട്. അങ്ങനെ ഏതാണ്ട് 60കളിലൊക്കെ, ഞാൻ 63 ജനിച്ചു, വളരെ സന്തോഷം നിറഞ്ഞ എൻ്റെ 2 ജ്യേഷ്ഠന്മാരും നേരെ മൂത്ത പെങ്ങൾ, വളരെ സുന്ദരിയായ നല്ല പാട്ടൊക്കെ പാടാൻ കഴിയുന്ന ഒരു എൻ്റെ സഹോദരി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടോ പിതാവ് ഈ ചില കുത്സിതരായ ആളുകൾ, അവര് മദ്യപാനികളും മറ്റ് തകർന്ന ആളുകളുടെ ബന്ധത്തിലേക്ക് പിതാവ് പതുക്കെ പതുക്കെ വഴുതി വീഴുകയും പതുക്കെ പതുക്കെ അദ്ദേഹം മദ്യപാനിയാവുകയും ക്രമേണ ഒരു മുഴുക്കുടിയനായി മാറുകയും ചെയ്തു. എല്ലാം വിറ്റു തെളിച്ചുകൊണ്ടിരുന്നു. വസ്തുവകളൊക്കെ നഷ്ടപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം ജോലിയും രാജിവെച്ചു. ജോലിയൊക്കെ രാജിവെച്ച് VRS എടുത്ത് കിട്ടിയ പണവും അദ്ദേഹം നശിപ്പിച്ചു. അമ്മയ്ക്ക് ഈ വലിയ തകർച്ച അമ്മയുടെ ജീവിതത്തെ വല്ലാത്ത വേദനയിലാക്കി. കാര്യം നമുക്കറിയാം, ഒരു മദ്യപാനത്തിലൊക്കെ വീഴുന്ന ഒരാളുടെ കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചകൾ വാസ്തവത്തിൽ വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണല്ലോ. അങ്ങനെ 1970 അമ്മയുടെ പിതാവിന്റെ മരണത്തോടൊൽമത്തിൽ അമ്മയുടെ വല്യമ്മയുടെ ഭവനത്തിലേക്ക് എൻ്റെ മാതാവ് ഞങ്ങളൊക്കെ പോയ സന്ദർഭത്തിൽ, ഞങ്ങൾ അവിടെ ഇല്ലാത്ത സമയത്ത് ഈ പിതാവിനെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ വളരെ ആസൂത്രിതമായിട്ട് ആ ഭവനത്തിലുള്ള പലതും കൈക്കലാക്കുകയും വീടിന്റെ ഫ്രണ്ട് സൈഡിലുള്ള 2 സെന്റ്, റോഡ് സൈഡിലുള്ള മനോഹരമായ വീടായിരുന്നു, കൈക്കലാക്കുകയും ചെയ്തു. അമ്മ തിരിച്ചു വരുമ്പോഴേക്കും ദുഃഖത്തോടുകൂടി, പിതാവിന്റെ വേർപാടിന്റെ വേദനയിൽ ദുഃഖത്തോടുകൂടി തിരിച്ചു വരുമ്പോഴേക്കും അമ്മയെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. എൻ്റെ ഏറ്റവും ഇളയ അനുജൻ അന്ന് കൈക്കുഞ്ഞാണ്, ഇന്നവൻ റെയിൽവേയിലെ ഡ്രൈവറാണ് ഗുജറാത്തിൽ. അവരെങ്ങാണ്ട് ഈ അടിച്ച കുറ്റിയിൽ ചെന്ന് പിടിച്ചു. അവനെ വാങ്ങിയ ആള് അവനെ അടിച്ചു. വളരെ അഭിമാനിയായ എൻ്റെ മാതാവ് വളരെ ദുഃഖത്തോടു കൂടി, അന്ന് ഈട്ടിയുടെയൊക്കെ ഫർണിച്ചർ ആ വീട്ടിലുണ്ടായിരുന്നു, ഒന്നും എടുത്തില്ല. ഒരു ചൂരൽ കൊട്ടയിൽ മുടിയൊക്കെ പാറിപ്പറന്ന മുടിയുമായി വിശന്ന് തളർന്നവളായി ഞങ്ങളുടെ 6 മക്കളെയും കൊണ്ട് കൈ പിടിച്ചുകൊണ്ട്, അമ്മയ്ക്കൊരു 56 സെന്റ് വസ്തു അമ്മയുടെ അപ്പൻ കൊടുത്ത വസ്തു റോഡ് സൈഡിലുണ്ടായിരുന്നു, ഒരു തെങ്ങുംപുരയുടെ മാത്രമാണ്. അവിടെ വന്ന് ഒരു കൊച്ചു ഓലപ്പുരയൊക്കെ വെച്ച് ഞങ്ങൾ 70 അങ്ങോട്ട് മാറി. എൻ്റെ ലൈഫില് പിന്നത്തെ ലൈഫ് ഈ ഒരുതരം സമ്പന്നതയുടെ തലത്തിൽ നിന്നും ദാരിദ്ര്യത്തിന്റെ വറചട്ടിയിലേക്ക് വീണുപോയ അനുഭവം ഉണ്ടായി. അന്നൊക്കെ കാറിലൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരുന്ന സന്തോഷത്തിന്റെ ഒരു കാലത്തിൽ നിന്നും തികഞ്ഞ ദാരിദ്ര്യത്തിലേക്ക് വന്നു. 6 മക്കൾ വളരണം. ദേവസ്വം അറിയാം, ഈ 60കളിലൊക്കെ പൊതുവെ ദാരിദ്ര്യത്തിന്റെ കാലങ്ങളാണ്. ആ സമയത്ത് ഏതാണ്ട് 10 വയസ്സൊക്കെ ഉള്ള ഞാൻ, വളരെ അന്ന് 7 വയസ്സേ എനിക്കുള്ളൂ, വളരെ കഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇത് നഷ്ടപ്പെട്ടപ്പോൾ നല്ലവരായ ഓർത്തഡോക്സ് ക്രൈസ്തവർ ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട്. എനിക്ക് പേരിടുന്നത് ഞങ്ങളുടെ അടുത്ത്, എനിക്ക് നേരെ മൂത്ത 2 കുഞ്ഞുങ്ങൾ പ്രസവ സമയത്ത് മരിച്ചു പോയത് കൊണ്ട് ഞാനും മരിച്ചു പോകുമോ എന്ന് കരുതിയിട്ട് ഹൈന്ദവരായ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വളരെ പൂജാകർമ്മങ്ങളൊക്കെ നടത്തി. അമ്മയെ അടുത്ത സ്നേഹിതകളായ കുണ്ട്ര വലിയ പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയിലെ നെല്ലുവിളയിലെ അമ്മച്ചിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഓടി വന്നു. അവർ പറഞ്ഞു, ഈ കുഞ്ഞ് ഒരുപക്ഷെ മരിച്ചു പോയേക്കുമെന്നൊരു ഭയം കൊണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ ഞാൻ ജനിച്ച സമയം ജ്യോത്സ്യർ പറഞ്ഞു ഇവൻ വലിയവനാവും എന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത്, പൂരം നക്ഷത്രത്തിൽ, ഞാൻ നക്ഷത്രവും നോക്കാറില്ലെങ്കിൽ പോലും അങ്ങനെ ഞാൻ ജനിച്ചു. പക്ഷേ എനിക്ക് പേരിട്ടത് നെല്ലുവിളയിലെ അമ്മച്ചിയാണ്, ഓർത്തഡോക്സിലെ ഒരു അമ്മച്ചിയാണ്. ഇവന് മോഹൻദാസ് എന്ന് പേരിടണം, ഇവൻ വലിയവനാകും എന്ന് പറഞ്ഞ ഒരു വാക്ക് ചേട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ചേട്ടനൊക്കെ അത് കേട്ടു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എങ്കിലും എല്ലാം നഷ്ടപ്പെട്ട ഒരു തലത്തിൽ വന്നു. ഈ അമ്മ, ഞങ്ങൾ 6 മക്കളുമായി അമ്മയുടെ വസ്തുവിലേക്ക് ഒരു ചെറിയ ഓലഷഡൊക്കെ അപ്പോഴേക്ക് ഉണ്ടാക്കി 70 ആ ലളിതാഭവൻ വിട്ട് ഓലപ്പുരയിലേക്ക് വരാൻ ഇടവന്നു. അപ്പോഴേക്കും നല്ലവരായ കുറെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, മകളെ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ, നല്ല ഗായകനും അറിവുള്ള ആളും, അന്ന് അധ്യാപകരൊക്കെ, സ്വകാര്യ അധ്യാപകരെ വിളിച്ച് പഠിച്ചിരുന്ന ഒരാളായിരുന്നു.
വയലാറിന്റെയും ONV-യുടെ ഒക്കെ കവിതകൾ നന്നായി ചൊല്ലുന്ന ഒരാളായിരുന്നു, നന്നായി കഥ പറയുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ്. ആ ആഖ്യാനശേഷി എൻ്റെ സഹോദരിയിൽ അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു, മകളെ, അദ്ദേഹത്തിന്റെ മദ്യപാനശീലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, എന്നാൽ ലളിതാഭവൻ വിറ്റിട്ടില്ല, അത് മോൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ, അതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അദ്ദേഹം ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിന്ന് താമസിച്ചു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മോഹനും ലളിതാംബികയും പോയി അദ്ദേഹത്തെ ശുശ്രൂഷിക്കട്ടെ, എങ്ങനെങ്കിലും ആ വസ്തു തിരിച്ച് നമുക്ക് ആ കൊച്ചിന്റെ പേരിൽ ആ വീടും വസ്തു എഴുതി വെച്ചാൽ എല്ലാ കാര്യങ്ങളും നേരെയാകുമല്ലോ. അമ്മയെ ചിലർ ഉപദേശിച്ചു. അമ്മ അതനുസരിച്ച് ഞാനും എൻ്റെ സഹോദരിയും കൂടെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കടന്നുപോയി. ഒരിക്കൽ പിതാവ് പറഞ്ഞു, ഞാൻ ലളിതാഭവനൊന്നും എഴുതി കൊടുത്തിട്ടില്ല, അടുത്ത ദിവസം നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വാ, മോക്ക് ഈ വീടും വസ്തുവും ഞാൻ എഴുതി തരാം. ഞങ്ങൾ തുള്ളിച്ചാടി. അതിരാവിലെ ഞങ്ങൾ പിതാവിനെ വിളിച്ചു. പക്ഷേ ഞങ്ങൾ കതവിൽ മുട്ടി വിളിക്കുമ്പോൾ ഞങ്ങളുടെ ആ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ചാക്കോച്ചാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്തിനാ നിങ്ങൾ മുട്ടി വിളിക്കുന്നത്? അർദ്ധരാത്രിയിൽ ആരോ ബലമായി അദ്ദേഹത്തെ കാറിൽ കൊണ്ടുപോയി. കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ അറിയുന്നതെല്ലാം ശത്രുക്കൾ കൈയടക്കിയെന്ന അനുഭവമായിരുന്നു. ഞങ്ങൾ എന്നേക്കുമായി ലളിതാഭവൻ വിട്ട് ഞങ്ങളുടെ ആ കുടിലിലേക്ക് വരാനിട വന്നു. വാസ്തവത്തിൽ ഞാൻ ഒത്തിരി സെൻസിറ്റീവ് ആയിരുന്നു, ധാരാളം വായിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ പ്രേംചന്ദിന്റെ സേവാസദനമൊക്കെ വായിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാര്യം ജ്യേഷ്ഠന്മാരൊക്കെ കുറെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന കലാകാരന്മാരുടെ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പൊതുവെ സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഒക്കെ കുടുംബത്തിലുണ്ട്. മുളവനെ NS മണി എൻ്റെ അമ്മാവനാണ്, അദ്ദേഹം പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റാണ്. അതുപോലെ ആർട്ടിസ്റ്റ് രമേശ് എൻ്റെ ഒരു അമ്മാവനാണ്. പിന്നെ ഇടയ്ക്കാട് വിശാൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ, ഒരു ചെറുകഥാകൃത്തുണ്ട്. അദ്ദേഹവും ജനയുഗത്തിലൊക്കെ ധാരാളം എഴുതുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. മറ്റൊരു TP അജയൻ, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന നാടകൃത്തായിരുന്നു. ഇങ്ങനെ സാഹിത്യ സമ്പന്നമായ ഒരു ചുറ്റുപാടായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം അതുകൊണ്ട് വീട്ടിൽ മിക്കവാറും ചർച്ചകൾ കാണും. പൊതുവെ ഇടതുപക്ഷ പ്രവർത്തകരായതുകൊണ്ട് പാർട്ടിയുടെ തല മീറ്റിങ്ങുകൾ കാണും. പിന്നെ ഞങ്ങൾ വാസ്തവത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവധി ദിവസങ്ങളിൽ ഞങ്ങളുടെ സഹോദരന്മാര്, ഞങ്ങളുടെ വല്യമ്മയുടെ 7 മക്കളും ഞങ്ങൾ 6 മക്കളും ഒക്കെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് അനവധി വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഞാനും കുഞ്ഞായ 10 വയസ്സൊക്കെ ഉള്ള ഞാനും അതിനകത്ത് കയറി താർക്കിക്കുകയും വാദിക്കുകയും ചില അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യും. എൻ്റെ കൊച്ചു മനസ്സിന്റെ ബുദ്ധി അവർ മനസ്സിലാക്കിയിട്ട് എന്നെ പ്രശംസിച്ച നാളുകൾ ഞാൻ ഓർക്കുന്നു. ആ കാലങ്ങളിൽ 12-ാം വയസ്സിൽ ഞാൻ ഒരു തുണ്ടു പേപ്പറിൽ ആദ്യത്തെ കവിത എഴുതി. ഞാനത് വായിച്ചു, തുള്ളിച്ചാടി. ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വായിച്ച് കേൾപ്പിച്ചു. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു, മോഹൻദാസ്, നിന്നിൽ കവിതാവാസനയുണ്ട്, നീ അതിനെ ജ്വലിപ്പിക്കണം. അദ്ദേഹം എൻ്റെ കവിതകൾ തിരുത്തി തന്നു. ആനുകാലികളിലൊക്കെ മുളവന മോഹൻദാസ് എന്ന പേരിൽ ഞാൻ കവിതകൾ എഴുതി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കിലൊക്കെ മുളവന മോഹൻദാസ് എഴുതി. കൂട്ടുകാർ കളിയാക്കി, അവർ മുളവനേത് തീട്ടി വിളിച്ചു, നീ എന്തോ പ്രസിദ്ധനോ എന്നൊക്കെ ചോദിച്ചു. ഇന്ന് മുളവന വായനശാലയിൽ കുറേ പുസ്തകങ്ങൾ എൻ്റെതുണ്ട്. ഏറ്റവും കൂടുതൽ മുളവനയിൽ എനിക്ക് തോന്നുന്നു മുളവന വായനശാലയിൽ മറ്റാർക്കും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ എൻ്റെ തന്നെ പുസ്തകങ്ങൾ വെക്കാൻ ദൈവം എന്നെ ഇന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടിൽ 6 മക്കളുടെ വയറ് കഴിയണം. പിതാവുമായി താൽക്കാലികമായി വേർപെട്ടു എന്ന് വെച്ചാൽ അകന്നുപോയി. പിന്നെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തു. എനിക്ക് പറഞ്ഞാൽ എനിക്ക് എല്ലാ ജോലിയും അറിയാം. കാര്യം കഠിനമായി അധ്വാനിച്ചു. അത്യാവശ്യം പശുക്കളൊക്കെ ഉണ്ട്, കൃഷിപ്പണിയുണ്ട്, പിന്നെ ചില ഗൃഹോപകരണങ്ങൾ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കണം, അത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കാനോ ട്രാക്ടർ കൊടുക്കാനോ ഒന്നും ഒരു കുഴപ്പമില്ല. വിവിധ ജോലികൾ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഇന്നും ആ കഠിനാധ്വാന ശീലം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദിവസം ഒരു 10-12 മണിക്കൂർ എന്നും ഞാൻ അധ്വാനിക്കുന്നുണ്ട്. ആ ബാല്യകാലം തുടങ്ങിയ അധ്വാനശീലം എന്നെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നടത്തിയെന്ന് പറയാം. ഞങ്ങളുടെ അമ്മ വളരെ സന്മാർഗശീലയായിരുന്നു, ദൈവഭക്തിയായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ ഒരു ജ്ഞാനിയായിരുന്നു. അദ്ദേഹം ധാരാളം വായിക്കുമായിരുന്നു. എൻ്റെ പെങ്ങൾ ചേട്ടൻ കൊണ്ടുവരുന്ന വായനശാലയിലെ പുസ്തകം എടുത്ത് അദ്ദേഹം വായിച്ച് പെങ്ങളും വായിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളും അതുപോലെ വെളുത്തരക്ക് തോന്നുന്ന പഞ്ചാബി നോവലും ഇങ്ങനെ തുടങ്ങി അനേക നോവലുകൾ വായിച്ച് എൻ്റെ സഹോദരി ചെയ്യുന്ന ഒരു കാര്യം, ഇത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെല്ലാം അടുത്തടുത്താണ് കിടക്കുന്നത്. പെങ്ങൾ ഈ കഥകൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. സുന്ദരിയായ ഇന്ന് കൊല്ലത്തുണ്ട് എൻ്റെ പെങ്ങള്.
ആഖ്യാനശേഷി നല്ലതായിരുന്നു. നന്നായിട്ട് സിനിമ കാണുന്ന പോലെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരും. രാത്രിയിൽ കേട്ടോ 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 എന്ന് പറഞ്ഞ് ഞങ്ങൾ അനിയന്മാർ ഉറങ്ങുന്ന അറിയാതെ പെങ്ങൾ ഇങ്ങനെ കഥ പറച്ചിൽ തുടങ്ങിക്കൊണ്ടിരിക്കും. അടുത്ത ദിവസം വരുമ്പോഴാ പകുതി മുറിഞ്ഞു പോയ കാര്യം പുള്ളിക്കാരത്തെ അറിയുന്നത്. അങ്ങനെ എൻ്റെ രക്തത്തിൽ ഈ വായനാശീലം കൊണ്ടും പെങ്ങളുടെ ആഖ്യാനശീലം കൊണ്ടും ഒക്കെ, പിന്നെ ഈ ഗ്രാമഫോണിലൊക്കെ കുട്ടിക്കാലത്ത് കേട്ട പാട്ടുകൾ, അന്നത്തെ ഈ നാടക ഗാനങ്ങളൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ ഗ്രാമഫോൺ 2 ഗ്രാമഫോൺ ഉണ്ടായിരുന്നു, ഹാർമോണിയം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും എൻ്റെ കവിതാപരമായ കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമായി തീരുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ ബാല്യകാലത്ത് ചിലരൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ദൈവത്തിന് സ്തോത്രം, എഴുതുവാനും ഒക്കെയുള്ള ഒരു പ്രചോദനം ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രീ ഡിഗ്രി കൊല്ലം ടി കെ കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എൻ്റെ ആഗ്രഹം കൊല്ലത്ത് എസ് എൻ കോളേജിൽ പോയി പഠിക്കണം. എനിക്ക് വലിയ പഠിച്ചു വക്കീലാവണം എന്നൊക്കെ ചിന്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ വസ്തുക്കളെല്ലാം അനാഥമാക്കിയത് ചിലരുടെ കുൽസിത പ്രവൃത്തികൾ മൂലമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇടയ്ക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ എൻ്റെ കയ്യക്ഷരം കണ്ട് എന്നെ അനുമോദിച്ചു. എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ മോന് സ്കൂളിൽ 2ാം സ്ഥാനക്കാരനാണ്, ഈ മോഹൻദാസിനെ അമ്മ പഠിപ്പിക്കണം, ഇവൻ വലിയവനാകുമെന്ന് അന്ന് കോശി തോമസ് സാറ് എന്നോട് പറഞ്ഞു. അന്ന് എൻ്റെ പേനയൊക്കെ ഒടിഞ്ഞു പോയപ്പോൾ അദ്ദേഹം ഒരു ബിസ്മിയുടെ ഒരു നീല പേന എനിക്ക് തന്നു. അടുത്തിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഇപ്പൊ വിശ്വാസത്തിൽ വന്നു. ആചാനുബാഹുവായ ഒരു മനുഷ്യൻ. ഞങ്ങളൊക്കെ ഭയത്തോടാണ് അദ്ദേഹത്തെ കണ്ടു. പക്ഷേ വളരെ സ്നേഹശീലനായിരുന്നു. മറ്റൊരു വശത്ത് അദ്ദേഹമാണ് വാസ്തവത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എനിക്ക് തോന്നുന്നു. ഞാൻ സ്തോത്രം പ്രീ ഡിഗ്രി കഴിഞ്ഞു. BSc ഞാൻ പല കോളേജിൽ അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ കൊല്ലം എസ് എൻ കോളേജിലൊക്കെ കൊടുത്തു. കൊട്ടാരക്കര കോളേജിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ മെമ്മോ കിട്ടുന്നത്. BSc ബോട്ടണി. ചേട്ടൻ എന്നെ കൊണ്ട് കൊല്ലത്ത് അവിടെ ചെന്നു. അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു അച്ഛനായിരുന്നു. എന്തുകൊണ്ടോ എന്നെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, മോഹൻദാസ് ഇവിടെ തുടർന്ന് പഠിക്കണം, വേറെ മെമ്മോ കിട്ടിയാൽ ചേരത്തില്ലെന്ന് പറഞ്ഞാലേ തിരുത്തോളം എന്ന് പറഞ്ഞു. എന്തോ എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് കൊട്ടാരക്കര കോളേജ് ആരും താല്പര്യമില്ലായിരുന്നു. എസ് എൻ കോളേജിൽ ഇടതുപക്ഷ പ്രവർത്തനങ്ങളുണ്ട്. കൊല്ലം വായനശാലത്ത് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം. അപ്പൊ ഞാൻ അതുകൊണ്ട് സ്തോത്രം കൊല്ലത്ത് കൊട്ടാരക്കര ചേരാൻ മടിച്ചെങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. ഇപ്പൊ ഞാൻ ചേട്ടന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ അങ്ങ് അവിടെ പഠിക്കാം എന്ന് ചിന്തിച്ചു. തിരിച്ച് അന്ന് വീട്ടിൽ വന്നപ്പം എസ് എൻ കോളേജിലെ BSc ബോട്ടണിക്ക് തന്നെ മെമ്മോ കിടപ്പുണ്ടായിരുന്നു. ശരിക്കും ഫസ്റ്റ് BScക്ക് ഞാൻ ചേരുന്ന സമയത്ത് അന്ന് ഏതാണ്ട് ഈ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊരു പുസ്തകം ഇടമറ എഴുതിയിരുന്നു. അന്ന് കോളേജിലൊക്കെ അതങ്ങ് ക്ലിക്കായി. അല്പം നിരീശ്വരവാദവും കമ്മ്യൂണിസവും എല്ലാം തലയ്ക്കകത്ത് കയറി. ഒരർത്ഥത്തിൽ അല്പം ബുദ്ധിജീവിയെ പോലെ, ഒരു കൊച്ചു സോക്രട്ടീസിനെ പോലെ ഭയങ്കര ജ്ഞാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അല്പം ശാന്തത എനിക്കുണ്ടായിരുന്നു, അന്നും ഇന്നും ഉണ്ട്. അപ്പം എന്തൊക്കെയോ അറിവുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഈ എനിക്ക് ഇടതുപക്ഷ ചിന്തയൊക്കെ ഉള്ളത് കൊണ്ടും ഈ നന്മതിന്മകളെ ഉള്ള വിഷയം അതൊന്നും അറിയത്തില്ല. ഈ ധനികന്മാർ ദരിദ്രരെ പീഡിപ്പിക്കുന്നു, എൻ്റെ കുടുംബ സ്വത്തൊക്കെ അപഹരിച്ചവൻ സുഖമായി വാഴുന്നു, എനിക്ക് എല്ലാം കൊണ്ട് ഞങ്ങളുടെ ജീവിതം എല്ലാം തകർന്നു പോയി. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ മനുഷ്യന്റെ കയ്യിലെ കുഴപ്പങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് മതത്തോടും ദേഷ്യം തോന്നിയിരുന്നു, ഈ മതാധികാരികളോടൊക്കെ. അങ്ങനെ ഒരു കാലത്താണ്, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് എന്നോട് ആദ്യമായിട്ട് ദാസൻ കുഞ്ഞ്, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം ബെന്നിച്ചൻ എന്നാണ്, അദ്ദേഹം വന്ന് എന്നോട് സുവിശേഷം പറയുന്നത്. വേറെ പലരും വന്ന് പറഞ്ഞു. ഞാൻ വന്ന സുവിശേഷം പറഞ്ഞിട്ട് പറഞ്ഞു, മരിച്ച ഞങ്ങളുടെ പിതാക്കന്മാരുടെ എല്ലാം കല്ലറകൾ ഒഴിഞ്ഞു കിടക്കുക, മരിച്ചവർക്ക് ഒരിക്കലും നിത്യമായി അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കാൻ പറ്റത്തില്ല, അതെങ്ങനെ ലോചിക്കാവുന്നേ? അപ്പൊ യേശു ക്രിസ്തു നിങ്ങൾ ജീവനോട് കുണ്ട്രയിലോ കൊല്ലത്തോ ആണോ ഉണ്ടെങ്കിൽ കൊണ്ട് കാണിക്കൂ, ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ യുക്തിവാദ ചിന്തയിൽ അവരെ വേദനിപ്പിച്ചു വിട്ടു. അവർ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ കൂളായിട്ട് നടക്കുക. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കുണ്ട്രയിലോ കൊല്ലത്തോ യേശു ഉണ്ടെങ്കിൽ എന്നെ കാണിക്കൂ, ഞാൻ വിശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ കോളേജ് മത്സരങ്ങളിലെല്ലാം എനിക്ക് സമ്മാനമുണ്ട്. എല്ലാത്തിലും, കവിതാലേഖനം എല്ലാത്തിനും 1ാം സ്ഥാനം നേടി. ഇപ്പൊ 2ാം സ്ഥാനം നേടിയ ഈ ബെന്നിച്ചൻ ദാസകുഞ്ഞ് എന്നെ അനുഗമിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നെ സ്നേഹിച്ചു. യേശുവിനെ കുറിച്ചൊന്നും പിന്നെ പറഞ്ഞൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി, ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. പതുക്കെ സ്നേഹിച്ചിട്ട് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, മോഹൻദാസ് ബൈബിൾ ഒന്ന് വായിക്കണം. ഞാൻ പറഞ്ഞു, ബൈബിൾ വായിക്കുന്നത് കുഴപ്പം, എന്തെല്ലാം പുസ്തകം ഞാൻ വായിക്കുന്നുണ്ട്. എൻ്റെ ദൈവാസനം, ഞാൻ അങ്ങനെ 18ാം വയസ്സിലായിരിക്കണം. അദ്ദേഹം പറഞ്ഞു ബൈബിൾ ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കൊട്ടാരക്കര ഗിഡിയൻസ് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഒരു ബൈബിൾ, ഒരു നീല ബൈബിൾ വാങ്ങി.
അത് വീട്ടിൽ കൊണ്ടുവന്ന് ആരും കാണാതെ, വീട്ടില് ഭയങ്കര ക്ഷേത്രാരാധനയുള്ള വീടാ. അമ്മ ഭയങ്കര ഭക്തയാ, സഹോദരങ്ങൾ പലരും ഇടതുപക്ഷ ചിന്തകളുള്ളവരുമൊക്കെയാണ്. അങ്ങനെ ഒരു 2 തലങ്ങളിലാണ് നിൽക്കുന്നത്. ആരും കാണാതെ ഞാൻ വേദപുസ്തകം തുറന്ന് വായിച്ചു. അല്ലെ, കെട്ടി വായിക്കുന്നോണം. എനിക്ക് ഒത്തിരി നിരാശകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ കെട്ടി തുറന്ന് വായിച്ചു. വലിയ അക്ഷരമൊക്കെ വിട്ട് വായിച്ച അതിൽ ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടത് മത്തായി 21:22 വാക്യമായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ആകപ്പാടെ ഇല്ലാത്തൊരു കാര്യം സമാധാനമാണ്. സമാധാനമില്ല എന്ന് പറഞ്ഞു. കർത്താവേ, എനിക്ക് സമാധാനം തരണം. എന്റെ തലയിൽ നിന്ന് എന്തൊക്കെയോ പറന്നു പോകുന്നു എനിക്ക് തോന്നി. മാത്രമല്ല, ഞാൻ ഇരുന്ന ആ മുറി രാത്രിയിൽ വെട്ടമില്ലാത്ത ഇരുണ്ട മുറിയിലാണ്. അവിടെ പ്രകാശം, അസാധാരണമായ വെളിച്ചം പലവട്ടം ഞാൻ കണ്ടു. ഒരു ദിവ്യ സമാധാനം എൻ്റെ അകത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ വേദപുസ്തകം കണ്ണീര് കൊണ്ട് കുതിർന്നു. പല പ്രാവശ്യം ഞാനത് വായിച്ചു. അതിങ്ങനെ കണ്ണീരിൽ കുതിർന്ന അനുഭവം ഉണ്ടായി. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി ആയാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ദൈവമേ, ക്രിസ്ത്യാനി അങ്ങനെ വായിക്കഴിഞ്ഞാൽ പേര് മാറ്റി, അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, സാരമില്ല, ഇപ്പൊ സമാധാനമുണ്ട്, ഇതൊക്കെ ഈ ഒരു സൈഡിൽ നിൽക്കട്ടെ. അങ്ങനെ BSc 83 കൊട്ടാരക്കര കോളേജിൽ നിന്നും BSc പാസ്സായി ഞാൻ. സ്തോത്രം. അത് കഴിഞ്ഞ് അപ്പൊ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായത്. 80 ഞങ്ങൾ കുറെ ചെറുപ്പക്കാരൊക്കെ, ഞങ്ങളെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്ന് മുളവനയിൽ എക്സൽ കോളേജ് തുടങ്ങി. എക്സൽ കോളേജ് പെട്ടെന്ന് പേരെടുത്തു. ഞാൻ ഒരു അധ്യാപകനായിട്ട് പെട്ടെന്ന് അറിയപ്പെട്ടു. മുളവനയിൽ അറിയപ്പെടുന്ന ഒരു അധ്യാപകനായിട്ട് മലയാളവും സയൻസും ഒക്കെ ഞാൻ എടുക്കുമായിരുന്നു. അങ്ങനെ എക്സൽ കോളേജിൽ അധ്യാപകനായിട്ട് നടന്നു. ഒരുപാട് കുഞ്ഞുങ്ങളെ ഹോം ട്യൂഷൻസ് എടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ധാരാളം കവിതകളുണ്ട്. ആ സമയത്താണ് ഞാൻ മുളവന മോഹൻദാസ് എന്ന പേരിൽ അന്നത്തെ അറിയപ്പെടുന്ന കവികൾ, അന്ന് ഞങ്ങൾ ബാബുപാക്കരാർ, കുണ്ട്ര ശശി, അതുപോലെ തന്നെ കുരീപ്പുഴ ശ്രീകുമാർ, ഇവരുടെയൊക്കെ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. വായനശാലകളിലൊക്കെ കവിതകൾ ചൊല്ലാൻ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ പേര് നോട്ടീസുകൾ അടിച്ചു വരാൻ തുടങ്ങി. അന്ന് മുടിയൊക്കെ നീട്ടി വളർത്തി, കവിയല്ലേ, ഒരു തോളയിൽ ഒരു പരീക്ഷത്തിന്റെ സഞ്ചിയൊക്കെ ഉണ്ട്, കവിതകൾ പാടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഷാജി അധ്യാപകൻ, അദ്ദേഹം ഞാനും ചേർന്ന് കേരള ശാസ്ത്രീയ പരിഷത്തിന്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ മുളവനയിൽ തുടങ്ങി. ക്രമേണ പരിഷത്തിന്റെ ബ്രാഞ്ച് ഞങ്ങൾ തുടങ്ങുകയും പിന്നീട് ഞാൻ മേഖല സെക്രട്ടറിയായിട്ടൊക്കെ വളരാനിട വന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ മുന്നേറ്റങ്ങളും കവിതാവാസനകളും ഒക്കെ കണ്ട എൻ്റെ അമ്മാവൻ അദ്ദേഹത്തിന്റെ നിർബന്ധത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുളവന ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിട്ട് തന്നെ തെരഞ്ഞെടുത്തു. അങ്ങനെ അല്പകാലം മുളവന ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും ഞാൻ പ്രവർത്തിക്കാനിട വന്നു. അപ്പൊ ഈ യുക്തിപരമായ ചിന്തകൾ, രാഷ്ട്രീയ ചിന്തകളും അറിവും ഒക്കെ ചേർന്ന സമയത്താണ് യേശുവുമായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ പിടികൊടുത്തില്ല. പക്ഷെ വീണ്ടും മനസ്സ് അസ്വസ്ഥമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങ് വായിക്കും, ധാരാളം വായിക്കും. തിരുവനന്തപുരം കൊല്ലം ലൈബ്രറിയിൽ പോയി ഞാൻ വിവേകാനന്ദന്റെ പുസ്തകം വായിച്ചു. അദ്ദേഹം വേദങ്ങൾ, ഉപനിഷത്തുകൾ ലളിതമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ് വിവേകാനന്ദനുള്ളത്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഉപനിഷത്തുകളിലും വേദങ്ങളിലും സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന കൂട്ടത്തിലാണ് സന്യാസിമാരുടെ അനേകരുടെ ചരിത്രങ്ങൾ വായിച്ചു. പരമഹംസരുടെയും പല സന്യാസിമാരുടെയും ദൈവചരിത്രങ്ങൾ വായിച്ചപ്പോൾ ഹിന്ദുമതത്തിൽ ഒന്ന് അന്വേഷിച്ചാൽ എന്താണെന്നൊരു ചിന്ത ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പം എനിക്കപ്പം കുറച്ചുകൂടെ ഞാൻ വിചാരിച്ചു, ആത്മീയമായി ചിന്തിച്ചാൽ സമാധാനമുണ്ട്, ബൈബിൾ വായിച്ചപ്പോൾ സമാധാനമുണ്ട്, ഹിന്ദുവായി എനിക്ക് കുറച്ചുകൂടെ എളുപ്പം ഒരു ഹിന്ദു ഭക്തനായി ജീവിക്കുന്നതല്ലേ നല്ലതെന്നൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ BSc കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഒരു പരസ്യം കണ്ടത്. അന്ന് മാതൃഭൂമി പേപ്പറാണ് വീട്ടിൽ വരുത്തുന്നത്. ആ പരസ്യത്തില് കന്യാകുമാരി വിവേകാനന്ദ ആശ്രമത്തിൽ യുവ സന്യാസിമാരെ സന്യാസത്തിന് വേണ്ടി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളെ ക്ഷണിക്കുന്നു. ഞാനൊരു അപേക്ഷയൊക്കെ അയച്ചു. അവരെന്നെ ക്ഷണിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, വിവേകാനന്ദ കേന്ദ്രത്തിൽ പോയി ഞാൻ എൻ്റെ അന്നത്തെ ഇംഗ്ലീഷ്, വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ അന്ന് അവിടെ ഒരു പ്രസംഗം നടത്തി. എല്ലാവരും കൈയടിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. വിവേകാനന്ദ ആശ്രമത്തിൽ അന്ന് എന്തോ പറഞ്ഞൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു സന്യാസിയായി പോകേണ്ടത്. അങ്ങനെ പോയിരുന്നെങ്കിൽ ഞാൻ വേറെ വല്ല ആളുമായി മാറുമായിരുന്നു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടാകാത്ത ഒരു ഗൃഹാതുര ദുഃഖമുണ്ടായി. ഞാൻ അവിടെ കണ്ടത് എൻ്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ. എനിക്ക് തോന്നി, എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു, നിന്റെ സ്ഥലം ഇവിടെ അല്ല, നിന്റെ സ്ഥലം ഇവിടെ അല്ല, നീ ഇവിടത്തേക്കുള്ളവനല്ല, നീ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവനാ, കർത്താവിനെ രുചിച്ചറിഞ്ഞവനാ. എനിക്ക് വല്ലാത്തൊരു വേദനയുണ്ടായി.
എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ടോ എനിക്ക് മാത്രമല്ല, എനിക്ക് അവിടെ ഉദ്ദേശ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയില്ല. ഞാൻ തിരിച്ചു പോരും. കുറച്ച് കാലം ഒരാഴ്ചത്തെ ഒരു ക്യാമ്പായിരുന്നു, വേണമെങ്കിൽ പോകാമായിരുന്നു. ഞാൻ തിരിച്ചു വന്നു. വീണ്ടും പാർട്ടി പ്രവർത്തനത്തിലും ഒക്കെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സമാധാനമില്ല. അപ്പൊ ഇതിനിടയ്ക്ക് ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠനായി കവിതകളൊക്കെ വായിച്ചിരുന്നത്. വയനാട്ടിൽ അധ്യാപകന, ഹൈസ്കൂൾ അധ്യാപകന, ഒരു നിരൂപകനും വലിയ പണ്ഡിതനുമായ ഒരാളാണ് വിശാണൻ. അദ്ദേഹം പോകുമ്പോഴെല്ലാം വിളിക്കും, നീ കവിയല്ലേ, നീ വയനാട്ടിലേക്ക് വാ, വയനാട് നല്ല സുന്ദരമാണ്. ഞാൻ തന്നെ വിചാരിച്ചു ബാംഗ്ലൂരിലൊന്ന് പോയിട്ട് പോകുന്ന വഴിക്ക് സ്തോത്രം വയനാട്ടിലും കയറി പോകാം, ജ്യേഷ്ഠനടുത്ത് പോകാമെന്ന് കരുതി ഞാൻ അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം വയനാട്ടിൽ പോയി. എൻ്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായ അനുഭവമായിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ ഇടയ്ക്ക് ആളുകൾ വിശ്വസിക്കത്തില്ലെങ്കിലും രണ്ട് പ്രവചനങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു. അന്നൊന്നും എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല. നീ ക്രിസ്ത്യാനിയായി തീരും എന്നൊരു പ്രവചനം ഞാൻ കേട്ടു. അത് അശരീരി പോലാ കേട്ടത് 2 പ്രാവശ്യം. ക്രിസ്ത്യാനിയാകും, നീ ക്രിസ്തീയ ആയ ഒരു പെൺകുട്ടിയെ നിന്റെ ജീവിതത്തിൽ പങ്കാളിയായി തീരും എന്നുള്ള കാര്യങ്ങൾ. ഞാനത് വലിയ കാര്യമൊന്നും ആക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വയനാട്ടിലേക്ക് പോകുന്നത്. വയനാട്ടിൽ പോയി അവിടെ ചെന്നപ്പം എനിക്ക് അവിടെ ഞാൻ അപ്പം സമാന്തര കോളേജിലൊക്കെ പഠിപ്പിച്ച പരിചയമുള്ളത് കൊണ്ട് എനിക്ക് അവിടെ ജോലി കിട്ടി. പക്ഷെ തിരിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം എനിക്ക് വീണ്ടും കോഴിക്കോട് ഒന്ന് LLBക്ക് ചേരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അവിടെ 6 മാസമേ നിന്നുള്ളൂ. തിരിച്ചു വന്ന് LLBക്ക് ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, മുളവനയിൽ കൊല്ലത്ത് SN കോളേജിൽ MA മലയാളം തുടങ്ങിയിട്ടുണ്ട്. MK സാനു ഉൾപ്പെടെ അനേക പ്രഗത്ഭന്മാർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പിന്നെ കാര്യം ലോ കോളേജിലൊക്കെ ചേരുന്ന വലിയ ചിലവുള്ള കാര്യമാണല്ലോ. MA ആണെങ്കിൽ പറ്റി കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല കുണ്ട്രയിലും കൊല്ലത്തും ഒക്കെയുള്ള പാരലൽ കോളേജ് പഠിപ്പിക്കാം. ഇടയ്ക്ക് പഠനവും ഒരുപോലെ നടക്കുമെന്നുള്ള ചിന്തയിൽ കൊല്ലത്ത് വന്ന് ഞാൻ MAക്ക് ജോയിൻ ചെയ്തു. MK സാർ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ പിള്ളേരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അദ്ദേഹം ഒരിക്കലും ചോദിച്ചു, ഈ വില്യം സാരവൈൻ്റെ ഒരു പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, അത് ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. എല്ലാവരും നിശബ്ദമായിരിക്കുക. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, മൈ നെയിം ഈസ് ആരം എന്ന പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ പേര് ആരം എന്ന പേരിൽ. മറ്റൊരിക്കലും അദ്ദേഹത്തിന്റെ ഒരു സംശയത്തിന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. നല്ല ഒരു വായനാശീലം എനിക്ക് ഉണ്ടായിരുന്നു, എല്ലാവർക്കും മനസ്സിലായി. ചിലരെ കുട്ടികളൊക്കെ ആ സമയത്തൊക്കെ എന്നെ ദൈവത്തിന് സ്തോത്രം എൻ്റെ ആ കഴിവൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നെ അനുമോദിച്ച നാളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൊല്ലത്ത് വന്ന് അതിനുശേഷം MA കഴിഞ്ഞു. ഞാൻ കുണ്ട്രയിൽ വീനസ് കോളേജിൽ അധ്യാപകനായിട്ട് ഞാൻ കയറി. കുണ്ട്ര വീനസ് അന്നറിയപ്പെടുന്ന ഒരു സമാന്തര കോളേജാണ്. മലയാളം പ്രീ-ഡിഗ്രി ക്ലാസ്സിൽ മലയാളം എടുക്കുന്ന ഒരു അധ്യാപകനായിട്ട് ഞാൻ ഏതാണ്ട് 84-86 അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശാരിപദേശിയുടെ ഒരു പോസ്റ്റർ കാണുന്നത്. അപ്പൊ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചടാ, ഇത് ആശാരിപദേശി പ്രസംഗിക്കുന്നു. അങ്ങനെ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ പോയി. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആശാരിപദേശി ധീരതയോട് നിന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആവേശമുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അത് കുണ്ട്ര അസംബ്ലിസോടുകാർ നടത്തിയ ഒരു യോഗമായിരുന്നു. കുണ്ട്രയിൽ വെച്ച് നടന്ന ആ യോഗത്തിൽ അന്ന് രാത്രിയിൽ വളരെ സംശയത്തോടു കൂടിയൊക്കെ ഞാൻ പോകുന്നതെങ്കിലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായത്, ഈ ബൈബിളിൽ ആദ്യമുണ്ടായ അനുഭവത്തിന് ശേഷം ഞാൻ തുടർമാനമായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. മാത്രമല്ല ഒരു ഫുൾ ബൈബിൾ മേടിച്ച് നിരന്തരം വായിക്കാൻ തുടങ്ങി. ഞാൻ അതുകൊണ്ടാണ് ഈ രക്ഷാനുഭവം ഗ്രാജുവലായ ഒരു പ്രോസസ്സായിരുന്നു. ഏതാണ്ട് നിരന്തരം ബൈബിൾ വായിക്കുകയും ഇടയ്ക്ക് മാർക്ക് ചെയ്യുകയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നു? അന്ന് ആഫ്രിക്കയിലെ ഒരു ജീവനുള്ള കുഞ്ഞിനെ ഒരു കഴുകൻ കൊത്തി തിന്നാൻ വേണ്ടി പോകുന്നു. അതിന്റെ ഫോട്ടോഗ്രാഫി എടുത്ത ആളുടെ ഒരു പടമൊക്കെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവരെന്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരു ഗ്രൂപ്പിനെ പീഡിപ്പിക്കുന്നു? ദൈവം ഉണ്ടെങ്കിൽ കാണുന്നില്ല എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നും എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ദൈവത്തോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വേറെ ആള് മാറിപ്പോയി. പക്ഷെ അന്ന് ചോദിച്ചു, കർത്താവേ, ഇതൊക്കെ ദൈവം കാണുന്നില്ലേ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ലോകത്തിൽ എന്തുകൊണ്ട് അസമത്വം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ മൃഗീയമായ ജനങ്ങളെ പീഡിപ്പിക്കുന്നു? കംബോഡിയയിലും കൊറിയയിലും ഒക്കെ ഇത്രയും ക്രൂരമായ നരഹത്യകൾ നടക്കുന്ന എന്തുകൊണ്ട്? ദൈവം ചോദിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഹിറ്റ്ലർ എന്തുകൊണ്ട് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഓക്കെ, പക്ഷേ അന്ന് ആശാരിപദേശിയുടെ യോഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ധീരതയോട് നിന്ന് സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ അദ്ദേഹം പറഞ്ഞു, ഹാലേലൂയ,
ഈ വിദ്യാസമ്പന്നനൊന്നും ആയിരുന്നില്ല, ചെറിയ 2ാം ക്ലാസ്സുകാരനാണ്. എന്നെ ഈ ഉയർത്തിയത് ഈ വേദപുസ്തകമാണ്. അദ്ദേഹം ധീരതയോട് നിന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ എൻ്റെ അന്തരാത്മാവിൽ പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണം കർത്താവെ. ഇത്ര ധീരതയോട് നിന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നല്ലോ. അങ്ങനെ എൻ്റെ ദേവാസനെ ഞാൻ അന്ന് രാത്രിയിൽ എന്നെ തന്നെ കർത്താവിന് സമർപ്പിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീ പോലെ എൻ്റെ അകത്തിറങ്ങി വന്നു. ഒരു ഭയങ്കര അഗ്നി അഭിഷേകം എനിക്കുണ്ടായി. അതെൻ്റെ ജീവിതത്തിലെ അന്ന് ഉള്ള ആ തീ ഇന്നും എൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിന് തീവ്രതയൊക്കെ കുറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ദൈവത്തിന് ആ യോഗത്തിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം, അഗ്നിയാൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. കുണ്ട്രയിലോ കൊല്ലത്തോ ദൈവത്തിന് സ്തോത്രം, കുണ്ട്രയിലോ കൊല്ലത്തോ യേശു ഉണ്ടെങ്കിൽ കാണിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞെങ്കിൽ കുണ്ട്രയിൽ വെച്ച് ദൈവം എന്നെ സ്പർശിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന കർത്താവുമായിട്ടുള്ള സെക്കൻഡ് എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വ്യതിയാനത്തിന് കാരണമായി തീർന്നു. ഞാൻ കർത്താവിലേക്ക് പൂർണ്ണമായി തിരികെയും വേദപുസ്തകം ആഴമായി വായിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കരുണയിൽ ഇതിനിടയ്ക്ക് വിവാഹം നടന്നു. ഞങ്ങൾ ഒരുമിച്ച് മണക്കാല സെമിനാരിയിൽ 92 സെമിനാരിയിൽ ചേരാൻ തുടങ്ങി. സെമിനാരിയിൽ ചേർന്ന സമയത്ത് അധ്യാപകർ എന്നെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, മോഹൻദാസ് കവിത എഴുതുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കവിത എഴുതും. ഇപ്പോൾ ഒരു കവിത എല്ലാം പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മനോഹരമായ ഒരു കവിത അവിടെ ചൊല്ലുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഞാൻ സ്തോത്രം എഴുതിയ കവിതകളെല്ലാം ഗാനങ്ങളെല്ലാം കൂടെ ചേർത്ത് നോട്ട്ബുക്കിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ അന്ന് എഴുതിയ ബലിഗീതം എന്ന കവിത, ദൈവത്തിന് സ്തോത്രം, ഞാനൊരു കവിത ചൊല്ലട്ടെ ദേവാസനെ. ഞാൻ അത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു ഒരു കവിത. കേൾക്കാമോ? അതെ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു ഒരു കവിത നമുക്ക് കേൾക്കണമെന്ന് പറയാനിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞതിൽ സന്തോഷം. ചൊല്ലാൻ ആശിക്കുകയാണ്. അതെ അതെ, 1-2 കവിത ചൊല്ലിക്കുക. പാസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പാസ്റ്റർ എഴുതിയതിൽ ഏറ്റവും പാസ്റ്റർ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കവിത ഏതാണ്? പാസ്റ്റർ എഴുതിയത് ബലിഗീതമാണ്. എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിന്റെ വേദനിപ്പിക്കുന്ന ആ തകർച്ചകളുടെയൊക്കെ കഥ വാസ്തവത്തിൽ ബലിഗീതം ഞാൻ ചൊല്ലിയ സമയത്ത് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ അത് കേട്ട് കരഞ്ഞ നാൾ ഓർക്കുന്നു. വാസ്തവത്തിൽ ബലിഗീതം ചൊല്ലിയത് ഞങ്ങളുടെ വീടിനോട് ചേർന്ന സ്ഥലത്ത് വെച്ച് ചൊല്ലുമ്പോൾ ഈ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ തകർച്ച വരുത്തിയ, ഞങ്ങളുടെ വസ്തുക്കളൊക്കെ അപഹരിച്ചെടുത്ത ആള് അദ്ദേഹം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. എൻ്റെ അമ്മയും സഹോദരങ്ങളും എല്ലാം ഈ ബലിഗീതം ചൊല്ലുന്ന, ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു അന്നൊരു വലിയ യോഗം നടക്കുകയായിരുന്നു. ഏതാണ്ട് 28ാം ഓണത്തിന്റെ വാർഷികത്തില് വലിയ മൈക്കൊക്കെ വെച്ച്, എല്ലാ മരങ്ങളിലും കോളാമ്പ് മൈക്കൊക്കെ വെച്ച ആ സമയത്ത് ഞാൻ സംഘാടകരെ എൻ്റെ സ്നേഹിതരായതുകൊണ്ട് ഞാൻ അവരുടെ അനുഭവത്തോടു കൂടി ഈ കവിതാ ബലിഗീതം ചൊല്ലിയ സന്ദർഭം ഓർക്കുന്നു. എൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവർക്ക് ആവേശമുണ്ടായി. ഈ ബലിഗീതം മൊത്തം വരികൾ ചൊല്ലുന്നില്ല, 76ഓളം വരികളുണ്ട്. എങ്കിലും ബലിഗീതത്തിലെ ചില ഭാഗങ്ങൾ ഇന്ന് ഈ പ്രേക്ഷകരുമായി, കർത്താവിന്റെ ദാസനുമായിട്ട് പങ്കുവെക്കാൻ സന്തോഷമുണ്ട്. ഓർമ്മതൻ ശരം വീണൊടുങ്ങി ഈ അപസ്മാര രാത്രിയിൽ മിഴിയം നടച്ചിടും മുമ്പേ. ഓർമ്മതൻ ശരം വീണൊടുങ്ങി ഈ അപസ്മാര രാത്രിയിൽ മിഴിയം നടച്ചിടും മുമ്പേ. സ്മൃതിപേടകമുടച്ചിരുളിന്റെ ഇമകീറി തെളിയുന്നു മുന്നിലെന്നച്ഛൻ, എരിയുന്നു മുന്നിലെന്നച്ഛൻ. ചതിയാട് ലോകം വെളുവെള ചിരിച്ച് ചതിപറ്റിയെന്നു ഞാൻ ഇരുളിന്റെ ഇരുളിൽ അലയുന്നു വേതാളമായി ഞാൻ, എൻ കഥയൊന്നു പാടി രക്ഷിക്കൂ അച്ഛാ. എൻ നാവും കാതു മറുത്തു കാലം, ആരോ കൂച്ചു വിലങ്ങുകൾ ചാർത്തി കൈകളിൽ. ഇനി മിഴിനാരായം കൊണ്ടെഴുതാം മന്നനായിരുന്ന നീ യാചകനായ കഥ. പൊട്ടിയ ഗോലിയും കളിപ്പാവയും ഉണ്ടാ ഓർമ്മയ്ക്ക്. നമ്മുടെ ഭവനശിലകൾ ഉടച്ച് ഗൃഹാസ്ഥികൾ അടർത്തി നിറസ്വപ്നമായ കുടങ്ങൾ ഉടച്ചവർ നമ്മുടെ സിംഹാസനങ്ങളിൽ അമർന്നതും മാളികകൾ തീർത്തതും. ഒടുവിലൊരു കരിന്തുടി പാട്ടുമായി നീ വന്നലഞ്ഞതും അവരാട്ടിയോടിക്കെ മിഴിമുത്തി ഇരുൾ വിലപിച്ചതും. നിറകണ്ടുമായി നീ ഇരുളിൽ അലഞ്ഞതും ഉള്ളരിക്കുന്നൊരോർമ്മയെന്നച്ചാ, ഉള്ളരിക്കുന്നൊരോർമ്മയെന്നച്ചാ.
അന്നു നീ കണ്ടുവോ ബാലനായൻ കണ്ണുകൾ ജ്വലിച്ചതും മിന്നൽ പിണർപോലൻ സിരകൾ ജ്വലിച്ചതും? അന്നു നീ കണ്ടുവോ ബാലനായൻ കണ്ണുകൾ ജ്വലിച്ചതും മിന്നൽ പിണർപോലൻ സിരകൾ ദ്രംഭിച്ചതും? ഒന്നും മറക്കുവാൻ വയ്യ, ഒന്നും മറക്കുവാൻ വയ്യ. അന്ന് വിഷജനം തന്നവർ നിൻ ബോധം മറച്ചതും, ഞങ്ങളെ അന്നു നീ ആട്ടിയോടിച്ചതും, ഇരുളിൽ മുഖം പൊത്തി അമ്മ വിലപിച്ചതും, ഒന്നും മറക്കുവാൻ വയ്യ, ഒന്നും മറക്കുവാൻ വയ്യ. കാലം മായ്ക്കുമോ ദുഃഖത്തെ? സ്വപ്നം വേട്ടയാടുമ്പോൾ ഓർമ്മയുടെ മുള്ളുകളിൽ വീണൻ നെഞ്ചു പിളരുന്നു, എൻ ബോധമഴിയുന്നു. കാലം മായ്ക്കുമോ ദുഃഖത്തെ? സ്വപ്നം വേട്ടയാടുമ്പോൾ ഓർമ്മയുടെ മുള്ളുകളിൽ വീണൻ നെഞ്ചു പിളരുന്നു, എൻ ബോധമഴിയുന്നു. ഒടുവിൽ കുംഭസാരത്തിന്റെ നാവുമായി നീ എത്തുന്നതിന് മുൻപ് കളനെടുത്തു നിൻ ജന്മം. ഏതോ കഴുകൻ കവർന്നു നിന്നസ്തി, ശ്രാദ്ധമൂട്ടാതെ ബലിക്കൽ കാക്കയില്ലാതെ പാഴായി നിൻ ജന്മമെന്നച്ചാ. പണ്ടു മുത്തച്ഛൻ കുലക്കാവരിച്ചതും വെന്തെരിയുന്ന സർപ്പം കുലം മുടിയാൻ ശപിച്ചതും, ഇന്നീ ഇളം തലമുറ കരൾ നൊന്തു വിടയുന്നതും, ഇവിടെ ഉയർക്കുന്ന കറുകകളിൽ വിഷനീലിമ പടരുന്നതും ഒരു ശാപകഥ. കാലം മായ്ക്കുമോ ശബ്ദദുഃഖങ്ങളെ? കാലം മായ്ക്കുമോ ശബ്ദദുഃഖങ്ങളെ? ഇരുളിൻ തലയിട്ടടിക്കുകിൽ തുറക്കുമോ നിത്യമോചനവാതിൽ? ഇരുളിൽ തലയിട്ടടിക്കുകിൽ തുറക്കുമോ നിത്യമോചനവാതിൽ? ഓർമ്മത്തിരിവട്ടത്തിലൊന്നും നീ പാടി ഉറക്കിയ രാത്രി, പ്രജ്ഞയിൽ ചെന്നായ്ക്കൾ ഓലയിടുമ്പോഴും നിന്നാവാണെന്നിൽ. കുലക്കല്ല് കയത്തിലെറിയുമ്പോഴും തെളിയുന്നു നിൻമുഖം. വയ്യ പൊയ്ക്കാലിലീ യാത്ര. വിപല സംഘങ്ങൾ പാഴ്ചിറ താണ്ടി ഞാൻ ആർത്തനായി വീഴുന്നു. മുതുകല്ല് പൊട്ടിയ മൺകുടിലിതിൽ മൃതിപ്പാട്ടുപാടി ഞാൻ പശിമറന്നിടുന്നു. മൃത്യുവിൻ സ്പർശനാലിംഗനങ്ങളാൽ ഹൃത്തടം നൊന്തു പിടഞ്ഞു വീഴുമ്പോഴും സാക്ഷി മൺകുടിൽ. ഹൃത്തടം നൊന്തു പിടഞ്ഞു വീഴുമ്പോഴും സാക്ഷി മൺകുടിൽ. ദുഃഖക്കടലിത് നിത്യം കളഞ്ഞു കിട്ടുന്നൊരു കുടം മെല്ലെ തുറന്ന് സ്മൃതി ദുഃഖം കണ്ട് നടുക്കമോടടച്ച് കയത്തിലെറിഞ്ഞു ഞാൻ ഓടുന്നു. ദുഃഖക്കടലിത് നിത്യം കളഞ്ഞു കിട്ടുന്നൊരു കുടം മെല്ലെ തുറന്ന് സ്മൃതി ദുഃഖം കണ്ടു നടുക്കമോടടച്ച് കയത്തിലെറിഞ്ഞു ഞാൻ ഓടുന്നു. ജ്വരകാല ജാതകത്താളിതിലെന്നും ശനിദശ കണ്ടു നടുങ്ങുന്ന രാത്രികൾ. ജ്വരകാല ജാതകത്താളിതിലെന്നും ശനിദശ കണ്ടു നടുങ്ങുന്ന രാത്രികൾ. ചങ്ങലയ്ക്കുള്ളിൽ തളച്ചിട്ട് പെണ്ണിൻ ചാരിത്ര്യമൂറ്റുന്ന ചെന്നായ്ക്കളോടാർ തലറി തകർന്ന തകർച്ചകൾ. തെരുവിൽ രാവണന്റെ ചവിട്ടേറ്റ് ഗ്രാമജീവിതം പുകയുന്ന കണ്ട നടുക്കങ്ങൾ. പ്രവാചകന്റെ തല താലത്തിൽ വെച്ച് താണ്ഡവമാടും മനസ്സുകൾ. വയ്യ വയ്യ താലത്തിൽ തല തുള്ളുന്നു തുള്ളുന്നു. പ്രവാചകന്റെ തല താലത്തിൽ വെച്ച് താണ്ഡവമാടും മനസ്സുകൾ. വയ്യ വയ്യ താലത്തിൽ ഈ തല തുള്ളുന്നു തുള്ളുന്നു. എന്നിട്ടും വിഭ്രാന്ത സ്മൃതികൾ അടർത്തി കനലായി നടന്നവൻ, പരപുച്ഛത്തിൽ ഇടറി വീഴാതകം പൊരുളിൽ നടന്നവൻ, ഒരു വെളിപ്പാടായി ഉറഞ്ഞു തുള്ളാൻ തെരുവിൽ പൊള്ളുന്ന സാക്ഷ്യമൊഴി ചൊല്ലി വിലപിക്കാൻ, മനുഷ്യന്റെ കൂർത്ത കല്ലിനെ ചുംബിച്ച് പാപക്കറ കഴുകുവാൻ, നെറ്റിയിൽ കുരിശിന്റെ മുറിപ്പാടും വിലാപ്പുറത്താരോ വരഞ്ഞിട്ട സ്നേഹക്ഷതവുമായി വന്നിരിക്കുന്നു ഞാൻ. അന്ധനായി വഴി നീടവേ ഇരുളിന്റെ വണ്ടികൾ വന്നെന്റെ അസ്ഥികൾ ചീന്തും മുമ്പേ. അന്ധനായി വഴി നടന്നിടവേ ഇരുളിന്റെ വണ്ടികൾ വന്നെന്റെ അസ്ഥികൾ ചീന്തും മുമ്പേ. സർവനാശത്തിൻ കഴുക്കൊക്കുകളൻ മറ്റയിലാഴും മുമ്പേ. അച്ഛന്റെ ആത്മക്ഷതങ്ങളുമേന്തി ജലവും തീയും കടന്നെത്താൻ വന്നിരിക്കുന്നു. എരിയുന്നു മെഴുതിരികളായ എന്റെ വിഴികൾ, കുനിയുന്നു തല നിന്റെ പാദാന്തികത്തിൽ.
വരളുന്ന നാവിൽ ദിവ്യജലമിറ്റു വീഴ്ത്തി അലയുമീ ആത്മാക്കൾക്ക് നിത്യമോചനമണയ്ക്കൂ. അലയുമീ ആത്മാക്കൾക്ക് നിത്യമോചനമണയ്ക്കൂ. വാസ്തവത്തിൽ ഈ കവിതയിൽ യേശുവിനാണ് ഞാനത് സമർപ്പിച്ചിരിക്കുന്നത്. നെറ്റിയിൽ കുരിശിന്റെ മുറിപ്പാടും വിലാപ്പുറത്ത് ആരോ വരഞ്ഞിട്ട സ്നേഹക്ഷതവുമായി ഞാൻ വന്നിരിക്കുന്നു. എരിയുന്നു മെഴുകുതിരികളായ എന്റെ മിഴികൾ. അന്ന് അനുഭവം അത്ര ആഴമായിട്ട് അറിയത്തില്ല. കുനിയുന്നു തല നിന്റെ പാദാന്തികത്തിൽ, വരളുന്ന നാവിൽ ദിവ്യജലമിറ്റു വീഴ്ത്തി അലയും ഈ ആത്മാക്കൾക്ക് നിത്യമോചനം അണയ്ക്കൂ. മറ്റൊരു ഭാഗത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, തീയും ജലവും കടന്നു. തീയും ജലവും ഒക്കെ അന്നത്തെ എൻ്റെ അറിവില് അഗ്നിഭിഷേകവും ജലസ്നാനവും ഒക്കെയാണ്. തീയും ജലവും കടന്നെത്താൻ വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തിന് സ്തോത്രം. ഈ താത്തു വെക്കാൻ കിട്ടും. ഈ ഗാനം, ഈ കവിത എൻ്റെ കുടുംബത്തിന്റെ ഒരു ചരിത്രം കൂടിയായിരുന്നു. കാരണം അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ എന്നാൽ ഇത് തീരുന്നത് ഈ കർത്താവിങ്കിലേക്ക് തിരിയുന്ന ഒരു അനുഭവത്തിലാണ്. ഇത് ഗ്രാമത്തിൽ ഞാനത് ചൊല്ലിയപ്പോൾ, എൻ്റെ മുളവനയില് എൻ്റെ ദേശത്ത് ഇത് ചൊല്ലിയപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, ഇതിന്റെ അവസാനം എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്, മോഹൻദാസിന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കുരിശും മുറിപ്പാടും വിലാപ്പുറവും പിന്നെ ഈ മെഴുകുതിരികളായ മിഴികൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങളും ഒക്കെ തല പാതാന്തികത്തിൽ വെക്കുന്ന അനുഭവമൊക്കെ ഈ കവിതയിൽ കൂടി പറയുന്നുണ്ട്. പാസ്റ്റർ, വളരെ നല്ല ഒരു കവിതയായിരുന്നു ബലിഗീതം. എനിക്കൊന്ന് പാസ്റ്ററുടെ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ വെക്കുമ്പോൾ എഴുതിയതാണ് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ ഒരു സെക്കുലർ ടച്ചോട് കൂടിയാണ് അതിന്റെ ആദ്യത്തെ വരികളെല്ലാം പോകുന്നത്. അന്നത്തെ ആശയങ്ങളും പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലെ ചില ബിംബങ്ങളൊക്കെ അതിനകത്ത് ഒത്തിരി കയറി വരുന്നുണ്ട്. അതെ, മാത്രമല്ല ദേവാസന അതിനകത്ത് ഈ നമ്മൾ നോർമൽ, അതായത് ക്രിസ്ത്യൻസിന്റെ ബിംബം ഉണ്ടല്ലോ, കുരിശും ഒക്കെ നമുക്ക് പെന്തക്കോസ്താർക്ക് ഇല്ലെങ്കിലേ ആ ബിംബങ്ങളൊക്കെ ഒത്തിരി കാവ്യ ബിംബങ്ങൾ വന്നിട്ടുണ്ട് അതിനകത്ത്. അത് തീർച്ചയായിട്ടും വളരെ, പ്രത്യേകിച്ചും ജീവിതത്തിൽ പറ്റിയ ചതി, അച്ഛനെ ഒത്തിരി മിസ് ചെയ്യുന്ന വാക്കുകൾ അല്ലേ? അച്ഛനെ അതെ അതെ ഒത്തിരി മിസ് ചെയ്യുന്നത്. ദേവാസനെ ആ സമയത്ത് നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, ഒരു ലേഖനം എഴുതിയിരുന്നു. നമ്മുടെ ആത്മയാത്രയിലൊക്കെ ലേഖനം എഴുതുന്ന ഒരു എഴുത്തുകാരുണ്ടല്ലോ നമ്മുടെ പുള്ളിക്കാരന് ബലിഗീതത്തിലെ പിതൃബിംബങ്ങൾ എന്ന ഒരു ലേഖനം വന്ന് എഴുതിയിരുന്നു. എനിക്കത് മിസ്സായി പോയി. അത് ഒരു വാരികയിൽ അത് വന്നിരുന്നു. ബലിഗീതം എന്ന കവിതയിലെ പിതൃബിംബങ്ങൾ. വാസ്തവത്തിൽ അദ്ദേഹം എഴുതിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നല്ല എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ഒരുപാട് പിതൃബിംബങ്ങൾ, അത് ഞാൻ വാസ്തവത്തിൽ ഒത്തിരി അറ്റാച്ച്ഡ് അമ്മയോടാണ് എനിക്കുള്ളതെന്ന് തോന്നിയെങ്കിലും അത് വാസ്തവത്തിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ദേവാസന. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, 83 എൻ്റെ കയ്യിൽ കിടന്നാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വല്യമ്മയുടെ വീട്ടിൽ, തൊട്ട് മേലത്തെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടി. ഞങ്ങളുടെ വീട്ടിൽ വരത്തില്ലായിരുന്നു. ഞങ്ങളുടെ വീട് അപ്പുറത്തും മേളിലും താഴെ, ഞങ്ങൾ മേലത്തെ വീടാണ് വല്യമ്മയുടെ വീട്. അമ്മയുടെ ജ്യേഷ്ഠത്തി അപ്പൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു. അപ്പൊ വല്യപ്പൻ മരിച്ചുപോയി. വല്യപ്പൻ അതിൻ്റെ ജോലിയായിരുന്നു. അവിടെ വന്ന് ഒരു ദിവസം നിന്നിട്ട് പോകും. അദ്ദേഹം ലാസ്റ്റ് വരെയും വളരെ മനോഹരമായി ഡ്രസ്സ് ചെയ്ത് നല്ല ചെരുപ്പൊക്കെ ഇട്ട് നന്നായിട്ട്, കൊല്ലത്ത് പെങ്ങളുടെ കൂടെ ആയിരുന്നു. കൊല്ലത്ത് ഒരു പെങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഒരു പെങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ആളായിരുന്നു. അദ്ദേഹം ബന്ധുക്കൾ വീടുകളൊക്കെ പോയി കല്യാണത്തിന് പോകാൻ വേണ്ടി 10-60 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്. വളരെ സുമുഖനായിരുന്നു. എൻ്റെ പെങ്ങളുടെയൊക്കെ നല്ല പിതാവ്, നല്ല വെളുത്ത് നല്ല സുമുഖനായ ഒരാളായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തെ. അപ്പം അങ്ങനെ വന്നിട്ട് അദ്ദേഹം ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടി, മക്കളെല്ലാം വിളിച്ചു, ഞങ്ങളെല്ലാം ചെന്നിട്ട് പുള്ളി പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ലളിതഭവൻ വിറ്റിട്ടില്ല, നിങ്ങൾ തിരിച്ചു വാങ്ങണം. ലളിതഭവൻ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് വാങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ സ്വപ്നമായിരുന്നു. ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു ലളിതഭവൻ വാങ്ങണം. പക്ഷെ സത്യം പറഞ്ഞാൽ ദേവാസനെ, അനുജന് റെയിൽവേയിൽ അവന് നല്ല വരുമാനമുണ്ട്. അവന് ഇപ്പം ഗുജറാത്തിൽ അഹമ്മദാബാദില് അവൻ ആഗ്രഹിച്ചു. ചേട്ടന്റെ മക്കള് ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഒരു മോള് ഓസ്ട്രേലിയയിൽ അവിടെ അവിടെ ഇലക്ഷൻ നിൽക്കുകയാണ് മരുമോൻ. എല്ലാം നല്ല നിലയിലായി. എല്ലാവരും ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ വെൽ സെറ്റിലായി ഒരു വിധത്തിൽ ദൈവകരുണയാൽ. പക്ഷേ അത് ലളിതാഭവന് അത് വാങ്ങിയവർക്ക് അവിടെ താമസിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വാടകയ്ക്ക് കൊടുത്തവർക്ക് താമസിക്കാൻ പറ്റിയില്ല. കാര്യം രാത്രിയിലൊക്കെ അവർക്ക് എന്തൊക്കെയോ വല്ലാത്ത പ്രയാസങ്ങളൊക്കെ തോന്നി. അങ്ങനെ അത് കുണ്ട്ര വല്യവള്ളിക്കാർക്ക് അത് വിറ്റു.
കുണ്ട്ര വല്യപള്ളിക്കാരത് മേടിച്ചു. അവസാനം അവരുടെ കൈ ചെന്നു. ആ വീട് ലളിതാഭവൻ പൊളിച്ചിട്ട്, അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം ലളിതാഭവൻ തിരിച്ചു മേടിക്കണം എന്നുള്ളത്. ഞങ്ങൾക്ക് പറ്റുമായിരുന്നു, എല്ലാവരും ഒക്കെ ആഗ്രഹിച്ചു ലളിതാഭവൻ അപ്പന്റെ ആഗ്രഹം പോലെ മേടിക്കാവുന്നത്. ആ ലളിതാഭവൻ എല്ലാം പൊളിച്ചിട്ട് അവര് ഒരു വലിയൊരു കുരിശടി പണിതു. ഇപ്പൊ എല്ലാ ദിവസവും മെഴുകുതിരി വെട്ടമൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഒന്നും അല്ലെങ്കിലും ആ സ്ഥലത്തൊരു ഒരു പള്ളി വന്നു, ഒരു ചെറിയ പള്ളി വന്നു. അവിടെ ആരാധനകളൊക്കെ നടക്കാൻ ഇടവന്നു. അപ്പൊ അങ്ങനെ ആ ഓർമ്മകൾക്ക് അങ്ങനെ ഒരു ശമനം ഉണ്ടാകാൻ ഇടവന്നു. അപ്പം എന്തായാലും പിതാവ് ലാസ്റ്റില് പെട്ടെന്ന് കല്യാണത്തിന് വേണ്ടി റോഡിൽ വന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു നെഞ്ചരപ്പ് തോന്നി. ചേട്ടന്മാരൊക്കെ, ഞാനന്ന് BSc പഠിക്കുക കൊട്ടാരക്കര കോളേജിൽ. ചേട്ടന്മാര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പെരുമ്പഴ അറ്റോൺമെന്റിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വല്യമ്മയുടെ മോനും ഞാനും കൂടെ പിതാവിനെ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴേക്ക് അദ്ദേഹം, എനിക്ക് തോന്നുന്നു സിവിയർ അറ്റാക്ക് ആയിരുന്നു, ഒരുപക്ഷെ പലവട്ടം അറ്റാക്ക് വന്നിട്ടുണ്ടാകാം. അപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് വളരെ ഗുരുതരമാണ്. വല്യമ്മയുടെ മോൻ അങ്ങ് പോയി, അദ്ദേഹം എന്റെ മടിയിലാണ് കിടക്കുന്നത്. ഞാൻ ആ ജനലിൽ, അപ്പൊ അദ്ദേഹം മരിച്ചുപോയി അവിടെ വെച്ച്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ അറ്റോൺമെന്റ് ഹോസ്പിറ്റൽ ജനറലിൽ പിടിച്ച് പിതാവിന്റെ ഒരു വശത്ത് പിതാവ് മരിച്ചു കിടക്കുന്നു. വല്യമ്മയുടെ മോനെ മഹേശ്വരൻ, അദ്ദേഹം വീട്ടിലോട്ട് അറിയിക്കാൻ പോയി. ആ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, ഞാൻ ഒരു വലിയ ജ്ഞാനിയായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരാഴ്ചക്കാലം അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാൻ, സുമുഖനായ വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അദ്ദേഹം പെട്ടെന്ന് വേർപെട്ട സമയത്തും കൊല്ല ഉപാസനയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാനും ലാസ്റ്റില് കഞ്ഞിയൊക്കെ ഞാനാ കൊടുക്കുന്നത്. പക്ഷെ അവർക്കാർക്കും വരാൻ പറ്റിയില്ല. അവർ ചേട്ടത്തിയൊക്കെ ഉണ്ട്, മക്കളൊക്കെ വിദേശങ്ങൾ, എല്ലാവരും പല ജോലികളായിപ്പോയി. എനിക്ക് ആ ഒരു ചീട്ട് വീണത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ അമ്മയുടെ അന്ത്യവും നല്ലതായിരുന്നു. അമ്മ മരിച്ചുപോയി. അമ്മയും കർത്താവിലേക്ക് ശരിക്കും തിരിഞ്ഞിരുന്നു, പക്ഷെ സ്നാനപ്പെടാനൊന്നും പറ്റിയില്ല. രക്ഷാനുഭവത്തിലേക്ക് വന്നു വിശ്വസിക്കുന്നു. കാരണം അതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് അമ്മ മരിച്ചു, പിതാവ് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരർത്ഥത്തിൽ ശേഷനും അതുതന്നെയാണ്. ഇതെല്ലാം ഭാഗ്യമരണങ്ങൾ എന്ന് ഞാൻ പറയാറുണ്ട്. കാര്യം കിടന്ന് ആരെയും കഷ്ടപ്പെടുത്തിയില്ല. അമ്മ പറയാറുണ്ടായിരുന്നു, ആരെയും കഷ്ടപ്പെടുത്താതെ എനിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ. വാസ്തവത്തില് ഇവരൊക്കെ തന്നെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത, ഇച്ചിരി അഭിമാനത്തോട് പറയട്ടെ, പൊതുവെ ഈ പെന്തക്കോസ്തുകാരെക്കാളൊക്കെ ഒത്തിരി മാന്യതയുള്ളവരായിരുന്നു. കാരണം ആരെയും ദ്രോഹിക്കണമെന്നൊരു ചിന്തയില്ല, ആരുടെ അന്യായമായിട്ടൊന്നും കവരാനോ ഒന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് ആർക്കുമില്ല. നന്നായിട്ട് അധ്വാനിച്ച് എല്ലാവരും ഒക്കെ രക്ഷപ്പെട്ടു, കഷ്ടപ്പെട്ടു. ആ ദേശത്തെല്ലാം ക്രൈസ്തവരെല്ലാം ഞങ്ങളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. സരോജിനി എന്നാ പേര്. അത് അമേരിക്കയിൽ വെച്ച് ഒരാൾ വായിച്ചിട്ട് എന്നെ വിളിച്ചു, മോഹന നീ എവിടാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എവിടുന്നാ വിളിക്കുന്നത്? ന്യൂയോർക്കിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ആ സമയത്ത് അമേരിക്കയൊന്നും ഞങ്ങളുടെ ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് റോങ് നമ്പരാ. എടാ ഞാൻ ആലുപൂട്ടിൽ രാജു വാടാന്ന് പറഞ്ഞു. എന്റെ ചേട്ടൻ്റെ ഇവിടെ പഠിച്ചത്. അന്ന് വീട്ടിൽ ഗ്രാമഫോണും റേഡിയോ എല്ലാം നല്ല സമ്പന്നമായ ചുറ്റുപാടായിരുന്നു. പുള്ളി ഉടനെ പറഞ്ഞു, മോനെ നീ ഈ ജീവിതത്തിൽ എഴുതിയല്ലോ, നീ വലിയ ആളായല്ലോ എന്നൊക്കെ ചോദിച്ച് രായിച്ചാലായി ന്യൂയോർക്കിൽ തന്നെ വിളിച്ച് ഞാൻ ഓർക്കുന്നു. അപ്പം ഒത്തിരി പേര് ഞങ്ങളുടെ ചരിത്രം. അപ്പം ഈ ക്രിസ്ത്യാനികൾക്കെല്ലാം ഉള്ള ആനന്ദം അവരൊക്കെ പറയാറുണ്ട്. അമ്മച്ചി നിലവിളിൽ അമ്മച്ചേട്ടൻ ചേട്ടനോട് പറഞ്ഞു, അവർ പേരിട്ടത് ഞാനാണ്, ഇപ്പൊ വലിയ പാസ്റ്ററൊക്കെ ആയിട്ട് പോയി. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ക്രിസ്ത്യൻസ് പൊതുവെ നല്ല മനുഷ്യരായിരുന്നു. അവര് സമാധാനപ്രിയരും ഒരുവിധ സമ്പന്നരുമായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ഈ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഞാൻ ആ മറ്റൊരു മതത്തെ ബ്ലെയിം ചെയ്യുകയല്ല, എന്നാൽ വേറെ ചില വിഭാഗങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ ഏറെ ദോഷം ചെയ്ത അനുഭവങ്ങളും ഉണ്ട്. എല്ലാവരിലും നല്ല മനുഷ്യരുണ്ട്, ഞാൻ ആരെയും അങ്ങനെ വിമർശിക്കുകയല്ല. എങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നും എന്നെ കൊണ്ടാടുന്നത് ഒരുപക്ഷെ നാട്ടിലെ ക്രിസ്ത്യാനികളാണ്. അവരൊക്കെ പറയാറുണ്ട്, മോഹൻദാസ് എന്തായാലും പാസ്റ്റർ ആയല്ലോ എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോട് പറയുന്നത്. ഇവർ കുണ്ട്ര ഏജി ചെന്നപ്പോഴും ഭയങ്കര സന്തോഷം അവർക്കുണ്ടായി. എനിക്ക് തോന്നുന്നു കുണ്ട്രയുമുള്ളവനേക്ക് അടുത്തടുത്ത സ്ഥലങ്ങളാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവാസന ഞാൻ തുടരട്ടെ. വാസ്തവത്തിൽ ഈ ബലിഗീതമൊക്കെ എഴുതുന്ന സമയത്ത് ഒത്തിരി നിരാശ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു എൻ്റെ അകത്ത് വന്നപ്പോൾ എൻ്റെ ആ ദുഃഖം മാറുവാനിടയായി തീർന്നു. വാസ്തവത്തിൽ ഒരു വലിയ ആത്മസമാധാനം ഉണ്ടായി. ഞാൻ സ്തോത്രം മണക്കാലയിൽ ബിഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കവിതകളെല്ലാം എഴുതിയ ഞാൻ അന്നേരം ഈ ആനുകാലികളിലൊക്കെ ഈ നമ്മുടെ ഗുഡ് ന്യൂസിലും മറ്റുമൊക്കെ ഞാൻ കവിതകൾ അയക്കും. അവര് മുളവന മോഹൻദാസ് പേര് തന്നെ അവർ പ്രസിദ്ധീകരിച്ചു. ദൂതൻ മാസികയിലൊക്കെ ഇങ്ങനെ കവിതകൾ വരുമായിരുന്നു. അപ്പം പലരും ഒക്കെ പറഞ്ഞു ഇച്ചിരി ഹാർഡാണെന്നൊക്കെ പറഞ്ഞു, കാര്യം ഇച്ചിരി ലളിതമായിട്ട് എഴുതാനൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രയാസമാണ്. പിന്നെ പെന്തക്കോസ്തി വന്നപ്പോഴാണ് ഈ പകൽക്കാലവും ബോംബെയുടെ പ്രദേശങ്ങളൊക്കെ വന്നത്. കാര്യം നമുക്ക് പെന്തക്കോസ്തുകാർക്ക് എനിക്ക് പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയ ലാംഗ്വേജ് എനിക്കുണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു ഞാൻ നല്ല സാഹിത്യ ഭാഷയുള്ള നല്ല ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ 22ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അടുത്ത കാലത്ത് ആ ഭാഷയുടെ ഒരു പുതുമ തിരിച്ചു വരാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവ് സാർ പാസ്റ്ററെ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മോഹൻദാസേ, തോന്നുന്നു ഈ കേൾക്കാമോ? ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കേൾക്കാം? കവിതകളെല്ലാം കൂടെ വടവന സാറിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. എനിക്ക് കേൾക്കാം പാസ്റ്ററെ ഞാൻ പറയുന്നത്. ആ, കേൾക്കാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഒരു പെന്തിക്കോസ്റ്റൽ വൊക്കാബുലറീസ്, പെന്തിക്കോസ്റ്റൽ ഭാഷ രീതി ഉണ്ടാകാൻ കാരണം നമ്മുടെ ആൾക്കാർ സെക്കുലർ എഴുത്തുകാരുടെ കൃതികൾ വായിക്കത്തില്ല. അവർക്കത് പാപമായിട്ട് തോന്നുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പാസ്റ്ററെ, ഞാൻ ഒരുപക്ഷെ ഞാനൊരു ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷ അല്ലായിരുന്നു ചെയ്യുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു എഴുത്തുകാരനാകുമായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അറിയാമല്ലോ, ക്രൈസ്തവബോധയിലൊക്കെ ഉള്ള കാലം, അതിനു മുമ്പ് തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സെക്കുലർ നോവലുകളൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഞാൻ പണ്ട് മുതലേ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അന്നത്തെ കാലത്ത് എക്സ്പ്രസ് മലയാളം, അതുപോലെ തന്നെ ഈ പറഞ്ഞ അന്നത്തെ കാലത്തെ സെക്കുലർ ഫീൽഡ് വളരെ ക്വാളിറ്റി ഉള്ള മാഗസിൻസ് വാങ്ങിച്ചു വായിക്കുമായിരുന്നു. ഈ മാപ്രസിദ്ധീകരണങ്ങളല്ല, അല്ലാതെ ക്വാളിറ്റി കലാകൗമുദി പോലെയുള്ള, എക്സ്പ്രസ് മലയാളം പോലെയുള്ള, മാതൃഭൂമിയുടെയൊക്കെ നല്ല പ്രസിദ്ധീകരണങ്ങൾ, സുകുമാർ അഴീക്കോടിൻ്റെയും ഒക്കെ കൃതികൾ, ഇതൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭാഷ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു. നമ്മുടെ ആളുകൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഭാഷ ഇങ്ങനെ പോകുന്നത്. എനിക്ക് നല്ല മനോഹരമായ ഒരു ഭാഷ ശരിക്കും പറഞ്ഞാൽ ഒന്ന് എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. ഞാനത് തോന്നിയത് NV കൃഷ്ണവാര്യരുടെ അടുക്ക ഞാൻ പോയി എൻ്റെ കവിതകൾ കാണിച്ചപ്പോഴാണ്. NV കൃഷ്ണവാര്യർ, എനിക്ക് പ്രമുഖന്മാരായിട്ടൊക്കെ MK സാനും NV കൃഷ്ണവാര്യരൊക്കെ തുടങ്ങി പല പ്രമുഖന്മാരുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹം NV കൃഷ്ണവാര്യർ എൻ്റെ കവിതയൊക്കെ വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ആൾ ഇന്ത്യ റേഡിയോയിൽ ഗാന്ധിയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായി. റേഡിയോ നിലയത്തിൽ പല കവിതകൾ വരാൻ അവസരമുണ്ടായി. ശ്രദ്ധിച്ച് ഞാൻ വാസ്തവത്തിൽ ചിന്തിച്ചത്, ഇപ്പൊ MT വാസനാര് പോലും എൻ്റെ കവിതകളെല്ലാം വായിച്ചിട്ട് ഈ ബലിഗീതമൊക്കെ വായിച്ചിട്ട് പുള്ളി ഒരു കുറിപ്പോട് കൂടി ഒന്ന് എഴുതി അയക്കാൻ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ അത് എനിക്കറിയാം, അതിനകത്തൊക്കെ ഒത്തിരി ക്ലിക്കുകളുണ്ടല്ലോ. മാതൃഭൂമിയിലൊക്കെ പെട്ടെന്നൊന്നും എത്ര വലിയ എഴുത്താണെങ്കിലും അവർ പെട്ടെന്നൊന്നും കയറ്റി വിടത്തില്ല. കാര്യം അതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും MT വാസനാർ ആ ബലിഗീതം ഞാൻ അയച്ചു കൊടുത്ത് വായിച്ചിട്ട് പുള്ളി വളരെ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് പുള്ളിയുടെ കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. NV കൃഷ്ണവാര്യരും എൻ്റെ കവിതകൾ വായിക്കാനിട വന്നു. എനിക്ക് തോന്നുന്നു ദേവാസനെ, ഞാൻ ഈ ക്രിസ്തുവിൽ വന്നപ്പോൾ എൻ്റെ ഒരു ചിന്ത ഇതായിരുന്നു, ഈ കർത്താവിന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നതായിരുന്നു. പക്ഷെ തുറന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ യേശു കർത്താവിന് കവിതകൾ വളരെ ഇഷ്ടമാണ്. മാത്രമല്ല, ഞാൻ ഇത്രയും പുസ്തകം എഴുതിയത് കർത്താവിന്റെ സന്നിധി വന്ന ശേഷം. മാത്രമല്ല, നമ്മുടെ മനോഹരമായ ഭാഷ അതുപോലെ ആസ്വദിക്കുന്ന ഒരാളാണ് യേശു എന്ന് എനിക്ക് തോന്നി. എന്തിനാ? നമ്മുടെ യേശുവിന്റെ ഭാഷ മുഴുവൻ കാവ്യ ഭാഷയാണ്. മനോഹരമായ സാഹിത്യ ഭാഷയിലാണ്. ലളിതമാണെന്നേ ഉള്ളൂ. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷ പോലൊക്കെ തന്നെയും വളരെ ക്ലൻസ്ഡായ ഭാഷ യേശുവിൻ്റെത്. ആ മാധുര്യമൊന്നും ഒരുപക്ഷെ പൗലോസിൽ വരുമ്പോഴേക്ക് കുറച്ചുകൂടെ പ്രൗഢഗംഭീരമായ ഭാഷയാണ്. പക്ഷെ യേശു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ വിളക്കാകുന്നു, അല്ലെങ്കിൽ വെളിച്ചമാകുന്നു എന്നൊക്കെ പറയുന്ന എത്ര ബ്യൂട്ടിഫുൾ ആണ് യേശുവിന്റെ വാക്കുകൾ. അതിനകത്തൊന്നും കളയാനില്ല. ഒരു വള്ളിയോ പുള്ളിയോ ഒന്നും കളയാതെ അത്ര ബ്യൂട്ടിഫുൾ ആയ വാക്കുകളാണ് യേശുവിൻ്റെത്. അപ്പൊ ഞാനെന്നൊരു ഓർത്തു, ദേവാസന ഏറ്റവും മനോഹരമായ പുസ്തകം ബൈബിള് തന്നെയാണ്. ഞാൻ ഒത്തിരി ബുക്ക് വായിച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയ്, ദസ്തയേവ്സ്കി, ചെക്കോവ്, ഗോർക്കി, ഡിക്കൻസ്, തോറോ, എമിലി സോള, ഒത്തിരി പേര് ഞാൻ പറയാൻ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട്. തോമസ് ഹാർഡിയാണ് എന്നെ ഒത്തിരി ആകർഷിച്ചത്. അമേരിക്കൻ സാഹിത്യങ്ങൾ, ഇബ്സന്റെ നാടകങ്ങള്, കാഫ്കയുടെ, കാമുവിന്റെ, സാർത്രിന്റെ, പിന്നെ നമ്മുടെ OV വിജയന്റെ, പിന്നെ ഖസാക്ക് ഇതിഹാസം ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഷാശൈലി വന്നിരുന്നു. പക്ഷെ പെന്തക്കോസ്ത് സമൂഹത്തിൽ വന്നപ്പോഴേക്കും ദേവാസനെ നമുക്കതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മതി. അത് എനിക്ക് ഭാഷാപരമായ ചില കാര്യങ്ങൾ വരുത്തിയെങ്കിലും പിന്നീട് ദേവ് സാറൊക്കെ സത്യത്തിൽ അപ്പൊ ഞാൻ ഈ കവിതയിലേക്ക് വരട്ടെ. അപ്പൊ ഇത് ദേവ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോഹൻദാസ് ഈ കവിതകൾ വടവന സാറിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ CV വടവന സാറാണ് ആദ്യം ഈ 92 വടവന സാറാണ് ഈ ബലിഗീതം അടക്കുന്നത്. ഞാൻ ചൊല്ലി കവിത ബലിഗീതത്തിലുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു പ്രവാചകനും ദൈവത്തിന് സമാനമൊക്കെ കാവ്യ സമാഹാരങ്ങളാണ്. അപ്പം ബലിഗീതം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തിന് ആത്മാവിനോട് മണക്കാല സെമിനാരി പഠിക്കുമ്പോൾ പറഞ്ഞു, നിനക്കിതിന് അനേക വേദികളിൽ അനേക പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ നിന്നെ ആദരിക്കാൻ പോവാന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ഞാൻ തിരുവല്ലയില് ഷാരോൺ ബൈബിൾ കോളേജ് ചെല്ലുമ്പോൾ അവിടുത്തെ രജിസ്ട്രാറോ മറ്റോ എന്നോട് ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോഹൻദാസ്. പിന്നെ മുളവൻ മോഹൻദാസ് എന്ന പേരിൽ ഞാൻ എഴുതാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവാർഡ് ഇട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഗുഡ് ന്യൂസില് വിളവന മോഹൻദാസിന് സർക്കസ് സമിതി അവാർഡ്. ഞാൻ കമ്പരന്ന് പോയി.
ശരിക്കും പറഞ്ഞാൽ അവാർഡ് മേടിക്കാന് കാനവച്ചന് നമ്മുടെ PG അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. PG വർഗീസ് അങ്കിള് ഞാനും വൈഫും കുഞ്ഞുമൊക്കെ ചേർന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അദ്ദേഹം ഡൽഹി പോയിട്ട് മുഴുവൻ പുസ്തകങ്ങളും എനിക്ക് അയച്ചു തന്നു. ഇപ്പൊ ഞങ്ങളുടെ AGയുടെ കൺവെൻഷനിൽ അദ്ദേഹം വന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം തോന്നി. കാര്യം PG അങ്കിൾ എനിക്ക് മുഴുവൻ ബുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നപ്പം ഞാനൊരു മറുപടി അയച്ചതിന് അതിമനോഹരമായ ഒരു മറുപടി, മുള്ളുകൾക്കിടെ താമരയാണ് മോഹൻദാസിന്റെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ച നല്ല മറുപടി ഓർക്കുന്നു. പിന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് വിളിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പുസ്തകങ്ങളല്ല പുള്ളി. എന്നിട്ട് ഞങ്ങളുടെ AG കൺവെൻഷൻ വന്ന PG അങ്കിൾ പറഞ്ഞു എനിക്ക് ജീവചരിത്രങ്ങളാണ് എനിക്ക് അധികം ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഞാൻ ഒത്തിരി ജീവചരിത്രം എഴുതിയിട്ടുണ്ടല്ലോ, എന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരു പാഴ്സലായിട്ട് PG അങ്കിളിലൊന്ന് അയച്ചു കൊടുക്കണം. കാര്യം അദ്ദേഹം എനിക്ക് അയച്ചു തന്നില്ലയോ, ഞാനൊരു തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ. കാരണം അദ്ദേഹം വലിയൊരു വായനക്കാരനാണല്ലോ എന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ എന്റെ ദൈവാസനെ നമ്മുടെ കർത്താവ് നമ്മുടെ യേശുവാണ് ഇത്രത്തോളം എന്നെ ഉയർത്തിയത്. ഞാൻ യേശുവിൽ വന്നില്ലായിരുന്നെങ്കിൽ മണ്ണിന് മണ്ണായി പൂഴിക്ക് പൂഴിയായി തീരുമായിരുന്നു. കാരണം 2-3 പ്രാവശ്യം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആളായിരുന്നു, നിരാശ കൊണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എങ്ങനെ മരിക്കണോ എന്നൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിസം എനിക്ക് സമാധാനം തന്നില്ല, എനിക്ക് നിരീശ്വരവാദ ചിന്തകൾ എനിക്ക് സമാധാനം തന്നില്ല. ഞാൻ അന്വേഷിച്ച കാവിക്കോ ചോര ചെങ്കുടിക്കോ സമാധാനം തരാൻ പറ്റാത്ത ഞാൻ ഇന്ന് ഈ വെള്ളയുടുപ്പൊക്കെ ഇട്ടിരിക്കുമ്പോൾ, ഈ വെള്ളയുടുപ്പൊക്കെ യേശു എന്നെ അണിയിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് വിശുദ്ധവാ, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു ജ്ഞാനിയാണ്. ഞങ്ങളുടെ വീട്ടില് ശരിക്കും ഒരു ബ്രാഹ്മണിക് പാരമ്പര്യത്തിന്റെ ഒരു തലം കിടപ്പുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏത് പരീക്ഷ എഴുതണമെങ്കിൽ അമ്മയുടെ കാല് തൊഴണം, ചേട്ടന്റെ കാല് തൊട്ട് തൊഴുത് ഇങ്ങനെ ഞാൻ പൊക്കോണ്ടിരുന്നത്. 10ാം ക്ലാസ് എല്ലാ പരീക്ഷകളും അങ്ങനെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ അന്നത്തെ രീതി അതാ. പിന്നെ അവരുടെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചാ വിടുന്നത് പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ. അപ്പൊ ചേട്ടന്റെ അടുത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മൂത്ത ചേട്ടൻ ജ്ഞാനിയാണല്ലോ, പുള്ളി രഹസ്യ ക്രിസ്ത്യാനി ആയിരുന്നു കേട്ടോ. അദ്ദേഹം പൂർണ്ണമായിട്ട് വരാൻ പറ്റിയില്ല. കാര്യം അദ്ദേഹം അവിടെ ഈ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അവിടെ പോയി ഒന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, യേശുവിനെ കുറിച്ച് പറയണമെന്ന്. വർഷങ്ങൾക്ക് മുമ്പാ. പക്ഷെ എനിക്കതൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല പല കാരണങ്ങളും. ചുരുക്കി പറഞ്ഞ ദൈവാസനെ, അങ്ങനെ ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഈ പൂർണ്ണമായിട്ടും സുവിശേഷ വിലയ്ക്ക് ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പതിവുള്ളതുപോലെ ഏറ്റവും മൂത്തവരുടെ അനുഗ്രഹം വാങ്ങണം. മൂത്ത ജ്യേഷ്ഠൻ എൻ്റെ അടുക്കൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു, മോഹൻ, നീ കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും മഹത്വമായ ഒരു കാര്യമാണ്. യേശു മഹത്വപൂർണനാണ്, നീ ആ മഹത്വം കളയരുത്. ഒന്നും നേടിയില്ലെങ്കിലും ആ ക്രിസ്തുവിന്റെ മഹത്വം നീ ഒരിക്കലും കൈമോശപ്പെടരുത്. ഞാൻ കുനിഞ്ഞെന്ന് ഇല്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയുണ്ട് ദൈവാസനെ. കാര്യം ആ മഹത്വം സൂക്ഷിക്കാൻ ഭയങ്കര പാടാ. ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ആ തനിമ, അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരേ ഒരു കാര്യം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞൊരു കാര്യമാണ്, നീ ആ മഹത്വം കളയരുത്. ഞാൻ എൻ്റെ ആത്മകഥയിൽ അത് എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ എൻ്റെ കുടുംബം എനിക്ക് പിന്നിൽ ഒരർത്ഥത്തിൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അവരെ എല്ലാം നേടാൻ പറ്റിയില്ല. കുറച്ചുപേരൊക്കെ വിശ്വാസത്തിൽ വന്നു ദൈവാസനെ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ചിലരൊക്കെ വിശ്വാസത്തിൽ വന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ ഏറ്റവും കൂടുതൽ പ്രയാസം ബംഗാളികളെ നേടാനാണ്, വെസ്റ്റ് ബംഗാളിലുള്ള ആളുകൾ. കാര്യം അവര് ഈ ജീനിയസുകളാണ്, തലയ്ക്കകത്ത് പെട്ടെന്ന് യേശു കയറത്തില്ല. അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ നേടാനും ഇച്ചിരി പാടാണ്. കാര്യം അവര് വലിയ സ്കോളേഴ്സാണ്. പക്ഷെ പാവപ്പെട്ടവരെയൊക്കെ നേടാൻ, കോൺഗ്രസ്സുകാരെയൊക്കെ നേടാൻ കുറച്ച് എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ആളുകൾ വരാറുണ്ട്. നമ്മുടെ തിരുവട്ടാറിനെ പോലെയൊക്കെയുള്ള ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ പറയട്ടെ, ദുഃഖം നിറഞ്ഞ ഒരു തലമായിരുന്നു എൻ്റെ ജീവിതം. വാസ്തവത്തിൽ ലളിതാഭവന്റെ നഷ്ടം, മാതാപിതാക്കളുടെ അകൽച്ച, കൊട്ടാരത്തു നിന്ന് കുടിലിലേക്കുള്ള ആ മാറ്റം, 10 വയസ്സ് തൊട്ടുള്ള കഠിനാധ്വാനത്തിന്റെ ആ ജോലിഭാരം, സ്തോത്രം. പക്ഷേ ഇതെല്ലാം ആയെങ്കിലും ഈ ക്രിസ്തു എൻ്റെ അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത തലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. മണക്കാല സെമിനാരിയിൽ ഞാൻ വീട് കഴിഞ്ഞു. എൻ്റെ വൈഫ് അവിടെ BA ഇൻ തിയോളജി എടുത്തു. എനിക്ക് തോന്നുന്നു ഷാബു പാസ്റ്ററുടെ സഹധർമ്മിണി എൻ്റെ വൈഫ് ഒരുമിച്ച് പഠിച്ചതാ. അങ്ങനെ ഷാബു പാസ്റ്റർ മിക്കവാറും അവരെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വൈഫിനെ വിളിക്കും. ഭയങ്കര വലിയ കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു ഷാബു പാസ്റ്റർ കർത്താവിന്റെ ദാസന്റെ അനിയനാണല്ലോ, അല്ലേ? ദൈവത്തിന് സ്തോത്രം. എനിക്ക് സാന്റിയുടെ ജ്യേഷ്ഠത്തെയും ഹസ്ബൻഡുമാണ് ചർച്ച്. അതെ, ഞങ്ങൾ ഷാബു പാസ്റ്റർ ഞാൻ വളരെ ക്ലോസ് ആണ്. കാര്യം ഞങ്ങൾ നടുത്തേരിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കൊട്ടാര സെക്ഷനിൽ ഉണ്ടായിരുന്നു, ഷാബു പാസ്റ്റർ നടുത്തേരിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞ ദൈവാസനെ, അങ്ങനെ ഈ ഞങ്ങൾ ഒരുമിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, ഒരുമിച്ച് പഠിച്ചു. അങ്ങനെ മണക്കാലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ മിഷൻ ചാപ്പലിലെ മെസ്സേജുകൾ എന്നെ വളരെ ചലിപ്പിച്ചു. മണക്കാല പഠിക്കുമ്പോഴാണ് മാർഷൽ ജെ മൊറൈസ് ആണ് ബലിഗീതം അവിടെ പ്രകാശനം ചെയ്യുന്നത്.
92 മറ്റോ ആണ്. അപ്പൊ മാർസൽ അച്ഛൻ അത് പ്രകാശിച്ചത് എന്റെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വൈഫിന്റെ കുടുംബക്കാരും വളരെ നല്ല തറവാടികളാണ് അവര്. വയനാട് നല്ല കുടുംബക്കാരാണ് അവര്. കാത്തലിക്സ് ആണെങ്കിലും ഭയങ്കര വിദ്യാസമ്പന്നരും അറിവുള്ളവരുമാണ്. അപ്പൊ അവരൊക്കെ വന്നിട്ടുണ്ട്. അവർ ഇന്നും ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നവർ. ഇപ്പൊ എന്റെ മോനിപ്പോ അങ്ങോട്ട് പോയിരിക്കുക വയനാട്ടില് കുടുംബത്ത്. അപ്പം അങ്ങനെ വാസ്തവത്തിൽ മാത്രമല്ല അതില് എന്റെ വൈഫിന്റെ ജ്യേഷ്ഠത്തി കുടുംബമൊക്കെ. അദ്ദേഹം ദുബൈയിലെ ഒരു കോളേജ് പ്രൊഫസർ, റിട്ടയർഡ് പ്രൊഫസറാണ്. ദുബൈയിൽ അജ്മാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. പുള്ളി ഒരു വലിയ ഒത്തിരി വിദ്യാഭ്യാസ സമ്പന്നനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വൈഫ്, എന്റെ വൈഫിന് നേരെ മൂത്ത ചേട്ടത്തി, എന്റെ പ്രായമാണ്. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് പോൾ മോഹൻദാസ് പേര് വെച്ചു, ഈ ആശാരിവശ ജീവിതത്തിൽ എഴുതി വെച്ചു. പുള്ളി പറഞ്ഞു വേണ്ട മുളവന മോഹൻദാസ് തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി എന്നെ ഒത്തിരി കമ്പനി ചെയ്തു. കാരണം ആ പേരിന് ഒരു പുതുമയുണ്ട്, മുളവന മോഹൻദാസ്. ഞാനിപ്പോഴും ഓർക്കുന്നു. മാത്രമല്ല എന്റെ എന്റെ കലാപരമായ കഴിവുകളെ എന്റെ വൈഫിന്റെ എന്റെ കുടുംബക്കാരും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. മാത്രമല്ല ഇടതുപക്ഷക്കാരെ എന്റെ കുടുംബത്തിലെ പലർക്കും ഈ പുസ്തകങ്ങൾ കൊടുക്കുമ്പോൾ അടുത്ത പുസ്തകം ഇറക്കുന്നൊക്കെ ചോദിക്കും, ഒന്ന് തരണേന്ന് ചോദിക്കാറുണ്ട്. കാരണം അവർക്ക് ഈ പുസ്തകങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. ഈ കവിതകളും മറ്റുമൊക്കെ കഥകളും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 3-4 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ആശാരിവദച്ചയുടെ ജീവചരിത്രം എഴുതുന്നത്. ആശാരിവദച്ചയുടെ ജീവചരിത്രം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററുടെ ചരിത്രം ഒന്ന് എഴുതാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി, പിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഈ ധീരപടയാളി എന്ന പുസ്തകം 2002 അദ്ദേഹം 2003 ആഗസ്റ്റിലും അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നത്. 2002 ആഗസ്റ്റില് ഈ ധീരപടയാളി എന്ന പുസ്തകം എഴുതി. വാസ്തവത്തില് അതിന് അവതാരി എഴുതി തന്ന എം വി ചാക്കോ സാറ്, നമ്മുടെ തിരുവല്ലയിലെ എം വി ചാക്കോ സാറ്, അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായിരുന്നു. കാനവച്ചനൊക്കെ എന്റെ അടുത്ത ചാക്കോ സാർ എന്നോട് പറഞ്ഞു, മോഹൻദാസ് ഈ പുസ്തകം ഒരു ബോംബ് പോലെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. വാസ്തവത്തില് വിമർശിച്ചവരും ഉണ്ടായിരുന്നു. ഞാൻ നല്ല കറതീർന്നതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ധീരപടയാളി എന്ന പുസ്തകത്തിൽ. അതെന്റെ ആദ്യത്തെ ജീവചരിത്ര പുസ്തകമായിരുന്നു. അദ്ദേഹം വന്ന് ആശാരിവശം എന്നോട് പറഞ്ഞു, നീ ഇനി ഒരുപാട് പേരുടെ ജീവചരിത്രം എഴുതുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ദേവാസനെ ഒരുപാട് പേരുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 5 ബയോഗ്രഫി എഴുതിക്കൊണ്ടിരിക്കുക. അതും പ്രഗത്ഭരായിട്ടുള്ള പലരും എന്നോട് പറയാറുണ്ട്, എനിക്ക് സമയക്കുറവുണ്ടല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സമയം 10-12-13 മണിക്കൂറൊക്കെ എനിക്ക് കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വർക്ക് ചെയ്യും. ചിലപ്പോൾ ആ സമയത്തൊക്കെ ഇരുന്ന് എഴുതേണ്ടതായിട്ട് വരും. എനിക്കൊന്ന് ഈ ബാങ്ക് ഓവറാച്ചാന്റെ ബുക്ക് എഴുതാന് വാസ്തവത്തില് വളരെ പെട്ടെന്നാണ് എഴുതിയത്. നമ്മുടെ PC അബ്രഹാം മാസ്റ്ററുടെ മരുമോൻ എന്നെ ഏൽപ്പിക്കുന്ന എനിക്ക് ജനുവരി ഫെബ്രുവരി കണ്ടാണ്. സാറിന് ഇച്ചിരി ടൈം എടുക്കുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഭയങ്കര ഇങ്ങനെ കടൽ പോലെ കിടക്കുകയല്ലയോ ആ വലിയ ദേവദാസന്റെ പുസ്തകം. വാസ്തവത്തില് ഈ PC അബ്രഹാം മാസ്റ്ററുടെ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ തുള്ളിച്ചാടി. ഇങ്ങനെ ഒരാളുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്ര സൗമ്യനായ ആള്, എന്നാൽ അസാധാരണമായി തീ വഹിക്കുന്ന ഒരു ദേവദാസൻ, ഒരു ജാടയുമില്ലാതെ ഇത്രയും തീവ്രതയോട് നിൽക്കുന്ന ഒരാള്. ഞാൻ ദേവാസനോട് ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് പുറത്തിറങ്ങിയിട്ട് മതിയെന്ന്. വാസ്തവത്തിൽ എന്നെ ആശാരിപദേശി കഴിഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് സുവിശേഷത്തിൽ എന്നെ ചലിപ്പിക്കുന്ന, ഇന്നും എന്നെ ഉത്തേജിപ്പിക്കുന്ന ഒരാള് ഈ PC അബ്രഹാം സാറാണ്. അദ്ദേഹത്തിന്റെ എല്ലാമൊന്നും ആ പുസ്തകത്തിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരുടെ കട്ട് ചെയ്തു. കാരണം ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും അത് വലിയ വലിയ ഭയങ്കര കുടുംബങ്ങളിലൊക്കെ പെട്ടവരുടെ ചരിത്രങ്ങൾ എഴുതണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതൊക്കെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ വിചാരണ, അരമന വിചാരണയൊക്കെ മരുമോൻ തന്നെ പറഞ്ഞു അതൊന്നും കൊടുക്കണ്ട, ഓർത്തഡോക്സുകാർക്കൊക്കെ അതൊരു വിഷമമായി തീരുമല്ലോ എന്ന് കരുതി. അത് ഞാൻ നല്ല വൃത്തിയായിട്ട് ഒരു 500 പേജൊക്കെ ഉള്ള രീതി എഴുതി വെച്ചതാണെങ്കിലും ഒരു 320 പേജോളം വരുന്ന ഒരു ബുക്കായിട്ട് അദ്ദേഹത്തിന്റെ ബുക്ക് ഇറക്കാൻ പറ്റി. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്ന ഇതൊരു ശുശ്രൂഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മളെ ചലിപ്പിക്കുന്നതാണ്. എനിക്ക് ദൈവാസനും ഈ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ആളുകളെ ഈ രംഗത്തെ കൊണ്ടുവരുന്ന ഒരു ജീവചരിത്രം പോലെ നല്ലൊരു സംഗതി തന്നെയാണ് ഈ ആസാദി ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷ. കാരണം ഇതങ്ങ് ലൈവായിട്ട് കിട്ടുകയാണല്ലോ. ഒരു ജീവചരിത്രം കുത്തിയിരുന്ന് വായിക്കുകയാണെങ്കിൽ ഇത് കേട്ട് ആളുകൾക്ക് രൂപാന്തരം സംഭവിക്കാൻ ഇടവരുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ വരട്ടെ. ഈ മണക്കാല പഠിച്ച സമയത്ത് സെമിനാരിലെ ചാപ്പൽ സർവീസിൽ, മിഷൻ ചാപ്പൽ മെസ്സേജുകൾ എന്നെ അസാധാരണമായി ചലിപ്പിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സുവിശേഷ വേല ചെയ്യണം ഒരു താല്പര്യം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ 50 വീടുകളിൽ ഒരു ഗോസ്പൽ പാക്കറ്റ് എനിക്ക് കിട്ടി. KP ഓനാൻ ഇറക്കിയ ഒരു ഗോസ്പൽ പാക്കറ്റ്, അതിന് 7 ട്രാക്റ്റും യേശുവിൻ്റെ ഒരു ചെറിയ ബയോഗ്രഫിയും ഒരു സുവിശേഷം ഉള്ളത്. അപ്പൊ ഞാൻ ആ നേരത്തെ കവറിനുള്ളിലെ അത് 50 എണ്ണം എനിക്ക് കിട്ടി. 50 വീടുകളിൽ കൊടുത്തു. പിന്നെ ഞാൻ 500 എണ്ണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 500 എണ്ണം ദൈവം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഇനി 5000 വീടുകൾ കൊടുക്കണം. അടൂര് മുതൽ ദേവാസുര ഞാൻ സെമിനാരിയിൽ നിന്ന് വന്ന്, ഞങ്ങൾ കിളിവേര് താമസിക്കുക, ഓരോ വീടുകളിലും കയറി ഇറങ്ങി
5000 വീടുകൾ, 20 കാർട്ടൂൺ, 20 പെട്ടി ആ ഗോസ്പൽ പാക്കറ്റ് ഞാൻ തിരുവല്ലയിൽ നിന്ന് മേടിച്ച്, എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഒരുപാട് വട്ടം എന്നെ വർഗീയവാദികളൊക്കെ വളയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും ആ ടാർഗറ്റ് പൂർത്തീകരിച്ച് പുത്തൂരിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറമുള്ള അടൂരിൽ നിന്ന് പുത്തൂരി എന്ന്, അവിടെ അങ്ങനെയാണ് പുത്തൂർ ആദ്യമായിട്ട് ഞാൻ സൺഡേ സ്കൂൾ തുടങ്ങുന്നതും. അങ്ങനെ ഇരുന്ന് പുത്തൂര് ആദ്യമായിട്ട് സഭാപ്രവർത്തനം തുടങ്ങും. ഇതിനിടയ്ക്ക് എന്നെ മണക്കാല പഠിക്കുമ്പോൾ കിളിവേൽ കേന്ദ്രമാക്കി പ്രയർ ഗോസ്പൽ മിനിസ്ട്രീസ് അറിയപ്പെടുന്ന 10-20ഓളം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചൊരു ഒരു വലിയ ഗ്രൂപ്പ് തുടങ്ങി. അതിപ്പോഴും സജീവമാണ്. ആ പിള്ളേരൊക്കെ ലോക പ്രശസ്തരായ പലരുമായി തീർന്നു. എല്ലാവരുടെയും പേര് പറയാൻ പറ്റത്തില്ല. 92-97 കാലങ്ങളിൽ പ്രയർ ഗോസ്പൽ മിനിസ്ട്രീസ് ആരംഭിച്ചു. അന്നൊരു ഈവനിങ് ബൈബിൾ സ്കൂൾ കിളിവേൽ തുടങ്ങി. ഒത്തിരി പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിൽ ഏറ്റവും രസകരമായ കാര്യം, രാത്രി പ്രാർത്ഥന കഴിഞ്ഞ ഞങ്ങളെല്ലാം കൂടെ ഒരു ഷാപ്പിന് നേരെ ആശാനുപദേശി മോഡലുകൾ കൈ ചൂണ്ടി പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഷാപ്പ് ചർച്ചായി മാറട്ടെ എന്ന് പറഞ്ഞു. കർത്താരദാസനെ ആ ഷാപ്പ്, പട്ടഷാപ്പ് ഷാരോൺ ഫെലോഷിപ്പിന്റെ ചർച്ചായിട്ട് മാറിയെന്ന് ആ സഹോദരന്മാരോട് പറഞ്ഞു. എനിക്കൊന്ന് ബി വർഗീസ് സാറൊക്കെ പിന്നീട് ആ പ്രവർത്തനം പിന്നീട് അത് കൊണ്ടുപോയി, ഞാൻ ഓർക്കുന്നു. ഒത്തിരി മിറക്കിൾസ്. മറ്റൊരിക്കലും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷാപ്പ് മുളവനയിൽ നടന്ന ഒരു മനോരമയിലൊക്കെ വന്നത്. ഷാപ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, ഒരു വശത്ത് ഷാപ്പും ഒരു മതിൽ കഴിഞ്ഞ ഷാപ്പും പുറത്ത് ചർച്ചും. ഇവിടെ സഭ പിന്നെ കർത്തൃമേശ നടത്തുമ്പോൾ ഇവിടെ വെള്ളം കുടിച്ച് ആളുകൾ ചീത്ത വിളിക്കുക. അത് ഞങ്ങൾ ഒരു സഹോദരനായിട്ട് മസ്കറ്റ് വെച്ച് സജീവമായി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അത് ആ സ്ഥലം, ആ ഷാപ്പ് വിലയ്ക്ക് മേടിച്ചു, അത് പൊളിച്ചു കളഞ്ഞു. എത്ര അനുഭവങ്ങൾ! ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ എൻ്റെ പിതാവ് മദ്യപാനം, ചില ശത്രുക്കൾ മദ്യപാനിയാക്കി തകർന്നു പോയൊരു അനുഭവമായിരുന്നു. അന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഒരു മദ്യപാനിയെങ്കിലും ഒന്ന് നേരെയാക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പുത്തൂര് വന്ന് ഈ 5000 വീടുകൾ കവർ ചെയ്ത് പുത്തൂര് വന്ന് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങി, ചെറിയ പ്രാർത്ഥന തുടങ്ങി. അതിലേറ്റവും വലിയ അത്ഭുതം നടന്നത്, പുത്തൂർ കമ്പോളത്തില് വൈകിട്ട് ഈ ഗുണ്ടാപ്പണം പിരിക്കാൻ വരുന്ന വേലിയിൽ അച്ചക്കുഞ്ഞച്ചാൻ, ഭയങ്കര തല്ലിപ്പൊളിയായിരുന്നു, മുക്കുടിയൻ. അദ്ദേഹം നമ്മുടെ പ്രേയറിൽ വന്നു. അദ്ദേഹവും വൈഫും രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം സ്നാനപ്പെട്ടു. ആ വേലിയിൽ അച്ചക്കുഞ്ഞച്ചാന്റെ മാനസാന്തരം ശരിക്കും പറഞ്ഞ ആളുകൾ അമ്പരന്ന് പോയി. അതും നമ്മൾ ഈ ഒന്നും വലിയ വിദ്യാഭ്യാസമില്ലാത്ത സുവിശേഷ പ്രവർത്തനം ചെയ്ത് എന്നിലൂടെ നടന്നു. രണ്ടാമത്തത്, പുത്തൂർ കമ്പോളത്തില് അതുപോലെ അതിനേക്കാൾ പ്രശ്നക്കാരായിരുന്ന സജി എന്ന സഹോദരൻ. പുള്ളിയും പെരുംകുടിയനായിരുന്നു. ചിലപ്പോഴൊക്കെ ഈ അടിവസ്ത്രം മാത്രം ഇട്ട് തലയിൽ ഈ ഇലയൊക്കെ വെച്ചൊരു തൊപ്പിയൊക്കെ ഇട്ട് പോലീസിനെ അടിക്കും പോലും ആ ഒരു പരുവത്തിൽ വല്ലാത്തൊരു അനുഭവത്തിൽ നിന്ന പ്രിയപ്പെട്ട ആ ദാസൻ ഇന്ന് വലിയ പ്രശസ്തനായ 10ഓളം ട്രാക്ട് എഴുതിയ ഒരു വലിയ ദൈവദാസനായിട്ട് അദ്ദേഹം മാനിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ഉന്നത നിലയിലെത്തി. കർത്താവ് എന്ന് പറഞ്ഞാൽ ആശാരോപദേശം പോലെ മരിക്കുന്ന തീവ്രതയുള്ള ഒരു സുവിശേഷകനായിട്ട് ഈ സജിയെ രൂപാന്തരപ്പെടുത്തി. മറ്റൊരു, നിങ്ങൾക്ക് ദേവാസനെ കേട്ട് കാണുന്ന ഒരു കൊച്ചു ബാലപ്രസംഗി ജോജിമോൻ എന്ന് പറഞ്ഞൊരു ചെറുക്കൻ ആ സമയത്ത് ഇറങ്ങി. ജോജിമോൻ ജോർജ്. ഇന്ന് അവന് എൻ്റെ മൂത്തവന്റെ പ്രായം, അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവന്റെ മാതാപിതാക്കളെ ഞാൻ ബൈബിൾ സ്കൂളിൽ വാകത്താനത്ത് കൊണ്ടുപോയി. ആ ജോസ്മോൻ എന്ന് പറഞ്ഞ ആള് ഓർത്തഡോക്സ് പള്ളിയിലെ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ പുള്ളി തണ്ണിയാ, മരിക്കാൻ വേണ്ടി കൊതിച്ച ആ സഹോദരൻ നമ്മുടെ ചർച്ച വന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എമ്മേരീസ് പാസ്റ്റർ സമയത്ത് അദ്ദേഹം ഒന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു. എമ്മേരീസ് പാസ്റ്റർ 2 ദിവസം വന്ന് 2001 ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് ഒരുപാട് മദ്യപാനികൾ, മദ്യഷാപ്പുകൾ, അതാ രസം, മദ്യപാനികൾ മാത്രമല്ല മദ്യഷാപ്പുകൾ പോലും എൻ്റെ പിതാവിനോടുള്ള വാശി തീർക്കാനുള്ള ഒരിതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ പിതാമഹൻ ഞാൻ പറഞ്ഞ ഒരു ബ്രാഹ്മണ പാരമ്പര്യമുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഈ ഞങ്ങളുടെ കാവൊക്കെ വെട്ടി അഴിച്ച് അങ്ങനെ സർപ്പശാപം ഉണ്ടെന്നൊക്കെ ഒരു കഥയുണ്ട്. അതാ ഞാൻ പറഞ്ഞ പണ്ട് മുത്തച്ഛൻ കുലക്കാവരിച്ചതും വെന്തെരിയുന്ന. അപ്പം ശരിക്കും പറഞ്ഞ സർപ്പദോഷം ഉണ്ടെന്നൊക്കെ അവർ വിശ്വസിക്കുകയും വീണ്ടും ഭയങ്കരമായ ക്ഷേത്രമൊക്കെ പണിത് ഇപ്പൊ ഉണ്ടാക്കും. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ ശരിക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ പാമ്പെന്ന് പറയുന്ന സാധനം ഏതനില് കയറിയ സാധനമാണ്. നമ്മള് ഈ ബാഹ്യമായി കാണുന്ന ഈ കെട്ടിടങ്ങളിലല്ല പോരാട്ടം ഉള്ളത്. ആ മുത്തച്ഛൻ കാവ് വെട്ടി അഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ കാവിനെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെയോ പള്ളികളെയോ ഒന്നും അല്ല വിരൽ ചൂണ്ടേണ്ടത്. വാസ്തവത്തിൽ ഈ സർപ്പങ്ങൾ അല്ലെങ്കിൽ പൈശാചി മണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലാണ്. പൈശാചി ശക്തികളുടെ പ്രധാന കേന്ദ്രം മനുഷ്യനാണ്, അവനാ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബാഹ്യമായ ഒരു കാര്യം അവിടെ ഏതെങ്കിലും ഉള്ളത് കൊണ്ട് അതിൽ ഭയങ്കര പോരാട്ടമുണ്ട്, പോക്കുവരുത്തുണ്ട്, വരുത്തടി ഉണ്ടെന്നൊക്കെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അനേക ഭൂതഗ്രസ്തരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥനയിൽ താഴെ വീണ് ഉരുണ്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ മാറ്റം ഉണ്ടാകേണ്ടത് ആത്മതലം, പരിശുദ്ധാത്മ സാന്നിധ്യം വരുമ്പോൾ പാമ്പ് പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങൾ, പൈശാചികൾ പിടിക്കപ്പെട്ട ജീവിതങ്ങൾ, യേശുവിന്റെ സാന്നിധ്യം വരുമ്പോഴേക്കും അത് അഴിഞ്ഞു മാറി അവർ ഫ്രീ ആകും.
നമുക്ക് പോരാട്ടമുള്ളത് ഈ വ്യക്തികളോടൊന്നും അല്ല, RS അല്ലെങ്കിൽ ഏതെങ്കിലും മത നേതാക്കന്മാരോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഹിതകളോടോ അല്ല നമുക്ക് വെറുപ്പുള്ളത്. ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇതിന് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രം ആലയിലെ പൈശാചിക മണ്ഡലങ്ങളാണ്, സാത്താന്യ അധിനിവേശങ്ങളാണ്. വാസ്തവത്തിൽ ഈ പോരാട്ടത്തിന് നമുക്ക് വേണ്ട ശക്തി ആർജിക്കാൻ കഴിയുന്നത് ദൈവശക്തി കൊണ്ട് മാത്രമാണ്. ഞാൻ പുത്തൂര് വന്നു, അനേക മദ്യപാനികളും അനേക തകർന്ന ജീവിതങ്ങളും വിടിവിക്കപ്പെട്ടു. വാടക വീട് വിലയ്ക്ക് വാങ്ങി അവിടെ പള്ളി പണിതു, പാഴ്സനേജ് പണിതു, സെമിത്തേരി വാങ്ങി, മനോഹരമായ രീതിയിൽ അതുപോലെ തന്നെ സ്നാനത്തൊട്ടി പണിതു. ഏതാണ്ട് 14ഓളം വേലക്കാര്, ഞാൻ പറഞ്ഞില്ല ഈ മദ്യപാനികളൊക്കെ വിടിവിക്കപ്പെട്ടു വന്നു, 14ഓളം വേലക്കാർ അവിടെ നിന്ന് ഇറങ്ങി. മുളവനയിൽ എൻ്റെ സ്വന്തം ദേശത്ത് അസംബ്ലി വേലയുണ്ടായി. അവിടെ ആദ്യമായിട്ട് ഒരു കുടിയൻ രക്ഷിക്കപ്പെട്ടു വന്ന മദ്യപാനിയെ ഞാൻ അന്ന് കോട്ടയം PC മാണി എന്ന് പറഞ്ഞ ഒരു സാറ് എൻ്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ അവസരമുണ്ടായി. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങിയപ്പോൾ ദേവാസനെ ആദ്യമായിട്ട് മിസ്റ്റർ മാത്യൂസ് എന്നറിയപ്പെടുന്ന ദേവാസന്റെ വെണ്ണിക്കുളം ബൈബിൾ കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഒത്തിരി അതിൽ അന്ന് ഞാൻ പഠിപ്പിച്ച ഒരാളെ പ്രകാശ് P. മാത്യു, ഒരു പ്രകാശ് ബോംബെയിൽ ധാരാളം ജീവചരിത്രങ്ങൾ എഴുതുന്ന ഒരു എൻ്റെ ഒരു സ്റ്റുഡന്റ്, എൻ്റെ അടുത്ത സ്നേഹിതനാണ് പ്രകാശ്. നല്ലൊരു എഴുത്തുകാരനാണ്, ഒരു നല്ല സ്റ്റാൻഡേർഡ് എഴുത്തുകാരനാണ് പ്രകാശ് P. മാത്യു. അദ്ദേഹം അന്ന് ബഥനി ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റാണ്. പിന്നീട് ഞാൻ 97 മുതൽ വാകത്താനം ബഥനി ബൈബിൾ കോളേജിൽ PC മാണിസാറിന്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. അന്നത്തെ വിദ്യാർത്ഥികളായിരുന്നു റജി ശാസ്താംകോട്ട, ബിനു പിന്മഴ, അതുപോലെ ബിനു ഡൊമിനിക്ക്, ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരു ജയപ്രകാശ്. ഇന്ന് ജയപ്രകാശ് AGയുടെ വലിയൊരു ചർച്ചിലെ പാസ്റ്ററായി. ഒരു പുത്തൂര് മറ്റൊരു കുടിയനായ അല്ലേസ് മാത്തായിയെ അവിടുത്തെ വിദ്യാർത്ഥിയാക്കി. അല്ലേസ് മാത്തായി ചാനും വൈഫും കൂടെ കൊണ്ടുപോയി. ഈ ജോജിമോൻ, അതായത് ജോജിമോന്റെ പിതാവ് ജോസ്മോനും വൈഫും അവരും ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറായിരുന്നു. പള്ളിയിലെ ട്രസ്റ്റി ആയിട്ട് ഓർത്തഡോക്സിൽ നമ്മുടെ ചർച്ചിലേക്ക് വന്നു. അവരെ ഞാൻ ഈ വാകത്താനം ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അവരൊക്കെ, ജോജിമോനൊക്കെ പിന്നെ അങ്ങ് നല്ല പ്രാസംഗികനായിട്ട് മാറി. കേരളത്തിലൊക്കെ നല്ല ഒരു സമയത്ത് ഈ ബാലപ്രസംഗം എന്ന പേര് ഇറങ്ങിയെങ്കിലും ജോജിമോൻ പിന്നെ നല്ല ഒരു ഇതായി തീർന്നു. എനിക്ക് തോന്നുന്നു പുത്തൂര് ഞാൻ വന്ന് ശരിക്കും പറഞ്ഞു ഈ കുടിയന്മാരൊക്കെ വീട് രക്ഷിക്കപ്പെട്ടപ്പോഴേക്കും അച്ഛന്മാരൊക്കെ എന്നെ കാണുമ്പോൾ തലയിൽ ചൊറിയാറുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാളാണ് ഈ കൊച്ചി ചെറുക്കൻ നരുന്ന് ഞങ്ങൾക്കൊന്നും പറ്റാത്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മാന്യത പുത്തൂരുണ്ടായി. കാരണം അടുത്തിടയ്ക്ക് അവിടുത്തെ ഒരു നിർമ്മല ടെക്സ്റ്റൈൽ അച്ഛൻ ജേക്കബച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററുടെ പുസ്തകങ്ങളൊക്കെ ഇത്ര ഇറങ്ങിയല്ലോ. എന്നെ വിളിച്ച് അദ്ദേഹം ഒത്തിരി അനുമോദിച്ചു. എന്റെ പുസ്തകങ്ങൾ ഒരു 10 പുസ്തകങ്ങൾ മേടിച്ചു. എന്റെ ആത്മകഥ മേടിച്ചിട്ട് അദ്ദേഹം ആ തുണിക്കടയിലുള്ള എല്ലാ സഹോദരിമാർക്കും മൊത്തം 4000 രൂപ കൊടുത്ത് എന്റെ പുസ്തകങ്ങളെല്ലാം മേടിച്ചിട്ട് അവർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററുടെ ഈ പുസ്തകങ്ങളൊക്കെ എത്രയോ ആകർഷകമാണ്, അനുഭവങ്ങൾ എത്ര ശക്തമാണെന്ന് പറയാനിട വന്നു. എനിക്ക് തോന്നുന്നു ഈ പുത്തൂരൊക്കെ വന്ന് ദൈവത്തിന് സ്തോത്രം ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തു. മുളവനയിലും ഐവറുകാലയിലും കൈതക്കോട്ടും പെരുങ്കുളത്തും 4 ഇടത്ത് വേലസ്ഥലങ്ങളുണ്ടായി. 14ഓളം വേലക്കാർ അവിടെ നിന്ന് ഇറങ്ങി. ഒത്തിരി ചെറുപ്പക്കാര്, അതൊക്കെ എനിക്ക് തോന്നുന്നു ഐസക് തരിയൻ, സാമ്പി മോത്രയുടെ അനിയൻ ഐസക് തരിയൻ നമ്മുടെ അച്ഛൻ വർഷപ്പെടുത്തു. പിന്നെ ചന്ദ്രപ്രകാശ്, ഇപ്പം ഡൽഹിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചന്ദ്രപ്രസാദ് ഉണ്ട്. പുള്ളിക്ക് ഒത്തിരി സ്കൂളും ഒക്കെ ഉണ്ട്. പ്രസാദ് നമ്മുടെ സഭയെ വന്ന് സ്നാനപ്പെട്ടു. അത് പ്രകാശിന്റെ അനിയനാണ്. അങ്ങനെ ഒരു വലിയ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടായി. എന്റെ ദൈവാസനെ 2005 ഈ വലിയ ദൈവാലയവും 60 അടി നീളമുള്ള ദൈവാലയവും പാഴ്സനേജും ഗേറ്റും മതിലും ഇതെല്ലാം സംവിധാനമായി. വാടക വീട്, സ്വപ്നവിഹാർ എന്ന വാടക വീട് നമ്മൾ ഒരു വലിയ ആത്മീയ പ്രസ്ഥാനമായി മാറുകയും ഇത്രയും പ്രവർത്തനങ്ങൾ വിശാലമാകുകയും ചെയ്തു. അസംബ്ലിസോടുകാര് അവർക്ക് ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടായി. അന്ന് ഈ ആലയത്തിന്റെ സമർപ്പണത്തിന് അന്ന് വന്ന നേതാക്കന്മാരൊക്കെ നാച്ചുറലായിട്ട് അവർ പറയുന്നു, നമ്മളെ പ്രശംസിക്കുന്നു. പക്ഷെ ദൈവം 2005 നോക്കണം, എൻ്റെ ശുശ്രൂഷയുടെ തലങ്ങളിൽ 92-97 ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അന്ന് മണക്കാല പഠിക്കുമ്പോൾ പരിഷത്ത് മോഡലില് ആത്മീയ കലാജാഥ, കാവി കൈലിയും വെള്ള ഉടുപ്പൊക്കെ ഇട്ട്, ഞാൻ നേരത്തെ പറഞ്ഞോണം തെരുവ് നാടകങ്ങളൊക്കെ നടത്തിയ, ഇതേ ഗാനങ്ങളൊക്കെ ചൊല്ലിയ ഒരു സെമിനാരി വിദ്യാർത്ഥികളെ ചേർത്ത് ഒരു ആത്മീയ കലാജാഥ ഞാൻ ഫോം ചെയ്തു. കിളിവയിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് പ്രെയർ ഗോസ്പൽ മിനിസ്ട്രീസ് ഞാൻ ഫോം ചെയ്തു. 2005 ഇത്രയും പ്രവർത്തനങ്ങൾ അസംബ്ലിസോടുള്ള ബന്ധത്തിൽ വന്നു. എന്നാൽ 2005 ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് പേരും ഒക്കെ ആയി, നീ പുസ്തകങ്ങൾ എഴുതി, അവാർഡുകൾ കിട്ടി, സർഗസമിതി അവാർഡ്, ക്രൈസ്തവ സാഹിത്യ അക്കാദമി, ഗത്സമന അവാർഡൊക്കെ നിനക്ക് കിട്ടി, നീ അങ്ങ് വളരെ അറിയപ്പെട്ട ആളായി തീർന്നു, അവിടെ കയറിക്കൊള്ളാൻ പറഞ്ഞു. നീ കയറാൻ പറഞ്ഞു. എന്റെ ദൈവാസനെ 30 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാ 3.5 വർഷത്തെ ശുശ്രൂഷ യേശു ചെയ്തത്. 30 വർഷത്തെ ഒരുക്കമാണ് യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ.
30 വർഷത്തെ ഒരുക്കത്തിന് ശേഷമാണ് മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകൻ വരുന്നത്. 3.5 വർഷം കിട്ടിയെന്ന് അറിയത്തില്ല, ചിലപ്പോൾ 3 വർഷമേ ഉണ്ടാകത്തുള്ളൂ. ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന ഗുണം. ബൈബിൾ സ്കൂളിൽ നിന്ന് ഡിഗ്രി വീഡിയോ ഒക്കെ എടുത്തു, അല്ലെങ്കിൽ വന്ന് അങ്ങ് നമ്മുടെ ആളുകളൊക്കെ വലിയ റവറന്റുമാരാവുകയാണ്. എന്റെ ദിവാസനെ, ഞാൻ 2005 ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവ് എനിക്കിനി ഒത്തിരി പുതിയ പ്രോജക്റ്റുകൾ ചെയ്യണം, ബൈബിൾ സ്കൂൾ തുടങ്ങണം, എനിക്ക് പ്രിന്റിംഗ് പ്രസ് വേണം. ഞാൻ അന്ന് സ്വന്തമായിട്ടൊരു മാസികയൊക്കെ ഇറക്കി, ദൈവരാജ്യം എന്ന പേരിൽ. ഞാൻ ചെറിയ തോതിൽ ബൈബിൾ ട്രെയിനിങ് സെന്റർ തുടങ്ങി. 2012 ഒറീസയിൽ ഒരു ചെറിയ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ അവിടെ ചില കാര്യങ്ങൾ, ചില ഔട്ട്സ്റ്റേഷൻ തുടങ്ങി, ബംഗാളിലും ഒക്കെ പോയി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മോനെ, ഇന്ന് നമ്മുടെ ആത്മീയ രംഗം ഒരു ലക്കും ലഗാനും ഇല്ലാതെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുക. എന്റെ ദൈവാത്മാവ് ചില കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ദൈവാസനെ. ഞാൻ ഇതൊക്കെ ചെയ്തു, അനേകരെ സ്നാനപ്പെടുത്തി, എന്റെ കൈ കൊണ്ട് എത്രയോ പേരെ സ്നാനപ്പെടുത്താൻ ഇടവന്നു, എത്രയോ മദ്യപാനികൾ സ്നാനപ്പെടാൻ ഇടവന്നു. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, മോനെ, നീ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ പറഞ്ഞു, ഈ ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞു, എന്നിട്ട് നീ എൻ്റെ പാതപീഠത്തിലിരിക്കാൻ പറഞ്ഞു. എൻ്റെ ദേവാസനം ഞാൻ 2019 ഞാൻ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേൽപ്പ് എന്ന എൻ്റെ ആത്മകഥ, ഇത് 303 പേജുള്ള ഒരു ബുക്കാണ്. ഇത് 54 അധ്യായമുള്ള ഈ ആത്മകഥ ഞാൻ ഇറക്കി. കർത്താവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ അനുഭവങ്ങൾ എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ അനുഭവങ്ങൾ എഴുതാൻ തുടങ്ങി. വാസ്തവത്തിൽ ഈ അതിനകത്ത് കുടുംബത്തിന്റെ ചരിത്രമൊക്കെ കുറേശ്ശെ വരുന്നുണ്ട്. അങ്ങനെ ഈ ആത്മകഥ അനുഭവം എഴുതി. വാസ്തവത്തിൽ ഇതിന്റെ കവർ പേജൊക്കെ എൻ്റെ ഇളയ മോന്, അവൻ ശരിക്കും പറഞ്ഞ 3D അനിമേഷൻ ഒക്കെ ചെയ്യുന്ന IT ഫീൽഡിൽ ഇച്ചിരി മിടുക്കനായ ഒരുത്തനാ, നല്ല ഓർഗനൊക്കെ വായിക്കുന്ന ആളാണ് എൻ്റെ ഇളയ മകൻ ഫെയ്ത്ത്. അപ്പം ഈ പിള്ളേരാണ് ഇതിന്റെ കവർ പേജൊക്കെ ചെയ്തത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഇതിന്റെ കവർ പേജ് കണ്ട് ചിലരൊക്കെ വിചാരിച്ചു ഇയാളാരെ വലിയ പ്രസിദ്ധനാണോ, വലിയ പടമൊക്കെ വെച്ച് ഫ്രണ്ടി വലിയ ഇതൊക്കെ ചിന്തിച്ച ചിലരുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ആഗ്രഹിച്ചില്ല പുസ്തകത്തിന്റെ ഫ്രണ്ടി നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മൾ കർത്താവിന്റെ ഒരു പാവപ്പെട്ട ദൈവദാസനല്ലേ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ കുഞ്ഞുങ്ങൾ പറഞ്ഞ അങ്ങനെ അല്ല പപ്പ, പപ്പയുടെ ആത്മകഥയല്ലേ, പപ്പയുടെ പടമല്ല, വേറെ ആരുടെ പടം അവിടെ വെക്കുന്നത്, യേശുവിന്റെ പടം വെക്കാൻ പറ്റുമോ, യേശു വലിയ പപ്പ ഇത്ര ഉയർത്തി. അങ്ങനെ ഞാൻ ഈ പുസ്തകം ഇറക്കിയ ദൈവാസനെ. ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. വാസ്തവത്തില് ഈ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് 2005 ശേഷം ശരിക്കു പറഞ്ഞാൽ കർത്താവിന്റെ ഗുഹാമുഖത്ത് ഞാൻ ഇരിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. കാരണം 27-ാം സങ്കീർത്തനത്തിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ 5-ാം വാക്യത്തിലാണ്, ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ. ആ വാക്യം പറയുന്നതിന് തൊട്ട് താഴെ ഒരു കാര്യമുണ്ട്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസന്റെ മറവിൽ എന്നെ മറയ്ക്കും. ശരിക്കും ഈ നമ്മുടെ കർത്താവിന്റെ വേലക്കാർ, കൺവെൻഷൻ പ്രാസിംഗരാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ വേലക്കാരും ഈ കുറേ ശുശ്രൂഷിച്ച് കഴിഞ്ഞ്, എൻ്റെ ഒരു റിക്വസ്റ്റാ, നമ്മൾ ഈ പറഞ്ഞ ആരും അംഗീകരിക്കണമൊന്നുമില്ലെങ്കിലും കുറെ കഴിഞ്ഞിട്ട് കുറെ കാലം അവര് ആരും അറിയാതെ രഹസ്യ പ്രാർത്ഥനയിൽ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇങ്ങനെ കയറി റോക്കറ്റ് പോലെ കുതിച്ചു പോകുന്നതിനേക്കാളും കുറെ കുതിച്ചു കഴിഞ്ഞിട്ട് കുറെ കാലം രഹസ്യമായി വല്ല ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു കൂടണം. അടുത്തൊരു സ്റ്റെപ്പിന് വേണ്ടി ഒരു എനർജി സംഭരിക്കണം. 2005 ശേഷം 2005 വരെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇനി അടുത്ത തലം. ദൈവം എന്നോട് പറഞ്ഞു, നീ കാത്തിരിക്കുക. ദാസന ഇപ്പൊ 20 വർഷമായി, 2005 ശേഷം 2025 ദൈവം എന്നോട് പറഞ്ഞു, നീ ഈ മുഖ്യധാര പെന്തക്കോ സമൂഹത്തിൽ നിന്ന് അല്പം മാറി നടക്കാനോട് ദൈവം പറഞ്ഞു. സ്തോത്രം. ഞാൻ അവരെ ചെറുതാക്കിയൊന്നുമല്ല. ഈ മെയിൻ സ്ട്രീം എന്ന് പറയുമ്പം ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ കുറെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, അന്നും സ്വാത്വികനാണ്. ഇന്ന് ഞാൻ സസ്യാഹാരിയാണ്. അത് വലിയ പൊങ്ങച്ചോട്ട് പറയുന്നില്ല. ബൈബിൾ പറയുന്നത് ഇറച്ചി കഴിക്കാനേ, മീൻ കഴിക്കാനോ. പക്ഷെ എനിക്ക് ഒക്കത്തില്ല, കാരണം എനിക്കത് ടേസ്റ്റ്, എനിക്ക് വൊമിറ്റിംഗ് ഉണ്ടാകും. ഞാൻ അതുകൊണ്ട് ഉപേക്ഷിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഈ മുഖ്യധാര നമ്മുടെ സമൂഹങ്ങളൊക്കെ തന്നെ, എന്തൊക്കെ സമൂഹങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, വാസ്തവത്തിൽ ഞാൻ ഒരു കവിത പോലും എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഈ രാഷ്ട്രീയത്തിലുള്ളതിനേക്കാൾ കൂടുതൽ എല്ലാത്തരം പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. ഞാൻ തരികിടെ ഒന്നും പറയുന്നില്ല, ഗ്രാമഭാഷയാണ്, ഞാൻ ഉപേക്ഷിക്കുകയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കയറി വരാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ദൈവത്തിന്റെ അൽപ്പാനോട് പറഞ്ഞു, നീ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, വ്യക്തിപരമായ നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
ഞാൻ ഓർക്കുന്നത്, ഈ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റേജ് ഒന്നും കിട്ടത്തില്ല. ആശാരോപദേശിയൊക്കെ ഇറങ്ങുമ്പോൾ രചന, നിർമ്മാണം, സംഗീതം, സംവിധാനം, പോസ്റ്റർ ഒട്ടിപ്പ്, ട്രാക്ട് ഒട്ടിപ്പ് എല്ലാം ആശാരോപദേശി തന്നെ ആയിരുന്നു. പുള്ളി ഒരു മെയിൻ ലൈൻ ചർച്ചകൾ അടുപ്പിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പുള്ളിയുടെ ജീവിതത്തിൽ എഴുതിയ ആളാണല്ലോ. IPC ജനറൽ കൺവെൻഷനിൽ ആശാരോപദേശി ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല, AGയിൽ വിളിച്ചിട്ടില്ല, ചർച്ച ബോർഡിൽ വിളിച്ചിട്ടില്ല. അവർ പറയുന്ന കാരണം പുള്ളി പക്ഷേ ഒന്നും ഒരു നിർദ്ദേശം കൊടുത്തു, പാസ്റ്റർ ഉപദേശി നല്ലൊരു പ്രസംഗം മതി. VA തമ്പി പാസ്റ്റർ മാത്രമേ ഉള്ളൂ അതിനൊരു അപവാദം ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ കാരണം എന്താ? അദ്ദേഹത്തിന് എന്താ ശുശ്രൂഷ മോശമാണോ? പക്ഷേ അദ്ദേഹം സ്റ്റേജ് വരുമ്പോൾ ആ സ്റ്റേജിൽ ഈ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക നേതാക്കന്മാരും മത്സരിച്ച് കയറാൻ വരും. നമ്മുടെ ഈ വലിയ കൺവെൻഷൻ വേദികളിലൊക്കെ ജനപ്രതിനിധികൾ വരാൻ ആഗ്രഹിക്കുന്നതിനുള്ള ഒരു രഹസ്യമുണ്ട്. 10,000-20,000 അസംബ്ലീസ് കൊണ്ട് ഇതിലൊക്കെ ജനപ്രതിനിധികൾ വന്നു. അവർക്ക് നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടും പെന്തിക്കോസുകാരനായതുകൊണ്ടൊന്നും അല്ല, ഇത്രയും ക്രൗഡിനെ ഫേസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണ്. 20,000 പേരെ ഈ ജനപ്രതിനിധിക്ക് ഫേസ് ചെയ്യാൻ അവസരം കിട്ടുക, നല്ല 2 വാക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കിടക്കുമല്ലോ. അതൊരു വലിയ ഒരു സാമൂഹികപരമായ ഒരു കാര്യം, മനഃശാസ്ത്രപരമായ ഒരു വശമാണ്. എൻ്റെ ദൈവാസനെ, ഹല്ലേലൂയ. ഈ നമുക്ക് പലപ്പോഴും ദിശാബോധം നഷ്ടപ്പെടുന്നത് ഈ ഒരു ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ ചർച്ചകൾ നേരിടുന്ന പ്രധാനപ്പെട്ട മൂല്യച്യുതി, എങ്ങനെയും ഒരു അധികാരം നിലനിർത്തണം, ആ സ്ഥാനത്തിൽ തുടരണം. പക്ഷെ ദൈവം, ഞാൻ ഇന്ന് വരെയും ഒരു മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല, ഇനി പങ്കെടുക്കാനും താല്പര്യമില്ല. പങ്കെടുക്കുന്നവരോട് എനിക്ക് വിയോജിപ്പൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു നിയോഗം കിട്ടിയിട്ടില്ല. മറ്റൊന്ന്, ഡോളറിന്റെയും ദിനാറിന്റെയും ഒന്നും പുറകെ കൃപയാൽ, ദൈവത്തിന്റെ മഹാകരുണയാൽ ഞാൻ പോയിട്ടില്ല. ഉള്ള വീട് വിൽക്കേണ്ടി വന്നു ദൈവാസനെ. വീട് വിറ്റ സമയത്ത് എൻ്റെ ബന്ധുക്കളല്ല, എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരൊക്കെ, കാരണം ഈ പള്ളിപണിയും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് ആകപ്പാടെ കടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ വന്ന സമയത്ത് ഉള്ള വീട് വിൽക്കേണ്ടി വന്നു. മുളവനയിൽ ഞാൻ സ്തോത്രം അന്ന് എന്നെ കിട്ടുന്ന കാശൊക്കെ ശേഖരിച്ച് ഞാൻ 87 തന്നെ ഒരു വീട് വെച്ചിരുന്നു. ആ വീടൊക്കെ വിൽക്കേണ്ടി വന്നപ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാം അയ്യോ കഷ്ടമായി പോയല്ലോ, എൻ്റെ കുടുംബ ഓഹരി വെച്ച വീടായിരുന്നു. ദൈവത്തിന് സ്തോത്രം, എനിക്കതൊരു വിഷമവും തോന്നിയില്ല. സ്തോത്രം. പക്ഷേ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അത് പല ദൈവാസന്മാരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഇന്നടത്ത് ഇന്ന സ്ഥലത്ത് ആ വീട് കിട്ടുന്നതെന്നൊക്കെ ദൈവം പറഞ്ഞിരുന്നു. ദൈവത്തിന് ഞാൻ ഈ ആത്മകഥയിൽ എഴുതി, ദൈവം കിളിവയിൽ എനിക്കൊരു വീട് തരും. കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചു, അപ്പാ കിളിവയിൽ വീടെവിടെയാന്നൊക്കെ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. കിളിവയിൽ അല്പം വസ്തു എൻ്റെ വൈഫിന്റെ അപ്പച്ചൻ വാങ്ങി തന്നിരുന്നു. പക്ഷെ അവിടെ വീട് വെക്കാൻ ഒക്കത്തില്ലായിരുന്നു. പക്ഷേ മറ്റൊരു ആളിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി വസ്തു മേടിച്ചതിന്റെ ഒരു വീടിന്റെ ബാക്കിലായി പോയി. കാറൊന്നും ഇറങ്ങാത്തൊരു സ്ഥലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ, അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു വീട് ദൈവം തരാനിടയായി തീർന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവാസനെ ഇന്ന് വരെയും എൻ്റെ ഒരു കാര്യങ്ങൾക്കും എൻ്റെ ഒരാവശ്യങ്ങൾക്കും എൻ്റെ കർത്താവ് ഇന്ന് വരെയും മുടക്കം വരുത്തിയിട്ടില്ല. എൻ്റെ ഒരു വലിയ സാക്ഷ്യം അത് തന്നെയാണ്. കുഞ്ഞുങ്ങൾ പഠിച്ചു, മോള് BBA കഴിഞ്ഞു, റാങ്ക് ഉണ്ടായിരുന്നു, MBAക്ക് റാങ്ക്, കോളേജിലെ റാങ്ക് അവൾക്കായിരുന്നു. ആ സമയത്തൊക്കെ ജനിക്കം ഉണ്ടായിട്ടുണ്ട്, ഫീസ് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് ദൈവം സഹായിച്ചിട്ടുണ്ട്. മകൻ പഠിച്ചു, അവന് ഡിഗ്രി എടുത്തു, ജോലിയായി. ഇളയവന് ഈ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ ഇതിനിടയിൽ അനുഗ്രഹമായി നടന്നു. 3 മക്കളാണ്. ഫേബ മൂത്തവൾ, അവൾ സ്തോത്രം ഇപ്പോഴ് ഞാൻ പറഞ്ഞല്ലോ മരുമാൻ്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഫേബ ഇപ്പം ഈ പറന്തൽ ഒരു കോളേജ് പഠിപ്പിക്കുന്നു, 2 കുഞ്ഞുങ്ങളുണ്ട്. മകൻ, അവന് നമ്മുടെ റോയ് തോമസ് മാത്യു എന്നറിയപ്പെടുന്ന കർത്തൃദാസന്റെ മകൾ പെർസിസ് ഏമി റോയ്, പ്രിയ മകൾ, ഇന്ന് അവള് പഠിച്ചു, UK പഠിക്കുന്നു. വാസ്തവത്തില് ആ വലിയ കുടുംബമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ ദൈവം തന്നത് തന്നെ എൻ്റെ സഹോദരങ്ങൾക്കിടയിലൊക്കെ വലിയ, എൻ്റെ വൈഫിന്റെ കുടുംബക്കാരും ഒക്കെ വലിയ കുടുംബക്കാരൊക്കെയാണ്. അവര് വാസ്തവത്തിൽ നോക്കിയപ്പോൾ സത്യത്തിൽ എൻ്റെ പെങ്ങളുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഞാൻ കണ്ടു. ആ ബോൾഗാട്ടി പാലസില് അതിന്റെ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ എൻ്റെ കുടുംബക്കാർ മുഴുവനും ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർ റോയ് തോമസ് മാത്യുവിന്റെ സാക്ഷ്യം കേട്ടിട്ട് ഞാൻ എൻ്റെ ബന്ധുക്കളെ എല്ലാം ശ്രദ്ധിച്ചു. എല്ലാവരും നിശ്ചലരായി നിറഞ്ഞ കണ്ണുകളോടെ ആ ബഹുമാന്യ കർത്തൃദാസന്റെ സാക്ഷ്യം, അദ്ദേഹം ക്യാൻസറിൽ നിന്ന് അത്ഭുതമായി വിടുവിക്കപ്പെട്ടത്, ആ സാക്ഷ്യം എൻ്റെ പെങ്ങളൊക്കെ ഇങ്ങനെ, ഞാൻ ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. അതിനൊക്കെ ഉപരിയായിട്ട് എത്രത്തോളം ദൈവം എന്നെ ഓർക്കുന്നു, എത്രത്തോളം ദൈവം എന്നെ കരുതുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവ് എന്നോട് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, മോനെ, ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, തൊട്ടുപുറകാലം ഇതെല്ലാം വരും.
ദൈവാസന ഇന്ന് എനിക്ക് അഭിമാനത്തോട് പല കാര്യങ്ങളും കർത്താവിൽ പറയാൻ പറ്റും. ക്രിസ്തുവിൽ മാത്രം എനിക്ക് പ്രശംസിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ കർത്താവിൽ മാത്രമേ ഉള്ളൂ. ഒത്തിരി പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് വാസ്തവത്തിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നത് അത്യുന്നതനായ കർത്താവിന്റെ വലിയ കരുണ ഒന്ന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, പലവട്ടം മരണം കൊതിച്ച ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ കമ്മ്യൂണിസത്തിലും നിരീശ്വരവാദത്തിലും അതുപോലെ മതപരമായ ആ ആചാരങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ച ഒരു തലത്തിൽ നിന്നും യേശു എന്നെ തൊട്ടു, യേശുവിന്റെ കരം എന്നെ സ്പർശിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ആ സ്പർശനം തിരിച്ചറിഞ്ഞു. ഒന്ന് ഞാൻ വ്യക്തമായി പറയട്ടെ ദൈവാസന, ആസാദിയിലൊക്കെ വരുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ എത്ര അസാധാരണമായ അനുഭവങ്ങളാണ്, എത്ര ഭയങ്കര അനുഭവങ്ങളാ. ജയിലിനകത്തൊരു കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ചു. ഇന്നലെ ഈ നടുത്തേരിയിലുള്ള ഒരു ദേവദാസന്റെ സാക്ഷി ആസാദിയിൽ ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ. മറ്റൊരു സാക്ഷ്യം കേട്ടു, കുണ്ട്രയില് തന്നെ വീട് വെച്ച് കിട്ടിയ ഒരാളിന് ദൈവാത്മ മരിച്ച് അദ്ദേഹം ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ച കാര്യങ്ങൾ. ഇടപെടുന്ന ഒരു ദൈവം, സംസാരിക്കുന്ന ഒരു ദൈവം, ഇറങ്ങി വരുന്ന ഒരു ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം. വാസ്തവത്തിൽ ഈ ഒരു യേശുവിനെ കണ്ടുമുട്ടിയത് എത്ര മഹാഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ ഈ സ്തോത്രം രക്ഷ കണ്ടെത്തുവാൻ എനിക്ക് എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ വന്ന സമയത്ത് എൻ്റെ മാതൃസഭ കുണ്ട്ര അസംബ്ലീസ് സഭയാണ്. അവരെന്നെ ഒരു മകനെ പോലെ സ്വീകരിച്ചു. എനിക്ക് ആവശ്യമായ കൈത്താങ്ങൽ തരാൻ ഇന്നും ആ കുണ്ട്ര ഏരിയയിലെ മെമ്പേഴ്സ് ഞങ്ങൾ ഇപ്പോഴും അസംബ്ലീസ് ചർച്ചിലെ വിശ്വാസികൾ. ശരിക്കും പറഞ്ഞാൽ അന്നും ഇന്നും മോഹൻദാസ് എന്ന് വിളിക്കുന്ന, എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഞാൻ അവരോട് പറയാറുണ്ട്. കാര്യം എനിക്ക് മൂത്തവരാണ്. അവർ വിളിക്കുന്ന ആ വാക്കുകളിലെ ആ സ്വാദ് ഇന്ന് ഞാൻ അനുഭവിക്കാറുണ്ട്. അതിന്റെ പിന്നിലെ സ്നേഹത്തിന്റെ ധാര അറിയാൻ കഴിയും. ഞാൻ വിശ്വാസത്തിൽ ഒരു സമയത്ത് പി ഒ ചെറിയാൻ പാസ്റ്റർ മുഖാന്തരം വിജയ മാത്തുക്കുട്ടിച്ചാനെ അദ്ദേഹം പരിചയപ്പെടുത്തി. എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെന്ന് എനിക്ക് അഭിമാനത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന മാത്തുക്കുട്ടിച്ചാൻ, പൊടിമോനച്ചാൻ, അദ്ദേഹം അന്നു മുതൽ ഇന്ന് വരെയും പല നിലകളിൽ എന്നെ പണിയെ വിദ്യാഭ്യാസമൊക്കെ സഹായിച്ചു. വാസ്തവത്തിൽ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്, മോനെ, ക്രിസ്ത്യാനികൾ നല്ല ആളുകളാ, അവര് പ്രാർത്ഥിക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തില് തൂമ്പടി മത്തായി സാറ്, ആ സാറിന്റെ പ്രാർത്ഥനകൾ എനിക്ക് ലഭിച്ചു. അദ്ദേഹം രോഗശാന്തി നിന്ന ഒരാളായിരുന്നു. സാറിന്റെ മകൻ സജിമോൻ, അദ്ദേഹം വാസ്തവമായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടായി. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഈ മത്തായി സാറിന്റെ മകൻ സജിമോൻ സാറുമായിട്ട് ഉള്ള പ്രാർത്ഥനാ ബന്ധങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ആത്മീയ അനുഭവത്തിന് മുഖാന്തരമായി തീർന്നു. ഞാൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു, ഇത്രത്തോളം ദൈവം നടത്തി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് എന്നെ വളർത്തി വലുതാക്കുന്നതിൽ എൻ്റെ സഹോദരിക്ക് ഒരുപാട് വലിയ പങ്കുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠന്മാര് എന്നെ ഉപദേശപരമായി എന്നെ വളർത്തിയ അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആശാരിപദേശി പോലുള്ള ദൈവഭക്തന്മാരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട്. ഞാൻ മണക്കാല സെമിനാരി പഠിക്കുമ്പോൾ സെമിനാരിയിലെ അധ്യാപകർ പലപ്പോഴും എനിക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ തരുവാനിടയായി തീർന്നു. മണക്കാല കോഴ്സ് സാറ് എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫായി തീരണമെന്ന്. പക്ഷേ ഞാൻ അപ്പോഴേക്കും അസംബ്ലീസ് റോഡിന്റെ ഒരു നല്ല വേലക്കാരനായിട്ട് വരാന് കർത്താവ് ഇടയാക്കി തീർത്തു. എനിക്ക് തോന്നുന്നു, ദൈവത്തിന് സ്തോത്രം, ഈ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ഒത്തിരി എതിരുകൾ എനിക്കുണ്ടായി. ഞാൻ അതുകൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. എതിരുകളുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരുപാട് ജാതീയമായ ആളുകൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും രഹസ്യമായിട്ട് തന്നെ പതിയിരുന്ന ഒരാൾ ആക്രമിച്ചു. എനിക്ക് മൃഗീയമായ ആക്രമണം ഉണ്ടായി. പക്ഷേ ദൈവാസനെ ആ സമയത്ത് അവൻ എന്നെ ഉപദ്രവിക്കുമ്പോഴും ആ സഹോദരനെ വേണ്ടി പ്രാർത്ഥിക്കാൻ, അവന് വേണ്ടി കരയുവാൻ എനിക്ക് സാധിച്ചു. അവന് ചില പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് അവനെ കണ്ട് അവനെ അടുത്ത് ഇടപെടാൻ എനിക്ക് പറ്റി. ഇന്നും ആ സഹോദരനോട് എനിക്കൊരു കയ്പും അല്പം പോലും ഇല്ലെന്ന് പറയട്ടെ. അതിനെതിരെ ഒന്നും പറയാനോ ഒന്നും ഞാൻ പോയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാഗത്തുനിന്ന് ഒരുപാട് ജനം രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ആരാധിച്ച സ്ഥലത്ത് ആളുകൾ വളയുന്ന അനുഭവം ഉണ്ടായി. പല സമയങ്ങളിൽ പീഡനമുണ്ടായി. എൻ്റെ മാവിമാർ രക്ഷിക്കപ്പെട്ടു വന്നപ്പോഴേക്കും എൻ്റെ അമ്മാവൻ മുളവനയിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചു. അടുത്തിടയ്ക്കാണ് സുബാരമാമൻ
നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. വാസ്തവത്തിൽ ആ സമയത്ത് നാട്ടുകാർ മുഴുവൻ കൂടിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ക്രിസ്തുവിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ദൈവം തന്ന ഒരു വലിയ കരുണയാണ്. ഞാനത് എൻ്റെ മിടുക്കല്ല, ദൈവം തന്ന കരുണ. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലായി, വാസ്തവമായിട്ടും ക്രിസ്തുവിന്റെ സ്നേഹം എന്നിലുണ്ട്. നമുക്ക് പീഡനങ്ങൾ വരാം, ഉപദ്രവങ്ങൾ വരാം. ഈ നമ്മൾ നിത്യതയിലേക്ക് എത്തുന്നതിന് മുൻപ് വാസ്തവത്തിൽ ഈ ശരീരത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള പലതും ഉപേക്ഷിക്കണം. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. ഇനിയും എനിക്ക് എന്തൊക്കെയോ കുറവുകൾ എനിക്ക് ഇനിയും ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ കുറവുകളെല്ലാം മാറുന്നത് നിരന്തരമായും ക്രിസ്തുവിനോട് ചേർന്ന് ഉടയലിലൂടെ, നിരന്തരമായ ആ ഉടയലിലൂടെയാണ് വരുന്നത്. വാസ്തവത്തിൽ എനിക്ക് വാച്ച്മാനിയുടെ പുസ്തകങ്ങൾ എന്നെ വളരെ വളരെ സ്വാധീനിച്ചു. വാച്ച്മാനി, അതുപോലെ ബോൺഹോഫർ, ദൈവം എന്നെ ഒത്തിരി സ്വാധീനിച്ച ആളാണ്. എൻ്റെ ദേവാസനെ ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ ക്രിസ്തു സഭയിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരുപാട് തലങ്ങളുണ്ട്. ഇഷ്ടംപോലെ തിന്ന് കൊഴുത്ത് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, നോർത്ത് കൊറിയയിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ പീഡന മുറികളിൽ കൂടി കടന്നു പോകുന്ന എത്രയോ ലക്ഷങ്ങൾ അവിടെ കിടക്കുന്നു, എത്രയോ ആയിരങ്ങൾ അവിടെ കഷ്ടം അനുഭവിക്കുന്നു. പീഡനങ്ങളിൽ കൂടി സഭ കടന്നു പോകുന്നു. നോർത്ത് ഇന്ത്യയിൽ എത്രയോ സഭകൾക്ക് ആലയങ്ങളില്ല. നമ്മുടെ സഭയിൽ എയർ കണ്ടീഷൻ വെക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണ്, ഓരോരുത്തരും അങ്ങ് ബുക്ക് ചെയ്യുകയാണ്. പക്ഷേ ഒരു ചെറിയ സഭാ ഹാള് പോലും ഇല്ലാത്ത എത്രയോ ജീവിതങ്ങളുണ്ട്. എനിക്ക് ഈ ഇൻബാലൻസ് വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വശത്ത് സമൃദ്ധിയുടെ അതിപ്രസരം, അതിൽ വളരെ അഭിമാനം കൊള്ളുന്ന ചിലര്, അതേസമയം നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ തന്നെയാണ്, നമ്മുടെ പ്രിയ സഹോദരങ്ങൾ തന്നെയാണ്, ദൈവത്തിന് സ്തോത്രം, ആ മറുവശത്ത് വളരെ വേദനിക്കുന്ന ആളുകൾ. ഞാൻ ഒരിക്കലും ദേവാസനെ ഒരു ദർശനം കണ്ടു. തല മുട്ടയടിച്ച കുറെ ആളുകൾ ദർശനത്തിൽ ഞാൻ കണ്ടു. അവരിങ്ങനെ ഒരു ആർച്ചിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നു. അതെന്താന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. കലൈവരം ജോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആശ്രയ എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാപനം അവർക്കുണ്ട്. ഇത് എവിടാന്ന് ഞാൻ നോക്കി, റോഡ് സൈഡിൽ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാൻ ഈ താമരക്കുടി കഴിഞ്ഞ് നടുത്തേരി വഴി, താമരക്കുടി വഴി വരുമ്പോൾ, ഞാൻ ബൈക്കിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ പള്ളിയുടെ അടുത്ത് ഒരു കെട്ടിടം കണ്ടു. ഞാൻ പെട്ടെന്ന് എൻ്റെ ബൈക്ക് അങ്ങോട്ട് തിരിച്ചപ്പോൾ അത് സങ്കേതമായിരുന്നു, കലൈവരം ജോസ് നടത്തുന്ന സങ്കേതം. അവിടുത്തെ അദ്ദേഹത്തിന്റെ പിതാവ് എന്നോട് പറഞ്ഞു, എന്നെ മോനകത്തോണ്ട് പോയി സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ ദേവാസനെ ഞാൻ നോക്കുമ്പോൾ ആ തെങ്ങിന് ചുറ്റും, ഒരു ആർച്ചിന് ചുറ്റും ഈ തല മുട്ടയടിച്ച് കുറേ, ഒരു 10-100ഓളം പേര് ഈ തെരുവിൽ നിന്ന് എടുക്കുന്നവരെ ആദ്യം മുട്ടയടിക്കും, ഈ മുടിയൊക്കെ നീട്ടി വളർത്തി. അങ്ങനെ ഞാൻ കണ്ട ദർശനം പോലെ തന്നെ ഒരു വലിയ കൂട്ടം ഇങ്ങനെ നടക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും വന്ന് 1 മണിക്കൂർ ഇവർക്കൊരു പ്രയർ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ ദേവാസനം, ഞാൻ അങ്ങനെ കലൈവര സങ്കേതത്തിൽ ആ പ്രാർത്ഥന നടത്തി. ഒരു പൈസ പോലും, എന്ന് വെച്ചാൽ പൈസയല്ലല്ലോ, നമുക്ക് സന്തോഷമായിട്ട് ചെയ്തു. ആളുകൾ എന്നെ 10-700 പേരൊക്കെ കാണും. ചിലപ്പം ആളുകൾ എന്നെ കാണുമ്പോഴല്ലേലും യാത് വിളിക്കും. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറയാം, 2010 ഞാൻ സൗദി അറേബ്യയിൽ പോകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഒരു സക്കാക്ക എന്ന സ്ഥലത്ത് ഒരു ചർച്ചിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, ഞങ്ങളൊരു ദൈവദാസനെ കാത്തി കെട്ടിപ്പിടിച്ച് എന്നെ കണ്ണീരോട് ചുംബനം ചെയ്തു. എനിക്ക് വലിയ നന്മകൾ തന്നു. ഞാൻ അന്നേരം ആലോചിച്ചു, ഞാൻ ഈ കലൈവര സങ്കേതത്തിൽ ചില ആഴ്ചകൾ, ചില മാസങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറ്റൊരു രീതിയിൽ എന്നെ മാനിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് ജോണങ്കിൽ എന്നറിയപ്പെടുന്ന ഒരു ദൈവദാസൻ, ഞാൻ ഉപവാസിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം സ്തോത്രം ഹല്ലേലൂയ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അഭിഷേകം പ്രാപിക്കണം. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചത് അന്യഭാഷയിൽ ആരായി തുള്ളിച്ചാടി. എനിക്ക് തോന്നുന്നു എന്നൊരു വലിയ വിഷയം, സാമ്പത്തിക ഭാരം എനിക്കുണ്ടായിരുന്നു. ആരോടും ഞാൻ പറഞ്ഞില്ല, എനിക്ക് തിരിച്ച് സൗദി അറേബ്യ നാട്ടിൽ വരണം. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ഇച്ചിരി ആവശ്യങ്ങളുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു വലിയ പൊതിക്കെട്ടെടുത്തേണ്ടി തന്നു. ഏതാണ്ട് 1,20,000 രൂപയോളം ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ ഒത്തിരി മിറക്കിൾസ് എൻ്റെ ലൈഫിലുണ്ട്. എല്ലാം പറയാൻ സമയമില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരിക്കൽ ഞാൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ ചെല്ലുമ്പോൾ എൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ആത്മത കൊടുത്തു. സോമരായ സാർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കും, പാസ്റ്റർ ഞങ്ങളുടെ ഇവിടെ വന്ന് വല്ലപ്പോഴൊക്കെ വരണം. ഞാനിന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വികസന സമിതിയിൽ ഞാനും ഒരു അംഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. നമ്മൾ പെന്തക്കോസ്ത് സമൂഹങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുള്ളതെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ, സ്വന്തം സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഞാൻ നോക്കുന്നിടത്തോളം ഈ ഒരുപാട് ജീവിതങ്ങൾ തകർച്ചയിലൂടെ കടന്നു പോകുന്നു. മണക്കാല സെമിനാരിയിൽ
സ്തോത്രം പഠിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഒരു സീൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം നടത്തുന്ന ആ സഹോദരൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതേ ഒരിക്കൽ ബാംഗ്ലൂർ വെച്ച് കാണുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ അനേക തെരുവിൽ കിടക്കുന്നവരെ ഞാൻ ഏറ്റെടുത്ത് വളർത്തുന്നു. എൻ്റെ ഉള്ളിൽ ഞാൻ സ്തോത്രം അനേക ജീവിതങ്ങൾ, തകർന്ന ജീവിതങ്ങളെ കുറിച്ചുള്ള വലിയൊരു ഭാരം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാനിതെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നത്, എൻ്റെ കൂട്ടുകാർ കുട്ടിക്കാലത്ത് തന്നെ മുളവനെ എന്ന് കളിയാക്കിയെങ്കിൽ ഇന്ന് ആ പേര് ദൈവം അതിനെ ഉയർത്താനിടയായി തീർന്നു. അന്ന് തമാശയായിട്ട് മുളവനെ എന്ന് കൂക്കി വിളിച്ചെങ്കിൽ ഇന്ന് ഈ പേര് ഒരു നല്ലൊരു പേരാക്കി എൻ്റെ ദൈവം എന്നെ ഉയർത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അർഹതയുമില്ലാത്ത, ഒരു മാന്യതയുമില്ലാത്ത സ്ഥാനത്ത് ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. പുത്തൂര് 2019 ഞാൻ പുത്തൂര് വിടാൻ ദൈവത്തിന് ആത്മാവ് എനിക്ക് നിയോഗം തന്നു. ഞാൻ വിട്ടു, മറ്റൊരു സഭയിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ തുമ്പമൺ അസംബ്ലീസ് ഓടിച്ച സഭയിലാണ്. അത് കഴിഞ്ഞ് ഞാൻ പത്തനാപുരത്ത് കൊച്ചി കടവന്ന സഭയിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ തുമ്പമൺ അസംബ്ലീസ് സഭയിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ നമ്മളിൽ നിന്നും സ്തോത്രം നമ്മളിലുള്ള ക്രിസ്തു സാന്നിധ്യമാണ് മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടോ നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ എഴുത്തിന്റെ ഭംഗി കൊണ്ടോ ഒന്നുമല്ല വിടുതലിലേക്ക് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് കുറച്ചെങ്കിലും പറ്റിയാൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജീവിതത്തെയാണ് ആളുകൾ നോക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ നിരീക്ഷിക്കാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. നമ്മൾ സ്തോത്രം നമ്മൾ നോക്കേണ്ടത് യേശുവിനെയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കിടയിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ പാസ്റ്ററേ എന്ന് വിളിച്ച് എൻ്റെ ബന്ധുക്കളൊക്കെ ആ ബഹുമാനത്തോട് വിളിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവം എനിക്ക് തന്ന എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞതുപോലെ, മോഹൻ, ഈ ക്രിസ്തുവിനെ എൻ്റെ സൽകീർത്തി നീ കളയരുത് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട് കുറച്ചെങ്കിലും ആ ക്രിസ്തു നൈർമല്യം സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സഹായിച്ചു. ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ഏറ്റവും അടുത്ത സമയങ്ങളിലാണ്. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രതിസന്ധികളിലേക്ക് നമ്മുടെ രാജ്യം ഒരുപക്ഷെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഇനി വരാൻ പോകുന്ന ഈ വലിയ കഷ്ടതകളുടെയൊക്കെ നടുവിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളെ നിലനിർത്തട്ടെ. എനിക്കൊരു സ്വപ്നം കൂടി ഉണ്ടായിരുന്നു. 50 ഗോസ്പൽ പാക്കറ്റ് കൊടുത്തു, 50 500 5000 എനിക്കിനി ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ കർത്താവ് സാധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രേക്ഷകരും കർത്താവിന്റെ അഭിഷിക്തനും കുടുംബവും പ്രാർത്ഥിക്കണം. എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ യേശുവിനെ കുറിച്ച് ഞാൻ ഒത്തിരി പേരുള്ള ജീവചരിത്രം എഴുതി. ഒരു കുഞ്ഞു ബുക്കെങ്കിലും ചെയ്യണം. അതെനിക്ക് 50,000 പേരെ എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കർത്താവിന്റെ ആ സ്വപ്നം സഫലമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനെ കുറിച്ച് എഴുതണം. ഞാൻ കണ്ട ക്രിസ്തു, ഞാൻ രുചിച്ചറിഞ്ഞ എൻ്റെ യേശു, അത് എനിക്ക് ഒരാഗ്രഹമുണ്ട്. അത് അനേകായിരങ്ങളിലേക്ക് അത് എത്തിക്കണം. എൻ്റെ വലിയൊരു സ്വപ്നം അതാണ്. കാരണം ഏറ്റവും വലിയ ജീവചരിത്രകാരൻ യേശുവാണ്. യേശുവിന്റെ അപ്പുറത്ത് മറ്റൊരു ജീവചരിത്രം നമുക്കില്ല. കർത്താവിന്റെ സ്തോത്രം. ആ യേശുവിന്റെ ആ വലിയ പ്രകാശധാരയിൽ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന ആ വലിയ പ്രകാശത്തിന്റെ കീഴിൽ ഒരു കുഞ്ഞു വെട്ടമായി നിൽക്കുവാൻ, ഒരു തരിതട്ടമായി നിൽക്കുവാൻ നമ്മളെ സഹായിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അധികം വൈകാതെ ഹല്ലേലൂയ എനിക്ക് ആ ഒരു സ്തോത്രം കുഞ്ഞു പുസ്തകം ഇറക്കുവാനും അത് അനേക കരങ്ങളിൽ എത്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വലിയൊരു സ്വപ്നം അതാണ്. ഹല്ലേലൂയ. അതിൽ എൻ്റെ യേശുക്രിസ്തുവിന്റെ മഹിമ അനേകർ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ രുചിച്ചറിഞ്ഞ ഈ സ്നേഹത്തിന്റെ ധാര അനേക കരങ്ങളിൽ എനിക്ക് എത്തിക്കണം. ഒരു പക്ഷേ ഹല്ലേലൂയ അനേകർ കർത്താവിന്റെ സ്നേഹത്തെ ആ നിലകളിൽ എൻ്റെ അനുഭവങ്ങളോട് രുചിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എന്നെ വളർത്തിയ എൻ്റെ കൂട്ടു സഹോദരങ്ങളോട്, എനിക്ക് പ്രാർത്ഥനയിൽ പിന്താങ്ങിയ എൻ്റെ കൂട്ടുവിശ്വാസികളോട്, എനിക്ക് ഒരുപാട് പിന്തുണ തന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ സഹാലിലി എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം എന്നെ എത്തിച്ചത് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ നിൽക്കുന്നത്. എന്നെ അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ പ്രോത്സാഹനവുമാണ് ഇത്രത്തോളം എന്നെ നിർത്തിയത്. ഇനിയും അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വിശേഷിച്ചും ഇങ്ങനെ ഒരു അവസരം കർത്താവിന്റെ ദാസൻ എനിക്ക് ഈ ഒരു അനുഗ്രഹീതമായ ചാനലിലൂടെ ഈ സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കിയതിൽ ഒത്തിരി നന്ദിയുണ്ട് കർത്താവിന്റെ ദാസനെ. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതിൽ. പാസ്റ്റർ ജീവചരിത്രം തന്നെ 300 പേജോളം ഉണ്ട് അല്ലേ?
ആത്മകഥ. അതെ അതെ ദേവാസനെ അതെ, 300 പേജുകളുള്ള ആത്മകഥ നമുക്ക് ആസാദിയുടെ 2-2.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രേക്ഷകർക്ക് ആ പുസ്തകങ്ങൾ വായിക്കാം കേട്ടോ. PC എബ്രഹാം സാറിന്റെ ബാങ്ക് അവറാച്ചായൻ എന്ന പേരിൽ അറിയപ്പെട്ട PC എബ്രഹാം സാറിന്റെ, കുറച്ച് ബുക്ക് അയച്ചു തരാം കേട്ടോ. അതെ, ഞാൻ അഡ്രസ് അയക്കാം. അതുപോലെ ബുക്കുകൾ വേണ്ടവർ ദയവായിട്ട് നമ്മുടെ ആസാദിയുടെ പ്രെയർ ലൈൻ നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുക. ഞാൻ പാസ്റ്ററുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. അങ്ങനെ നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ വാങ്ങിക്കുവാൻ കഴിയും. അനുഗ്രഹമായി തീരട്ടെ. അനേകർക്ക് പാസ്റ്ററുടെ ശുശ്രൂഷകൾ, പുസ്തകങ്ങൾ ഇനിയും അനുഗ്രഹമായി തീരട്ടെ. യേശുവിനെക്കുറിച്ചുള്ള ആ ചെറിയ പുസ്തകം അത് ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ചുമപ്പിൽ നിന്ന് കാവിയിൽ നിന്ന് വെള്ളയിലേക്ക് ജീവിതം ഇങ്ങനെ നിറങ്ങൾ മാറി മാറി വന്നു. സമാധാനമുണ്ട് ജീവിതത്തിൽ. ഒരുപക്ഷെ അന്ന് നിന്ന ആ ഒരു പുരോഗമന സാഹിത്യ പരിഷത്തോ പുരോഗമനം എന്ന് പറയുന്ന ആശയങ്ങൾ പലപ്പോഴും അത് തീവ്രമാകുന്ന വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ പ്രസംഗിച്ച ആശയങ്ങളായിരുന്നു. അവിടെയൊക്കെ നിന്നിരുന്നെങ്കിൽ അറിയില്ല, മുളവന മോഹൻദാസ് എന്ന പേര് എവിടെയൊക്കെ എത്തുമായിരുന്നെന്ന്. ഒരുപക്ഷെ അല്ലേ, ഒരുപക്ഷെ അങ്ങനെയുള്ള ആശയങ്ങളെ പിന്താങ്ങുവാൻ നമുക്ക് നിർബന്ധിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഇന്ന് സകല സ്വാതന്ത്ര്യത്തോടുകൂടെ സമാധാനത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുവാനൊക്കെ കർത്താവ് കൃപ തരുന്നു. ഒരു കവിത പോലെ ഉള്ള ഒരു ജീവിതാനുഭവം, നിർമ്മലമായിട്ടുള്ള ഒരു കവിത, അനുസൂതമൊഴുകുന്ന ഒരു ജീവിതകഥ, അതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അനേകർക്ക് അനുഗ്രഹമായിട്ട് ഇനിയും ഈ നദി പിന്നെയും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പാസ്റ്റർ കൂടി ഇരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് സാഹിത്യമൊക്കെ എൻ്റെ വായിലും വരുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പാസ്റ്ററെ. അവരുടെ ജീവിതത്തിലും ഒരു വലിയ പ്രത്യാശയും അനുഗ്രഹവും ഒക്കെ വർദ്ധിക്കൊണ്ടിരിക്കും. പാസ്റ്റർക്ക് ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി സന്തോഷം ദേവാസനെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ അഭിഷേകത്തിനോട് ചേർന്ന് കർത്താവെ, ലോകമെമ്പാടും അനേകായിരങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഈ അനുഗ്രഹീതമായ ആസാദി ചാനലില് പരിശുദ്ധ പിതാവേ, എളിയവന്റെ ജീവിതാനുഭവങ്ങൾ കർത്താവെ, ഹാലേലിയ കുറെയെങ്കിലും ഒക്കെ അത് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അത്യുന്നതനായ ദൈവമേ, അങ്ങടെ എന്നെ തൊട്ട് വേർതിരിച്ചു. ആ പ്രകാശം എന്നിലേക്ക് വന്നു. ആ അനുഭവങ്ങൾ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു. കർത്താവെ, അങ്ങ് നിർത്തിയതാണ്, അടിയൻ നിന്നതല്ല. അങ്ങ് ബലപ്പെടുത്തിയതാണ്, അടിയന് ബലമുണ്ടായിരുന്നില്ല. പരിശുദ്ധ പിതാവേ, ഇന്ന് ഈ അനുഭവ സാക്ഷ്യം കേട്ട ജീവിതങ്ങളിൽ കർത്താവെ, ഇത് കേൾക്കുന്നവരിലും അതേ സാന്നിധ്യവും അതേ അഭിഷേകത്തിന്റെ അനുഗ്രഹത്തിന്റെ വ്യാപാരവും ദൈവം നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവ് വിശേഷിച്ചും കർത്താവിന്റെ അഭിഷേകനായി ദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. അനേകർക്ക് ഇനിയും കർത്താവെ, അനേക ശ്രേഷ്ഠമായ അനുഭവങ്ങൾ അത് അനേകായിരങ്ങളെ രക്ഷയിലേക്കും കൃപയിലേക്കും നയിക്കാൻ തക്കവണ്ണം ഈ ചാനലിനെ അനുഗ്രഹിച്ച് വിശാലമാക്കണമേ. അവിടുത്തെ ദാസനെ കുടുംബത്തെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി സന്തോഷം ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, നമ്മുടെ പ്രേക്ഷകരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദി പറയാം. താങ്ക് യു ഓൾ. God bless you all. Have a wonderful time. Thank you for watching. God bless you all.